السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. اللهم لا سهل إلا ما جعلته سهلا وأنت تجعل الحزن إذا شئت سهلا. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم اهدنا وسددنا. അൽഹംദുലില്ലാ നമ്മൾ ഫാമിലി ഇൻട്രാക്ഷൻസിൻ്റെ 15th എപ്പിസോഡാണ്. അൽഹംദുലില്ലാ കോൺഫ്ലിക്റ്റ് മാനേജ്മെൻ്റ് ആണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായിട്ട് ഇൻഷാ അല്ലാഹ് ഇന്നും തുടരാം. ഒരു മിനിറ്റ്. അപ്പം യൂഷ്വൽ I4C അപ്ഡേറ്റ്സ്, ന്യൂ അപ്ഡേറ്റ്സ് ഒന്നുമില്ല. നമ്മൾ നവംബർ കാലണ്ടർ കോഴ്സ് ഏകദേശം തീരാറായി. ഈ ആഴ്ചയോടുകൂടി കംപ്ലീറ്റ് ചെയ്യും ഇൻഷാ അല്ലാഹ്. അപ്പം നിങ്ങളുടെ സൈഡിൽ നിന്നും ജസ്റ്റ് സ്പ്രെഡ് ദ വേർഡ്. ആരെങ്കിലും ഇനിയും യൂസ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ഡൗട്ട് ഉള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഹെൽപ്പ് ഡെസ്കിൻ്റെ ലിങ്ക് കൊടുക്കുക, ജോയിൻ ചെയ്യാൻ പറയാം. എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്തിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി പറയാം ഇൻഷാ അല്ലാഹ്. നമുക്ക് ആദ്യം ഇന്നത്തെ സെഷനിൽ ഒന്ന് റീക്യാപ്പ് നോക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞു വെച്ചത് എന്നുള്ളത്. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 3 കോൺവെർസേഷണൽ സ്റ്റൈൽസ്, അതായത് ആളുകൾ സംസാരിക്കുമ്പോൾ അല്ലെ, 2 പേര് തമ്മിൽ എന്തെങ്കിലും ഒരു കോൺഫ്ലിക്റ്റ്, ഒരു പ്രശ്നത്തിന്റെ മേലെ സംസാരം 3 രീതിയിലാവാം. ഒന്ന് സൈലൻസ് എന്നുള്ളതാവാം അല്ലെ, അതായത് അവരുടെ ഒന്നെങ്കിൽ സംസാരങ്ങൾ പ്രശ്നമുണ്ട് പക്ഷെ സംസാരങ്ങൾ അവോയ്ഡ് ചെയ്തുകൊണ്ട്, ഫീലിങ്സ് ഹൈഡ് ചെയ്തുകൊണ്ട്, ഈവൻ ഇനി സംസാരിച്ചു കഴിഞ്ഞാലും അത് അവർ വിചാരിച്ച അല്ലെങ്കിൽ ഉദ്ദേശിച്ച രീതിയിൽ പോണില്ല എന്ന് കാണുമ്പോൾ അതിൽ നിന്ന് വിഡ്രോ ചെയ്യുക, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് പാർട്ടി പറയുന്നതിന് കംപ്ലീറ്റ് ആയിട്ട് കീഴൊതുങ്ങി ഓക്കെ എനിക്ക് പ്രശ്നമൊന്നുമില്ല എന്നുള്ള രീതിയിൽ സംസാരം ഒഴിവാക്കിക്കൊണ്ട് മുന്നോട്ട് പോണ ഒരു രീതി നമ്മൾ കണ്ടു. പിന്നെ വയലൻസ് കണ്ടു അല്ലെ, അതായത് ഓപ്പോസിറ്റ് സൈഡിനെ കൺട്രോൾ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അവരെ കുറ്റപ്പെടുത്തിക്കൊണ്ട്, ലേബൽ ചെയ്തുകൊണ്ട്, ഏതെങ്കിലും രീതിയിൽ വാക്കുകൾ കൊണ്ട് അറ്റാക്ക് ചെയ്തുകൊണ്ട്, അതായത് ഈ ഇപ്പുറത്ത് നിൽക്കുന്ന ആള് പറയുന്നതാണ് ഫൈനൽ വേർഡ് എന്നുള്ള രീതിയിൽ വരുത്തി തീർക്കുന്ന, ഫിസിക്കൽ അല്ലെങ്കിലും നാവ് കൊണ്ടുള്ള അറ്റാക്ക്, ആ തരത്തിലുള്ള വയലൻസ്. അപ്പം ഈ 2 കാര്യങ്ങളും എന്താണ്, സൊല്യൂഷൻ അല്ല എന്നും നമ്മൾ കണ്ടു അല്ലെ. മൂന്നാമത്തെ ഒരു അപ്രോച്ച് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അസർട്ടീവ്നെസ് എന്ന് പറയുന്നത്. അസർട്ടീവ്നെസ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ കോൺഫിഡൻ്റ് ആയിട്ട് അവരവരുടെ അഭിപ്രായങ്ങളിൽ ഒന്നിക്കൊണ്ട് അതിൻ്റെ എല്ലാ ഭാഗങ്ങളും റിഫ്ലക്റ്റ് ചെയ്തുകൊണ്ട്, ചിന്തിച്ചുകൊണ്ടുള്ള ചർച്ച. ഓപ്പോസിറ്റ് സൈഡിൽ നിൽക്കുന്ന ആൾക്ക് സേഫ്റ്റി ക്രിയേറ്റ് ചെയ്തുകൊണ്ട്, അതായത് അയാളെ ആകെ കൂടെ വിഷമത്തിലാക്കുന്ന രീതിയിൽ അയാളെ കുറ്റിപ്പെടുത്തി പിച്ച് ചീന്തി അയാളുടെ മേൽ കാര്യങ്ങൾ അടിച്ചേൽപ്പിച്ച് സംസാരിക്കാതെ അവർക്ക് സേഫ്റ്റി ഉണ്ടാക്കിക്കൊണ്ട് സംസാരിക്കുന്നത്. പിന്നെ എക്സ്പ്ലോറിങ് പോസിബിലിറ്റീസ്, അതായത് നമ്മൾ എന്തായാലും ഒരു പ്രശ്നത്തെ കുറിച്ചായിരിക്കും സംസാരിക്കുന്നത് അല്ലെ, ആ പ്രശ്നം സോൾവ് ചെയ്യാൻ എന്ത് പോസിബിലിറ്റി ഉണ്ട് അതിനെ കുറിച്ച് കൂടുതൽ ചിന്തിച്ചുകൊണ്ട് സംസാരിക്കുന്ന ആക്ച്വൽ ഡയലോഗ് എന്ന് പറയുന്ന, സംഭാഷണം എന്ന് പറയുന്നത് ഈ മൂന്നാമത്തെ സംഭവമാണെന്ന് നമ്മൾ കണ്ടു അല്ലെ. ആദ്യത്തേത് സബ്മിസീവ്നെസ് ആണ്, കീഴൊതുങ്ങലാണ്. രണ്ടാമത്തേത് അഗ്രസീവ്നെസ് ആണ്, വയലൻസ് അല്ലെങ്കിൽ അല്ലെ അവരുടെ കോപം കാണിക്കുക എന്നുള്ള ഒരു പൊട്ടിത്തെറി സ്റ്റൈലാണ്. മൂന്നാമത്തതാണ് ആക്ച്വലി ഡയലോഗ് എന്ന് പറയുന്നത്. ആൻഡ് സംസാരിക്കുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സംസാരിക്കുന്ന 2 ആളുകൾ ഐ വേഴ്സസ് യു അല്ല, പക്ഷേ നമ്മൾ വേഴ്സസ് ദ പ്രോബ്ലം ആണ്. ആക്ച്വലി നമ്മുടെ ശത്രു എന്ന് പറയുന്നത് അവിടെ പ്രോബ്ലം ആയിരിക്കണം, ഞാനും നീയും ആയിരിക്കരുത് ശത്രു, അല്ലെങ്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കാര്യമായിരിക്കണം നമ്മൾക്ക് എതിരെ നിൽക്കേണ്ടത്. ഓക്കെ, അതിനെയാണ് നമ്മൾ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുന്നത്. പക്ഷെ ഈ ഒരു പ്രോബ്ലം കാരണം പലപ്പോഴും നമ്മളൊക്കെ എന്താവുക ചെയ്യുക, സംസാരിക്കുന്ന ആളുകൾ തമ്മിൽ ശത്രുക്കളാവുകയാണ് ചെയ്യുന്നത് അല്ലെ. അവരുടെ ഇടയിൽ ഉണ്ടാകുന്ന ആ ഒരു കൺസേൺ, അതിനെക്കുറിച്ച് സംസാരിക്കുന്നത് കാരണം അവർക്ക് അഭിപ്രായ വ്യത്യാസമുള്ള എന്തൊന്നാണോ അത് കാരണം അവർ 2 പേരും ശത്രുക്കളായിട്ട് പിന്നെ സംസാരം വെടിയും പുകയായിട്ട് മാറലാണ് സുബ്ഹാനല്ലാഹ് ചെയ്യാറല്ലേ. പിന്നെ നമ്മൾ പെർസെപ്ഷനെ കുറിച്ച്, അതിനിടയ്ക്ക് 1-2 ഇസ്ലാമിക്, അതായത് സൈലൻസിനെയും സബ്മിഷനെയും, അതായത് ആദ്യത്തെ ആ ഒരു സംഭവം നമ്മൾ മിണ്ടാതിരിക്കുക, കീഴൊതുങ്ങുക അല്ലെ, അതിനെയൊക്കെ നമ്മൾ ഇസ്ലാമികമായിട്ടും ക്ഷമയായിട്ടും കാണാറുണ്ടെന്നും അതിന്റെ യഥാർത്ഥ വശം എന്താണെന്ന് നമ്മൾ പറഞ്ഞു. നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞു വെച്ച ഒരു കാര്യം ഉണ്ടായിരുന്നു അല്ലെ, എപ്പോഴാണ് അത് ഒരു സംഭവം കോൺഫ്ലിക്റ്റ് ആവുന്നത്. 3 കണ്ടീഷൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അഭിപ്രായങ്ങൾ വ്യത്യാസമായിരിക്കണം, മാറ്റേഴ്സ് ഇമ്പോർട്ടൻ്റ് ആയിരിക്കണം, അതായത് എന്താണോ നമ്മൾ ആ ഒരു പ്രശ്നം അല്ലെങ്കിൽ കൺസേൺ അത് ഇമ്പോർട്ടൻ്റ് ആയിരിക്കണം. 3 ഇമോഷൻസ് സ്ട്രോങ് ആയിരിക്കണം.
അപ്പം ഇത് ഇസ്ലാമികമായ ക്ഷമയുടെ പേരിൽ നമ്മൾ ഇതുപോലെയുള്ള സംസാരങ്ങൾ ഒഴിവാക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് അവിടെ എന്തായിരിക്കണം കണ്ടീഷൻ? ഈ മൂന്നിലൊന്നും ഇല്ലാതിരിക്കണം അല്ലെ? അതായത് ഒന്നെങ്കിൽ മാറ്റർ ഇമ്പോർട്ടന്റ് അല്ലാതിരിക്കണം, അതല്ലെങ്കിൽ നമുക്ക് ഇമോഷൻസ് സ്ട്രോങ് അല്ലാതിരിക്കണം. അതായത് ശരിക്കും ഒരു കാര്യം, ഒരു പ്രശ്നം നമുക്ക് അസ്ഥിക്ക് പിടിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് കോൺഫ്ലിക്റ്റ് തന്നെയാണ്. അത് ഈ മൂന്നാമത് പറഞ്ഞ അസർട്ടീവ് സ്റ്റൈലിൽ നമ്മൾ സംസാരിച്ച് തീർക്കുകയും വേണം. അല്ലാതെ നമ്മൾ കീഴൊതുങ്ങി കൊടുത്തിട്ട് അത് ഇസ്ലാമികമാണെന്ന് പറയുന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കരുത്? ഒന്നെങ്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മാറ്റർ ആയിരിക്കരുത്, അല്ലെങ്കിൽ അത് നമ്മളെ ബാധിക്കുന്ന ഒരു പ്രശ്നമേ ആവാത്ത സംഭവമായിരിക്കണം അല്ലെ? കാരണം നമ്മൾ പറയുന്നു ശരിയായത്, നമ്മൾ തൗഹീദിലേക്ക് എത്തുമ്പോൾ എല്ലാത്തിനേക്കാളും ഇമ്പോർട്ടന്റ് അള്ളാഹു സുബ്ഹാനഹു വ തആലയായിട്ട് മാറുമ്പം ശരിയാണ്, ഒരു പരിധി വരെ കുറേ കാര്യങ്ങളൊന്നും നമ്മളെ ബാധിക്കുകയില്ല അല്ലെ? ഞാനെപ്പോഴും പറയുന്ന ആ ഒരു മെഷർമെന്റ് സംഭവമുണ്ട്. നമ്മൾ അള്ളാഹിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഈ ഒരു പ്രശ്നം നമ്മളെ പിടിച്ചു കുലുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, നമ്മളെ ചിന്തിപ്പിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, ഇതെന്താവും എന്നുള്ള ആലോചനകൾ നമുക്കില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതിലിങ്ങനെയൊക്കെ സംഭവിച്ചു പോയല്ലോ, ഇവരെന്നോട് ഇത് പറഞ്ഞല്ലോ അത് പറഞ്ഞല്ലോ എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഒരു തേങ്ങല് നമ്മുടെ ഉള്ളിൽ വരുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ ഇമോഷൻസ് അത്ര സ്ട്രോങ് അല്ല എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ അത് ഒരുപക്ഷെ നമുക്ക് സംസാരിക്കാതെ ഈ പറഞ്ഞ ഇസ്ലാമികമായ ക്ഷമ ഉപയോഗിച്ച് നമുക്ക് അങ്ങനെ മാറ്റിവെക്കാൻ പറ്റുന്ന കാര്യമാണ്. പക്ഷെ നമുക്ക് ഇമോഷൻസ് സ്ട്രോങ് ആണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ നമ്മളുടെ എല്ലാ കാര്യങ്ങളെയും അത് ബാധിക്കുന്നുണ്ടോന്നുണ്ടെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയുമായിട്ട് നമ്മൾ ഏതെങ്കിലും രീതിയിൽ എൻഗേജ് ചെയ്യുമ്പോൾ, അത് ഖുർആൻ പാരായണത്തിലൂടെ, നിസ്കാരങ്ങളിലൂടെ, ദിക്റിലൂടെ, ഏത് രീതിയിലും, അല്ലെങ്കിൽ നമ്മുടെ പഠനങ്ങളിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആലയായിട്ട് നമ്മൾ എൻഗേജ് ചെയ്യുമ്പോഴൊക്കെ ഇത് നമ്മളെ തലയിലും ഹൃദയത്തിലും നമ്മളെ ചിന്തകളിലൊക്കെ തികട്ടി വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം അവിടെ നമ്മുടെ ഇമോഷൻസ് സ്ട്രോങ് ആണ് അല്ലെ? മാറ്റർ ഇമ്പോർട്ടന്റ് ആണ്, അഭിപ്രായ വ്യത്യാസമുണ്ട്, അതുകൊണ്ട് തന്നെ അത് സംസാരിക്കേണ്ട കാര്യമാണ്. അവിടെ നമ്മൾ കീഴൊതുങ്ങി കൊടുത്തിട്ട് സൈലന്റ് ആയി നിന്നിട്ട് ഓക്കെ ഇത് ഇസ്ലാമികമായ ക്ഷമയാണെന്ന് പറയുന്നതിൽ കഥയില്ല നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? അവിടെ നമ്മൾ ഏതോ ഒരു രീതിയിൽ എന്തിനെയോ വേറെന്തിനെ അള്ളാഹുവിനേക്കാൾ ഭയക്കുന്നത് കൊണ്ടും എന്തിനെയോ അള്ളാഹുവിനേക്കാൾ ഇഷ്ടപ്പെടുന്നത് കൊണ്ടും ഒക്കെയാണ് നമ്മൾ അവിടെ ആ ഒരു സ്റ്റാൻഡ് എടുത്തിട്ട് നമ്മൾ ഇതിനിങ്ങനെ ഒരു റീസൺ കണ്ടുപിടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. അത് നമ്മൾ ചെയ്യുന്ന വലിയൊരു തെറ്റാണ്, കാരണം അത് ശിർക്കുമാണ്. അങ്ങനെ നമ്മൾ പറഞ്ഞു വെച്ചിരുന്നു. അതേപോലെ ഇതിന്റെ വേറെ ഒരു ദോഷവശവും കൂടെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? നമ്മൾ ഇസ്ലാമികമായിട്ടുള്ള ക്ഷമയാണെന്ന് കാണിച്ചുകൊണ്ട് നമ്മൾ മിണ്ടാതിരിക്കും, നമ്മളെ മുമ്പിൽ നമ്മളെ വാച്ച് ചെയ്തുകൊണ്ട് പഠിച്ചുകൊണ്ടുള്ള ഒരു ജനറേഷൻ ഉണ്ട്. അപ്പൊ അത് നമ്മൾ ശരിക്കും റൈറ്റ് റീസണിലുള്ള ക്ഷമയല്ല എന്ന് കാണിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് നമ്മളുടെ സ്വഭാവങ്ങളിൽ, നമ്മുടെ സംസാരങ്ങളിൽ, നമ്മുടെ തേങ്ങലുകളിൽ, നമ്മുടെ കരച്ചിലുകളിൽ അല്ലെ, നമ്മുടെ പൊട്ടിത്തെറികളിലൊക്കെ അത് പുറത്തു വരും. സോ നമ്മൾ അവരെ പറഞ്ഞു ധരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇസ്ലാമികമായ ക്ഷമയാണ്, പക്ഷെ നമ്മളത് സത്യം അതല്ലാത്തത് കൊണ്ട് തന്നെ നമ്മളുടെ ഉള്ളിൽ നിന്ന് അത് പുറത്തു വരുന്നത് കൊണ്ട് നമ്മൾ അടുത്ത ജനറേഷൻ നമ്മളെ വീട്ടിൽ നിന്ന് നമ്മളെ കണ്ടുപഠിക്കുന്ന, ഒരിക്കലും നമ്മൾ പറഞ്ഞു കൊടുത്ത് പഠിക്കുന്നവരല്ല അവര് നമ്മളെ കണ്ടുപഠിക്കുന്നവരാണ്. അപ്പൊ കണ്ടുപഠിക്കുന്നവർ ഇത് ശരിയല്ല എന്ന് മനസ്സിലാക്കുകയും അവര് ശരിക്കും അവരുടെ ജനറേഷനിലേക്ക് അത് വളർന്നു വരുമ്പോൾ ഒന്നെങ്കിൽ ഈ അറ്റം അല്ലെങ്കിൽ ആ അറ്റത്തേക്ക് പോകുന്ന ഒരവസ്ഥയിൽ എല്ലാത്തിനെയും ചോദ്യം ചെയ്യുക, എല്ലാത്തിലും പ്രശ്നം ഉണ്ടാക്കുക എന്നുള്ള ഒരു അവസ്ഥയിലേക്ക്, അതല്ലെങ്കിൽ എന്താണ് വീട്ടിൽ ഫുൾ പൊട്ടിത്തെറി ആയതുകൊണ്ട് ഞാനിനി ഒന്നും മിണ്ടുന്നില്ല എന്നുള്ള ഒരു അവസ്ഥയും, അത് രണ്ടും ഡേഞ്ചറസ് ആണ്. അപ്പം ശരിക്കും ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു വ്യൂ ഉണ്ട്, ഇസ്ലാമികമായിട്ടുള്ള ഒരു വ്യൂ, അത് നമുക്ക് കാണിച്ചു കൊടുക്കൽ നമ്മൾ അറ്റ്ലീസ്റ്റ് ഏറ്റവും ചുരുങ്ങിയത് നമ്മളുടെ അടുത്ത ജനറേഷനെങ്കിലും നമ്മൾ ബാധ്യസ്ഥരാണ്. നമ്മൾ എല്ലാത്തിനും ഇസ്ലാമിന്റെ കാരണം കണ്ടുപിടിച്ച് ഞാൻ മിണ്ടാതിരിക്കുന്നത് ഇസ്ലാമാണ് ഇസ്ലാം ഒരിക്കലും ഒരു നമുക്ക് ഒന്നും ചെയ്യാതിരിക്കാനുള്ള ലൈസൻസ് ആയിട്ടുള്ള ഒരു മതമല്ല, നമ്മൾ പാസീവ് ആക്കാനുള്ള ഒരു മതമല്ല ഇസ്ലാമിൽ എല്ലാ കാര്യത്തിലും നമുക്ക് ചെയ്യാനുണ്ട്. ഓക്കെ, ക്ഷമ എന്ന് പറയുന്നത് എപ്പോഴും സബ്റിന്റെ കൂടെ ചേർത്ത് പറയുന്ന വാക്കാണ് ജമീൽ അല്ലെ? സുബ്ഹാനല്ലാഹ്, അത് ജമീൽ അല്ലെങ്കിൽ അത് ക്ഷമയല്ല. അത് ജമീലല്ല നമ്മൾ എങ്ങനെയാ മനസ്സിലാവുന്നത്? നമ്മൾ ക്ഷമ എന്നുള്ള ഓമനപ്പേരിട്ട് വിളിച്ചിട്ട് മിണ്ടാണ്ടിരുന്നിട്ട് ഒരു സമയത്ത് നമ്മൾ പൊട്ടിത്തെറിക്കുകയും നമ്മൾ കരയുകയും നമ്മുടെ ബാധകളെ ബാധിക്കുകയും ചെയ്യുമ്പോൾ അതൊരിക്കലും ജമീലായിട്ടുള്ള സബർ അല്ല. സുബ്ഹാനല്ലാഹ്. അപ്പം നമ്മളായിട്ട് നമ്മളെ അടുത്ത ജനറേഷന് ഇസ്ലാമിനെ വളച്ചൊടിച്ച് കാണിച്ചു കൊടുത്തിട്ട് പിന്നെ അവര് ഇസ്ലാമിനെ വളച്ചൊടിച്ചതെന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ അല്ലെ, നമ്മൾ പലപ്പോഴും വിവാഹത്തിന്റെ കാര്യം എപ്പോഴും എക്സാമ്പിൾ ആയിട്ട് എടുക്കാറുണ്ട്. കുട്ടികൾ കല്യാണം വേണ്ട എന്ന് പറയുമ്പോൾ അവരെ കുറ്റപ്പെടുത്തുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. സുബ്ഹാനല്ലാഹ്. പിന്നെ നമ്മൾ അവസാനം പെർസെപ്ഷൻ എന്ന് പറഞ്ഞൊരു സംഭവം കണ്ടിട്ടുണ്ടായിരുന്നു അല്ലെ? അതായത് നമ്മൾ പേഴ്സണാലിറ്റി ടൈപ്സ് മുമ്പ് പറഞ്ഞു വെച്ചതിന്റെ കണ്ടിന്യൂവേഷൻ ആയിട്ട് ഓരോരുത്തർക്കും അല്ലെ പല പല അഭിപ്രായങ്ങൾ ഉണ്ടാവും. അതേപോലെ ഒരേ കാര്യത്തിന് വ്യത്യസ്ത ആളുകൾ വ്യത്യസ്ത രീതിയിലായിരിക്കും നോക്കിക്കാണുക. നമ്മൾ അതിന് ഉദാഹരണങ്ങളും അല്ലെ കുറച്ച് ഇമേജസ് ഒക്കെ കാണിച്ചിട്ട് ഉദാഹരണങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു ഫ്ലവർ വാസും അല്ലെ രണ്ട് ഫേസ്, അത് കാണുമ്പോൾ ചിലർക്ക് അത് ഫ്ലവർ വാസ് ആയിട്ട് തോന്നും, ചിലർക്ക് അത് രണ്ട് ഫേസ് ആയിട്ട് തോന്നും, ചിലർക്ക് ഇത് രണ്ടും കാണാൻ പറ്റും. അപ്പം ആളുകൾക്ക് ഡിഫറെന്റ് പെർസെപ്ഷൻസ് ഉണ്ടാവും അല്ലെ? ഒരു കാര്യത്തിനെ കുറിച്ച് തന്നെ ഓരോരുത്തർ ഓരോ രീതിയിലായിരിക്കും ഓരോന്നിനെ കാണുന്നത് ആണല്ലോ. പക്ഷേ
എന്താണ് ഡിഫറെന്റ് പെർസെപ്ഷൻസ് ഉണ്ടെന്ന് പറഞ്ഞതിന്റെ അർത്ഥം എല്ലാ പെർസെപ്ഷൻസും റൈറ്റ് ആണെന്നല്ല. ഓരോരുത്തർക്കും അവനവന്റെ പെർസെപ്ഷനാണ് അവനവന്റെ റിയാലിറ്റി അല്ലേ. ഇപ്പൊ ഞാൻ ആ ഇമേജ് കാണുമ്പോൾ ഞാൻ അതിനകത്ത് ഫ്ലവർ വാസ് ആണ് കാണുന്നതെങ്കിൽ എന്റെ റിയാലിറ്റി എന്ന് പറയുന്നത് ആ ഫ്ലവർ വാസ് ആണ്. അത് വേറൊരാൾ അവിടെ രണ്ട് ഫേസ് ആണ് കാണുന്നതെങ്കിൽ അവരുടെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ആ രണ്ട് മുഖങ്ങളാണ് അല്ലെ. സുബ്ഹാനല്ലാഹ്. അപ്പം നമുക്ക് എന്താണോ യാഥാർത്ഥ്യം അതിനനുസരിച്ചാണ്, നമുക്ക് എന്താണോ സത്യം അതിനനുസരിച്ചാണ് നമ്മൾ മുന്നോട്ട് പോവുക. സുബ്ഹാനല്ലാഹ് അല്ലെ. പക്ഷേ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് എല്ലാ പെർസെപ്ഷനും എല്ലാവരുടെ അഭിപ്രായങ്ങളും ശരിയായിക്കൊള്ളണമെന്നില്ല അല്ലെ. നമ്മളത് ഖുർആന്റെ ഉദാഹരണം വെച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്തുകൊണ്ടാണ് ഈ പെർസെപ്ഷൻ ഡിഫറെന്റ് ആണെന്നുള്ളതും മറ്റുള്ളവരുടെ പെർസെപ്ഷൻ മറ്റുള്ളവരുടെ ചിന്താഗതി മനസ്സിലാക്കുക എന്നുള്ളതും ഇവിടെ നമ്മൾ കൊണ്ടുവന്നതെന്ന് വെച്ചാൽ നമുക്ക് മറ്റുള്ളവർക്ക് അവർക്ക് വേറെ ഒരു വ്യൂ ഇതിനകത്ത് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ സംഭാഷണങ്ങൾ നമുക്ക് എളുപ്പമാക്കാൻ പറ്റും അല്ലെ. നമ്മളുടെയൊക്കെ പലപ്പോഴും നമ്മൾ ഇതുപോലെയുള്ള സംഭാഷണങ്ങൾ കൊണ്ടുവരുമ്പം അത് എളുപ്പമാകാൻ പറ്റാത്തത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമുക്ക് നമ്മളുടേതായ ഒരു വ്യൂ ഉണ്ടാവും. ആ വ്യൂ മാത്രമേ വ്യൂ ഉള്ളൂ, അല്ലെങ്കിൽ അത് മാത്രമേ റിയാലിറ്റി ഉള്ളൂ നമ്മൾ അങ്ങോട്ട് വിശ്വസിക്കും. അതുകൊണ്ട് തന്നെ നമ്മളുടെ കൂടുതൽ സമയങ്ങളും കളയുന്നത് എന്തിലായിരിക്കും? ഓപ്പോസിറ്റ് സൈഡ് പറയുന്നത് തെറ്റാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ആയിരിക്കും അല്ലെ. പക്ഷെ അങ്ങനെ അവർക്കൊരു പെർസെപ്ഷൻ ഉണ്ട്, അത് അവരതിനെ അങ്ങനെയാ നോക്കി കാണുന്നത് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ സംഭാഷണങ്ങൾ ഈസി ആക്കിയിട്ട് നമുക്ക് കൊണ്ടുവരാൻ പറ്റും, ഈസി ആക്കി അതിനെ പ്രോഗ്രസ് ചെയ്യിക്കാൻ പറ്റും. പക്ഷെ അങ്ങനെ ആവുമ്പോഴും ഓക്കെ അവരുടെ അഭിപ്രായം അതാണ്, അവരുടെ പെർസെപ്ഷൻ അതാണ്, എന്റെ പെർസെപ്ഷൻ ഇതാണ്, രണ്ടും ശരിയാണെന്നുള്ളത് അല്ല. എപ്പോഴും അതിന് റിയാലിറ്റി എന്ന് പറയുന്നത് ഒന്നേ ഉണ്ടാവുള്ളൂ. എന്താണ് റിയാലിറ്റി? അത് നമ്മൾ 6ഉം 9ഉം എക്സാമ്പിൾ വെച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. ഒരു ഇമേജിൽ ഒരു സൈഡിൽ നിന്ന് ഒരാൾ പറയുന്നത് അത് 9 വേറൊരു സൈഡിൽ നിന്ന് ഒരാൾ പറയുന്നത് അത് 6 അപ്പൊ ഇത് 9ഉം 6ഉം ഒരേ സമയത്ത് ആവാൻ പറ്റുമോ? ഇല്ല. അത് എഴുതിയ ആൾ ആരാണോ അയാൾക്കാണ് ഇത് 9 6 എന്ന് അറിയുന്നല്ലേ. അപ്പൊ അത് മാത്രമാണ് അവിടുത്തെ ശരി. അതേപോലെയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഖുർആൻ അല്ലെ. അള്ളാഹു ഖുർആനിൽ എന്താണോ എഴുതിയത്, എന്താണോ ഉദ്ദേശിച്ചത് അത് മാത്രമാണ് ശരി അല്ലെ. ഇപ്പം വെസ്റ്റേൺ സ്റ്റൈലിൽ എല്ലാവർക്കും അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്, എല്ലാവരും അവനവന്റെ അഭിപ്രായം അനുസരിച്ച് ജീവിക്കട്ടെ എന്ന് പറയുന്നത് ഒരിക്കലും ഇസ്ലാമികമല്ല. ഇസ്ലാമിൽ ഒരേ ഒരു ശരിയേ ഉള്ളൂ, അത് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ശരിയാണ് അല്ലെ, ഖുർആന്റെ ശരിയാണ്. അപ്പം എല്ലാവർക്കും വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നത് നമുക്ക് സംഭാഷണങ്ങളെ എളുപ്പത്തിന് അല്ലെങ്കിൽ ഓക്കെ അല്ലെ തല്ലും പിടി ഉണ്ടാക്കാതെ ഞാൻ മാത്രം ശരി എന്നുള്ള സംസാരത്തിൽ നിന്ന് നമുക്ക് മാറി നിന്നിട്ട് ഓപ്പോസിറ്റ് പാർട്ടിനെ കേൾക്കാനും അവരുടെ ചിന്ത എന്താണെന്ന് മനസ്സിലാക്കാനും നമ്മളെ സഹായിക്കും. അതേസമയം രണ്ടാളും കറക്റ്റ് ആണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് എന്താണ് ഇസ്ലാമികമായിട്ടുള്ള റൈറ്റ് അല്ല. കാരണം ഇസ്ലാമിൽ ഒരു റൈറ്റും അല്ലെ ഒരു ട്രൂത്തും മാത്രമേ ഉള്ളൂ. അതിലേക്ക് നമ്മൾ എത്തുകയും വേണം. സുബ്ഹാനല്ലാഹ്. ഓക്കെ. അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മൾ അങ്ങനെയുള്ള ഒരു സത്യത്തിലേക്ക് ഒരു ശരിയിലേക്ക് എത്താൻ ശ്രമിക്കുമ്പോൾ അവിടെ കോൺഫ്ലിക്റ്റ് ഉണ്ടാവും, പ്രയാസങ്ങൾ ഉണ്ടാവും അല്ലെ. അത് പിന്നെ ഒരു ഡിഫിക്കൽട്ട് കോൺവെർസേഷൻ ആയിട്ട് മാറും. കാരണം നാച്ചുറലി മറ്റേ ആൾക്ക് അത് സ്വീകരിക്കാൻ അത്ര എളുപ്പം ഉണ്ടാവില്ല അല്ലെ. നമ്മൾ പറയുന്നത് ഖുർആന്റെ ശരിയാണെങ്കിൽ പോലും അവർക്ക് അതിനെ സ്വീകരിക്കാൻ എളുപ്പം ഉണ്ടാവില്ല. അപ്പം എങ്ങനെയാണ് അങ്ങനെയുള്ള സംഭാഷണങ്ങളെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്? ഇവിടെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഫോക്കസ് ഓൺ ഇൻട്രസ്റ്റ് നോട്ട് പൊസഷൻ. എന്താന്ന് ഞാൻ പറയാം. എപ്പോഴും നമ്മൾ സംസാരിക്കുമ്പോൾ അല്ലെ സ്വതവേ നമ്മൾ ഓരോരുത്തരും നമ്മളെ വീട്ടിൽ മെയിനായിട്ട് വരുന്ന പല ഡിസ്കഷൻസിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു നോക്കാം. അപ്പം ഒരു ഉദാഹരണത്തിന് ഞാൻ മുമ്പ് എപ്പോഴോ നമ്മുടെ തഫ്സീറിന്റെ ഏതോ ഒരു ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു കല്യാണത്തിനെ കുറിച്ച് ഒരു വീട്ടിലൊരു കല്യാണം നടക്കുന്നുണ്ടെങ്കിൽ അല്ലെ, ആ കല്യാണത്തിന്റെ ജസ്റ്റ് ആലോചന നടക്കുമ്പോൾ മുതലേ ഓരോ കാര്യം വരുമ്പോഴും ആ വീട്ടില് തല്ലായിരിക്കും അല്ലെ. സുബ്ഹാനല്ലാഹ്. ആ ഹാളിൽ നടത്തണം, ഈ ഹാളിൽ നടത്തണം, അത്ര ആളെ വിളിക്കണം, ഇത്ര ആളെ വിളിക്കണം, അങ്ങനെ ഫുഡ് കൊടുക്കണം, ഇങ്ങനെ ഫുഡ് കൊടുക്കണം. ഞാൻ ഒരു കോമൺ എക്സാമ്പിൾ എടുത്തുന്നാണ്. ഓരോ വീട്ടിലും പല പല പ്രശ്നങ്ങളായിരിക്കും. സുബ്ഹാനല്ലാഹ്. പക്ഷെ ഇവിടേക്കും ഇത് തർക്കമായി മാറുന്നത് എന്താന്ന് വെച്ചാല് ഓരോരുത്തരും അവനവന്റെ പൊസിഷനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതായത് ഞാൻ പറയുന്നതാണ് ശരി അല്ലെ, ഞാൻ പറയുന്നതിൽ മാത്രമേ ഹിക്മത്തുള്ളൂ, ഞാൻ പറയുന്നത് മാത്രം ഫോക്കസ് ചെയ്യുന്നു. സുബ്ഹാനല്ലാഹ്. പകരം ഇവിടെ നമ്മൾ എന്തിലായിരിക്കും ഫോക്കസ്? ഇൻട്രസ്റ്റിലായിരിക്കണം ഫോക്കസ് ചെയ്യുന്നത് അല്ലെ. ശരിക്കും നമുക്ക് ഇവിടെ എന്താ വേണ്ടത്? യെസ്, കല്യാണം ആണ് അല്ലെ, അല്ലെങ്കിൽ ഇന്ന ഹാള്, ആ ഹാള് നിങ്ങൾ പറയുന്ന ഹാള് പറയുമ്പോൾ അതിനുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ് അല്ലെ. അതിന് നമ്മൾ ആൾക്കാർക്ക് ഇത്ര വരാൻ എളുപ്പമുണ്ട്, അതല്ലെങ്കിൽ ബസ്സിലും അല്ലെങ്കിൽ അല്ലാതെ വേറെ വഴികളിൽ വരുന്നവർക്കൊക്കെ എത്താൻ എളുപ്പമുണ്ട്, അപ്പം അല്ലെങ്കിൽ അവിടെ കൂടുതൽ സീറ്റിംഗ് കപ്പാസിറ്റി ഉണ്ട്. ഞാൻ പറയുന്ന ഹാളിൽ ഇങ്ങനെ അവിടെ കുറച്ചും കൂടെ കുറച്ച് മോഡേൺ ആണ്, കുറച്ചും കൂടെ സൗകര്യങ്ങളുണ്ട് അല്ലെ, അല്ലെങ്കിൽ അവിടെ നിസ്കാര മുറിയുണ്ട്. എന്നിട്ട് ഇത് രണ്ടും വെച്ച് നോക്കുമ്പോൾ ഏതാണ് നമുക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ്? അതാണ് ഫോക്കസ് ഓൺ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. നമ്മൾ ഇൻട്രസ്റ്റ് നമ്മൾ ശരിക്കും എന്തിനു വേണ്ടിയാണ് അവിടെ ഡിസ്കസ് ചെയ്യുന്നത് എന്നുള്ള കാര്യം
പലപ്പോഴും നമ്മൾ സംസാരങ്ങളിൽ മറന്നുപോകും. പകരം എന്നിട്ട് ആരൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നതെന്നുള്ളതായി മാറില്ലേ. ഞാനും നീയും തമ്മിലുള്ള തല്ലാവും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇത് ഐ വേഴ്സസ് യു അല്ല, നമ്മൾ വേഴ്സസ് ദ പ്രോബ്ലം ആണ്, അല്ലെങ്കിൽ നമ്മൾ വേഴ്സസ് ദ ഇൻട്രസ്റ്റ് ആയിരിക്കണം. പലപ്പോഴും നമ്മൾ അത് മറന്നു. ശരിക്കും എന്താ നമ്മുടെ പ്രശ്നം അല്ലേ? ഓക്കെ, അപ്പൊ നിങ്ങൾ പറഞ്ഞ കാര്യത്തിന് ഇങ്ങനെ ഗുണങ്ങളുണ്ട്, ഞാൻ പറഞ്ഞ കാര്യത്തിന് ഇങ്ങനെ. നമ്മൾ എന്തിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് അല്ലെ? അപ്പം അതിനകത്തൊരു തേർഡ് പേഴ്സൺ ഉണ്ടെങ്കിൽ അവർ പറയണം ഓക്കെ നിങ്ങൾക്ക് അതല്ലേ കൂടുതൽ നോക്കേണ്ടത്. അപ്പം അവിടെ ഈസി ആയിട്ട് ആ പ്രശ്നം അവിടെ സോൾവ് ആയില്ലേ. ചില സമയത്ത് അങ്ങനെ ഒരു ഡിസ്കഷൻ അവിടെ കൊണ്ടുവരേണ്ട ആവശ്യം ഉണ്ടാവില്ല. ചിലപ്പോൾ കല്യാണം പെണ്ണ് പോലും കിട്ടിയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ചെക്കനെ പോലും കിട്ടിയിട്ടുണ്ടാവില്ല, അതല്ലെങ്കിൽ കല്യാണം നടത്തണോ എന്നുള്ളത് പോലും തീരുമാനിച്ചിട്ടുണ്ടാവില്ല. എന്നാലും നമ്മുടെയൊക്കെ വീടുകളിൽ ഇബ്ലീസിന്റെ പ്രസൻസ് ഉള്ളത് കൊണ്ട് ഇങ്ങനത്തെ ഓരോ കുഞ്ഞു കാര്യങ്ങളും വരുമ്പം ഞാനും നീയുമായി മാറിയിട്ട് എന്തിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നതെന്ന് മറന്നു പോയിട്ട് അല്ലെ, ഈ ഫോക്കസ് എന്താണ് ആളുകളുടെ മേലെ ഫോക്കസ് ആവും, ഇൻട്രസ്റ്റ് നമ്മൾ അങ്ങോട്ട് മറന്നു പോകും. പലപ്പോഴും നമ്മൾ പല തർക്കങ്ങളും സംസാരങ്ങളൊക്കെ വരുമ്പോൾ മീഡിയേറ്റേഴ്സിനെ കൊണ്ടുവരാൻ വേണ്ടി സജസ്റ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ പുറത്തു നിന്ന് മൂന്നാമതൊരാളെ കൊണ്ടുവരാൻ പറയുന്നത് എന്തുകൊണ്ടാണ്? ഈ പുറത്തു നിന്ന് വരുന്ന ആള് ഈ രണ്ട് പാർട്ടിയുടെയും കൂടെ ആവില്ല. ഞാൻ ഐഡിയൽ സിറ്റുവേഷൻ ആണ് കേട്ടോ പറയുന്നത്. നമ്മളെ നാട്ടിലൊക്കെ ഇതുപോലത്തെ എന്ത് സംസാരം വരുമ്പോൾ പുറത്തുനിന്ന് വരുന്ന ആൾ ഏതെങ്കിലും ഒരു സൈഡിന്റെ ആളായിരിക്കും, എന്നിട്ട് അവർക്ക് വേണ്ടി സംസാരിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമല്ല പറയുന്നത്. ശരിക്കും ഒരു സംഭാഷണം, ഒരു പ്രശ്നം നടന്നു കഴിഞ്ഞാൽ മീഡിയേറ്റർ എന്ന് പറയുന്ന ഒരു വ്യക്തിനെ പുറത്തുനിന്ന് കൊണ്ടുവരാനുള്ള റീസൺ എന്താണ്? ആ പുറത്തുനിന്നുള്ള വരുന്ന വ്യക്തി ഈ രണ്ട് ആൾക്കാരുടെയും സൈഡിൽ ആവില്ല അല്ലെ. പകരം അവരെന്തിനാ ഇമ്പോർട്ടൻസ് കൊടുക്കുക? ഇവിടുത്തെ മാറ്റർ ഓഫ് ഡിസ്പ്യൂട്ട് അല്ലെങ്കിൽ ഇവിടുത്തെ പ്രശ്നം എന്താണെന്നുള്ളതിനാണ് അവർ ഇമ്പോർട്ടൻസ് കൊടുക്കുക അല്ലെ. ആ കാര്യത്തിനെ കുറിച്ച് അറിവുള്ള, ഇപ്പം ഒരു സാമ്പത്തിക ഇടപാടിന്റെ പേരിലുള്ള ഒരു പ്രശ്നമാണെങ്കിൽ അതിനെ സംസാരിക്കാൻ കൊണ്ടുവരുന്ന പുറത്തുനിന്നുള്ള ആൾ ആ സാമ്പത്തിക ഇടപാടുകളെ കുറിച്ചും അതിന്റെ എഴുത്തിനെ കുറിച്ചും കൊടുക്കൽ വാങ്ങലുകളെ കുറിച്ചും നല്ല ബോധമുള്ള അറിവുള്ള ഒരു വ്യക്തിയായിരിക്കും. അപ്പൊ ആ വ്യക്തി എന്താ ചെയ്യുക? നിങ്ങൾ പറഞ്ഞതല്ലേ, എന്നാ പിന്നെ നിങ്ങൾ വലിയ ആളല്ലേ, നിങ്ങൾ പറഞ്ഞാൽ ശരി എന്നാണ് പറയാ. അല്ല, ഇതിന്റെ നിയമം എങ്ങനെയാണ്? അപ്പം എന്താവും? ഈ രണ്ട് വ്യക്തികളും ബാധ്യസ്ഥരാവും ഈ മൂന്നാമത് ആള് അല്ലെങ്കിൽ പുറത്തുനിന്ന് വന്ന മീഡിയേറ്റർ പറയുന്നതിലേക്ക് എത്തുക എന്നുള്ളത് അല്ലെ. സുബ്ഹാനല്ലാഹ്. പൊതുവേ അതാണ് ശരിക്കും ഒരു മീഡിയേഷൻ എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ അങ്ങേയറ്റം വക്രമായി പോയിട്ടുള്ള ഒരു സമൂഹത്തിലാണ് ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. സത്യങ്ങൾക്കും നിയമങ്ങൾക്കും ഖുർആനും ഹദീസിനും ഒന്നും യാതൊരു വിലയില്ലാതെ എനിക്കും നിനക്കും പൊസിഷനും അധികാരത്തിനും സമ്പത്തിനും വില കൽപ്പിച്ചതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ഒരു കാര്യങ്ങളും ശരിയായി നടക്കാറില്ല എന്നുള്ളത് വേറൊരു വശം. ഓക്കെ, പക്ഷെ ശരി എന്താണ്? മൂന്നാമതൊരു പാർട്ടി അല്ലെങ്കിൽ മീഡിയേറ്റർ എന്ന് പറയുമ്പോൾ അവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതിനാണ് ആ ഒരു പ്രശ്നത്തിന്റെ നിയമങ്ങൾ എന്തൊക്കെയാണ് അല്ലെ. ഈവൻ ഒരു കോടതിയിൽ പോയി കഴിഞ്ഞാൽ, വീണ്ടും കോടതി എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ഇപ്പൊ നാട്ടിൽ നടക്കുന്ന സംഭവങ്ങളൊക്കെ കംപ്ലീറ്റ് മാറ്റി വെച്ചിട്ട് ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത്. ഒരു കോടതിയിൽ പോയി കഴിഞ്ഞാൽ അവിടെ എന്താ നടക്കുന്നത്? രണ്ട് പാർട്ടിയും പറയുന്നത് എന്താണെന്ന് കേട്ടിട്ട് ഏതെങ്കിലും ഒരു പാർട്ടി വലിയ ആളാണ്, അവർക്ക് വേണ്ടി വാദിക്കുക, അല്ലെങ്കിൽ ആ പാർട്ടി സ്ട്രോങ് ആയിട്ട് സംസാരിക്കേണ്ട, നല്ല സംസാരിക്കാനുള്ള കഴിവുണ്ട്, അവർക്ക് വേണ്ടി വിധിക്കുകയാണോ ചെയ്യേണ്ടത്? അല്ലല്ലേ. നിയമം ഇങ്ങനെയാണ്, നിയമ പുസ്തകത്തില് ഇന്ന പീനൽ കോഡ് പ്രകാരം ഇങ്ങനെയാണ്, അതുകൊണ്ട് ഇതാണ് അല്ലെ. ഒരു ഇസ്ലാമിക് ജഡ്ജ് ആണെങ്കിലും എന്തിലേക്കാ മടങ്ങുക? സുബ്ഹാനല്ലാഹ്, ഖുർആനിലും സുന്നത്തിലും ഇങ്ങനെയാണ്, അല്ലെങ്കിൽ പണ്ഡിതന്മാരുടെ ഫത്വ ഇങ്ങനെയാണ്, അപ്പം അതിലേക്ക് മടങ്ങുക എന്നുള്ളതാണ് അല്ലെ. സുബ്ഹാനല്ലാഹ്. അപ്പം അങ്ങനെ ഒരു സംഭവം വരുമ്പോൾ ഇപ്പം അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ തന്നെ കൽപ്പന എന്താണ് അല്ലെ? നിങ്ങളുടെ ഇടയിൽ എപ്പോൾ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും അല്ലെ, സത്യവിശ്വാസിനിയായ സ്ത്രീയോ അല്ലെങ്കിൽ സത്യവിശ്വാസിയായ പുരുഷനോ സത്യവിശ്വാസിനിയായ സ്ത്രീക്കോ ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞെങ്കിൽ എങ്ങോട്ട് മടങ്ങാനാ പറയുന്നത്? അള്ളാഹുലേക്കും അവന്റെ ദൂതനിലേക്കും അല്ലെ. അതിലേക്ക് മടങ്ങാൻ ഈ രണ്ട് പാർട്ടിക്കും ആരെയും പേടിക്കേണ്ട കാര്യവുമില്ല. ഇനി അഥവാ പേടിക്കുന്നുണ്ടെങ്കിൽ അത് ഏറ്റവും വലിയൊരു തിന്മയാണ് അവിടെ അല്ലെ. അള്ളാഹിന്റെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനയിലേക്ക് മടങ്ങാൻ ആരെങ്കിലും പേടിക്കുന്നുണ്ടെങ്കിൽ അത് ഏറ്റവും വലിയ തിന്മയാണ്, ശിർക്കുമാണ്. സുബ്ഹാനല്ലാഹ്. ഓക്കെ, അപ്പം നമ്മള് പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ ഫോക്കസ് ഓൺ ഇൻട്രസ്റ്റ്. എപ്പോഴും സംസാരങ്ങൾ വരുമ്പം ഞാനും നീയും അല്ല, പകരം അവിടുത്തെ സംസാരം എന്താണ്, കൺസേൺ എന്താണെന്നുള്ളതായിരിക്കണം സംസാരിക്കേണ്ടത്. സുബ്ഹാനല്ലാഹ്. പക്ഷെ ഏറ്റവും അറിവുള്ള ആളുകളാണെങ്കിൽ പോലും അല്ലെ, നമ്മളെ വീടുകൾക്കകത്ത് പൊതുവെ നമ്മളെ വീടുകളിലൊക്കെ ഒരു സംസാരം വരുമ്പോൾ ഏറ്റവും അറിവുള്ള ആളെന്ന് പറയുമ്പോൾ സുബ്ഹാനല്ലാഹ് ആരാണോ കൂടുതൽ ഖുർആനോടും അല്ലെ കൂടുതൽ ഹദീസിലെടുത്തും അല്ലെങ്കിൽ ഖുർആനെ കുറിച്ച് അള്ളാഹുവിന്റെ അടുത്ത് കൂടുതൽ അടുത്ത ആളുകൾ ആരാണ്, അവരായിരിക്കും അല്ലെ. നാച്ചുറലി അവരായിരിക്കണം കൂടുതൽ അറിവുള്ള ആളുകൾ. പക്ഷെ അങ്ങനെയുള്ള ആൾക്കാർ നമ്മളൊക്കെ ഒരു പക്ഷെ നമ്മുടെയൊക്കെ വീടുകളിൽ അങ്ങനത്തെ ഒരു പോയിന്റ് ആയിരിക്കും അല്ലെ. നമ്മളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരായതുകൊണ്ട് അല്ലെങ്കിൽ ഖുർആനെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരായതുകൊണ്ട്. എന്നാൽ നമ്മളുടെ സംസാരങ്ങൾ പലപ്പോഴും അല്ലെ ആ അറിവിലേക്ക് ഖുർആനിലേക്ക് മടങ്ങുന്നതാണോ? പകരം ഞാൻ എന്റെ ദീൻ നിങ്ങൾക്കില്ല, അതുകൊണ്ട് ഞാൻ പറയുന്നത് മാത്രമാണ് ശരി അല്ലെ. ആ ഒരു മൈൻഡ് സെറ്റ് വെച്ചിട്ട് തന്നെയാണ് പലപ്പോഴും നമ്മൾ സംസാരിക്കാറ് പോലും.
അത് സംസാരത്തിൽ വാക്കുകളിലൂടെ വരുന്നുണ്ടോന്ന് അറിയില്ല. പക്ഷെ നമ്മളുടെ ശരികൾ എപ്പോഴും എന്താണ്, എപ്പോഴും ശരി ആരാണ്? ഞാനായിരിക്കും അല്ലെ. നമ്മൾ ഓരോരുത്തരും സംസാരിക്കുമ്പോഴും ശരി ഞാൻ മാത്രമായിരിക്കും. സുബ്ഹാനല്ലാഹ്. ഇബ്ലീസിന്റെ സ്ട്രോങ് പ്രസൻസ് ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുക. കാരണം ഇബ്ലീസാണ് എപ്പോഴും അന ഖൈറും മിൻഹു അല്ലെ, ഞാനാണ് മറ്റേതൊരുത്തനെക്കാളും ബെസ്റ്റ്, അന ഖൈറും മിൻഹു പൊസിഷൻ. അപ്പം ഈ പൊസിഷന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് നമ്മൾ കംപ്ലീറ്റ് എടുത്ത് മാറ്റിയിട്ട് ആ ഇൻട്രസ്റ്റ് എന്താണോ, ആ നമ്മൾ കൺസേൺ എന്താണോ, പ്രശ്നം എന്താണോ അതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് അത് സോൾവ് ചെയ്യാൻ വേണ്ടി സംസാരിക്കുന്ന ആളുകൾ ആയിരിക്കണം. സുബ്ഹാനല്ലാഹ്. ഇനിയിപ്പം ഇന്ന് ഇതിന് മുന്നോട്ട് പോകുമ്പോൾ പറയുന്ന ഓരോ കാര്യങ്ങളും ഒരു പക്ഷേ നമ്മളൊക്കെ വീടുകളിൽ കംപ്ലീറ്റ് ഒരു ഉടച്ചു വാർക്കൽ ആവശ്യമുള്ള കാര്യങ്ങളായിരിക്കും. ചിലപ്പോൾ നമുക്കിത് കേൾക്കുമ്പോൾ സുബ്ഹാനല്ലാഹ് ഇതൊക്കെ വീടുകളിൽ നടക്കും, ഇതൊക്കെ വല്ല ഓഫീസിലോ അല്ലേ നടക്കുള്ളൂ എന്നൊക്കെ നമുക്ക് തോന്നിപ്പോയേക്കാം. സുബ്ഹാനല്ലാഹ് അത്രയും നമ്മൾ മാറ്റങ്ങൾ കൊണ്ടുവന്നാൽ തന്നെ സുബ്ഹാനല്ലാഹ് ഇത് നമുക്ക് ഇസ്ലാമികമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റുള്ളൂ. ഈ കാര്യങ്ങളൊക്കെ ഇസ്ലാമികമായ അവസ്ഥയിലേക്ക് ഏറ്റവും അതിന്റെ അടുത്തേക്കെങ്കിലും എത്തിക്കാൻ പറ്റാത്തിടത്തോളം കാലം നമ്മൾ വീട്ടിലുള്ളവർക്ക് ഹിദായത്തില്ല, അവര് നിസ്കരിക്കുന്നില്ല, അവരങ്ങനെ ഇല്ല, അവര് കടക്കുന്നില്ല, അവര് ഖുർആനിലേക്ക് അടുക്കുന്നില്ല എന്ന് പറയുന്നതിൽ ഒരു കഴമ്പുമില്ല. കാരണം നമ്മൾ അവർക്ക് ദീൻ എന്താണെന്നും ഇസ്ലാം എന്താണെന്നും കാണിച്ചു കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, നമ്മൾ ദീനിനെയും ഇസ്ലാമിനെയും അട്രാക്റ്റീവ് ആയിട്ട് ഭംഗിയാക്കിയിട്ട് ദീനനുസരിച്ചുള്ള സംസാരം ഭംഗിയായിട്ട് കാണിച്ചു കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അവരതിലേക്ക് എത്തുമെന്ന് നമ്മൾ വ്യാമോഹിക്കുന്നത് വെറുതെയാണ്. സുബ്ഹാനല്ലാഹ്. നമ്മളുടെ ദീൻ എന്ന് പറയുന്നത് അല്ലെ, വീട്ടിനകത്ത് ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങളൊക്കെ ജസ്റ്റ് ഇങ്ങനെ എന്താണ്, ഭക്ഷണം ഉണ്ടാക്കലും തുടക്കലും പാത്രം കഴുകലും ഒക്കെ ചെയ്ത് അവരോട് 4 പ്രാവശ്യം നിസ്കരിക്കാനും പറഞ്ഞ് നോമ്പെടുക്കാനും പറഞ്ഞിട്ട് നമ്മളെ നല്ല സംസാരങ്ങൾ മുഴുവനും പുറത്തുള്ളവർക്ക് അല്ലെ, നമ്മുടെ സന്തോഷങ്ങൾ മുഴുവനും ഒരു പക്ഷേ നമ്മളെ പോലെയുള്ള ആളുകളാകുമ്പോൾ ദീനിന്റെ മാർഗത്തിലുള്ള സുഹൃത്തുക്കളും അവിടെ മാത്രമായി മാറുന്നുണ്ടെന്നുണ്ടെങ്കിൽ, നമ്മൾ ഈ വീട്ടിനകത്ത് ഞാൻ എത്ര ദാവ ചെയ്തിട്ടും ഞാൻ എത്ര പറഞ്ഞിട്ടും ആളുകൾ മാറുന്നില്ല എന്ന് പറയുന്നത് ശരിക്കും നമ്മൾ കണ്ണടച്ച് പാല് കുടിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ബോധപൂർവമായിട്ടുള്ള എഫേർട്ടുകൾ വീട്ടിനകത്ത് നമ്മൾ കാണണം. ഇന്ന് ഞാൻ പുറത്തു നിന്ന് കണ്ടെത്തുന്ന എന്ത് സന്തോഷം, അത് ഈവൻ നമ്മൾ ഒരു ഇസ്ലാമിക് സർക്കിളിന്റെ അകത്ത് സ്പെൻഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന സന്തോഷമാണെങ്കിൽ പോലും അതെനിക്ക് നാളെ എൻ്റെ വീട്ടിനകത്ത് കിട്ടണം. ആ സംഭവം അല്ലെ, നമ്മൾ ഓരോ കാര്യത്തിലും നമ്മൾ സ്വപ്നങ്ങൾ കണ്ടിട്ടാണ് അവിടേക്ക് എത്തുന്നത് അല്ലെ. ഖുർആനെ എന്താണ് മുത്തും പവിഴം പെറുക്കാൻ നമ്മൾ സ്വപ്നം കാണുന്നത് കൊണ്ടാണ് നമുക്ക് ശ്രമിക്കാൻ പറ്റുന്നത്. പിന്നെ അതിന്റെ ഓരോ സ്റ്റെപ്പിലും നമുക്ക് ചെറിയ ചെറിയ റിസൾട്ടുകൾ കിട്ടുന്നത് കൊണ്ടാണ് നമുക്ക് അതിനോട് വീണ്ടും വീണ്ടും ഇൻട്രസ്റ്റ് വരുന്നത്, നമ്മൾ മുന്നോട്ട് പോകുന്നു അല്ലെ. നമസ്കാരത്ത് ഖുർആൻ ആവണം നമ്മൾ ആഗ്രഹിക്കുന്ന ആ സ്വപ്നം കാണുന്നത് കൊണ്ടാണ് നമുക്ക് അതിലേക്ക് സ്റ്റെപ്പ് എടുക്കാൻ പറ്റുന്നത്. അതുപോലെയുള്ള നമ്മളുടെ ഒരു സ്റ്റെപ്പ് ആയിരിക്കണം, ഞാൻ ഏറ്റവും കൂടുതൽ ഹാപ്പി ആയിരിക്കുക എൻ്റെ വീട്ടിലായിരിക്കുമ്പോഴായിരിക്കണം. അതെപ്പോഴും അങ്ങനെ ആവാൻ പറ്റുക, എൻ്റെ വീട്ടിനകത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ഒരു സിറ്റുവേഷൻ ഉണ്ടാവുമ്പോഴാണ് ഞാൻ ഹാപ്പി ആയിരിക്കില്ല. എപ്പോഴും അള്ളാഹ്ക്ക് അനുസരിച്ച്, അള്ളാഹിന്റെ ദീനിനനുസരിച്ചുള്ള സ്ഥലങ്ങളെ ഏറ്റവും സന്തോഷവും സമാധാനവും തരുള്ളൂ. അപ്പം അതിന് ആര് പ്രവർത്തിക്കണം? ഞാൻ പ്രവർത്തിക്കണം. കാരണം എന്നിലേക്ക് അള്ളാഹു എത്തിച്ചിട്ടുണ്ട് അല്ലെ. ഞാൻ പ്രവർത്തിച്ചാൽ തന്നെ അതാവുള്ളൂ. എത്ര കാലം പ്രവർത്തിക്കണം? എത്ര കാലം വേണമെങ്കിലും പ്രവർത്തിക്കേണ്ടി വരും. അതിനൊരു കണക്കൊന്നും ഉണ്ടായിക്കോണമെന്നില്ല. അത് നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹിന്റെ ഹിക്മത്തിനനുസരിച്ച് നമ്മളുടെ ടെസ്റ്റുകൾ അല്ലെങ്കിൽ ഈവൻ നമ്മൾ പ്രിപ്പറേഷൻ, ചിലപ്പോൾ നമ്മളെ വീടുകളിനകത്തുള്ള ആളുകൾ കൂടുതൽ ടഫ് ആവുമ്പോഴായിരിക്കും നമ്മളെ അള്ളാഹു സുബ്ഹാനഹു വ തആല കൂടുതൽ ബെറ്റർ ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ എത്ര നന്നായി ദീൻ കാണിച്ചു കൊടുത്തിട്ടും അവർ അതിലേക്ക് അടുക്കുന്നില്ല എന്ന് കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇനി അടുത്തെന്താ സൊല്യൂഷൻ എന്ന് നമ്മൾ റബ്ബിന്റെ അടുത്ത് തേടിക്കൊണ്ടിരിക്കും. അതിനുവേണ്ടി നമ്മൾ അന്വേഷിക്കും അല്ലെ. അപ്പൊ നമ്മൾ കൂടുതൽ അള്ളാഹുലേക്ക് ജന്നത്തിലേക്ക് പ്രിപ്പയർ ആയിക്കൊണ്ടിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മളൊക്കെ ആ ഒരു സംഭവം സ്വപ്നം കണ്ടിട്ട് പ്രവർത്തിച്ച് തുടങ്ങിയേ മതിയാവൂ. അതുകൊണ്ട് ഞാൻ ഇത് ഇത്രയും പറയാൻ കാരണം എന്ന് വെച്ചാൽ, നമ്മൾ ഇതിങ്ങനെ പറഞ്ഞു പോകുമ്പോൾ ഇതൊക്കെ നടക്കുവോ എന്നുള്ള ഒരു തോന്നല് വരും, സ്വാഭാവികമാണ്. ഇങ്ങനെയൊക്കെ ഇപ്പൊ വീട്ടുകളിൽ കൊണ്ടുവരാൻ പറ്റുമോ എന്ന് തോന്നും. സുബ്ഹാനല്ലാഹ്. അത് ഞാൻ പറയാണ്, ഏറ്റവും ആദ്യം ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു ഭംഗി നിങ്ങളുടെ വീടിനകത്ത് ആ സമാധാനവും സന്തോഷവും അല്ലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കും സഹാബാക്കൾക്കും ഒക്കെ ഉണ്ടായിരുന്നത് പോലെ, അവരേറ്റവും ബെസ്റ്റ് ആയത് എപ്പോഴാണ്? അവർ വീടുകളിൽ ഏറ്റവും ഉത്തമരായതുകൊണ്ടാണ് അല്ലെ. കുടുംബത്തിൽ ഏറ്റവും ഉത്തമരായപ്പം ഏറ്റവും ബെസ്റ്റ് ആയ ആൾക്കാരാണ് അവർ. സുബ്ഹാനല്ലാഹ്. അവരെങ്ങനെ കുടുംബത്തിൽ ഏറ്റവും ബെസ്റ്റ് ആയത്? അവർ ഖുർആൻ അനുസരിച്ച് ജീവിച്ചത് കൊണ്ടാണ് അല്ലെ. ഖുർആൻ അനുസരിച്ച് ജീവിക്കൽ ഇപ്പൊ പുറത്ത് മാത്രം മതിയോ? പോരാ, വീട്ടിനകത്ത് കൂടെ വേണം. അപ്പൊ വീട്ടിനകത്ത് എല്ലാവരും അങ്ങനെ ആവുമ്പോൾ അത് വല്ലാത്തൊരു
ഭംഗിയാണ് അല്ലെ. അപ്പം അത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അള്ളാന്റെ അടുത്ത് ദുആ ചെയ്തിട്ട് ഏത് സ്റ്റെപ്പ് നമുക്ക് എടുക്കാൻ പറ്റും. ഓക്കെ, നമ്മൾ ഇന്ന് വരെ ചെയ്തിട്ടില്ലാത്ത എന്ത് കാര്യവും നമുക്ക് ചെയ്യാൻ പറ്റും. എഗൈൻ എല്ലാ കാര്യം പറയുന്ന പോലെ പെട്ടെന്ന് നാളെ നടക്കുന്ന കാര്യമൊന്നുമല്ല. അതിന് നല്ല ശ്രമം വേണം, നല്ല ക്ഷമ വേണം. സുബ്ഹാനല്ലാഹ്. ആൻഡ് അത് കുറേ സമയം എടുക്കും. പക്ഷേ നമുക്ക് ആ ശ്രമവും ആ ക്ഷമയും ആ സമയവും ഒന്നും നമുക്ക് നഷ്ടാവില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മാർഗത്തിൽ ക്ഷമിക്കുന്നവർക്കും ശ്രമിക്കുന്നവർക്കും കണക്കില്ലാത്ത പ്രതിഫലം എന്തായാലും ഉണ്ടല്ലേ. അത് ക്ഷമയ്ക്ക് കണക്കില്ലാത്ത പ്രതിഫലമാണ്. ശ്രമത്തിനാണ് പ്രതിഫലം, റിസൾട്ട് റബ്ബ് തരുന്നതാണ്. സുബ്ഹാനല്ലാഹ്. അപ്പം നമ്മൾ ഇപ്പോഴത്തെ കാര്യം എന്ന് പറയുന്നത് ഫോക്കസ് ഓൺ ഇൻട്രസ്റ്റ്, നോട്ട് ഓൺ പൊസിഷൻ. ഞാൻ അല്ല, നീ അല്ല ഇവിടുത്തെ കാര്യം, നമ്മളും ആ പ്രശ്നമാണ്. അപ്പൊ പ്രശ്നം എന്താണ് അല്ലെ. സുബ്ഹാനല്ലാഹ്. കാരണം നമ്മളെപ്പോഴും ഇതുപോലെയുള്ള സംസാരങ്ങൾ കൊണ്ടുവരുന്നത് നമ്മളുടെ സ്വന്തം, നമ്മളെ വീട്ടിനകത്തുള്ള നമ്മളെ വളരെ വേണ്ടപ്പെട്ട ആളുകളുടെ ഇടയിലാണ്. സുബ്ഹാനല്ലാഹ് അല്ലെ. ഇപ്പം വളരെ സിമ്പിൾ ആയിട്ട് ഇപ്പോൾ ഒരു കുട്ടീന്റെ എഡ്യൂക്കേഷനെ കുറിച്ച് സംസാരിക്കാന്ന് വെച്ചാൽ, അപ്പൊ ഉമ്മ പറയുന്നു ഹോം സ്കൂളിംഗ് ചെയ്താൽ മതി, വീട്ടിലിരുത്തിയിട്ട് പഠിപ്പിച്ചാൽ മതി. ഉപ്പ പറയുന്നു ഇല്ല പറ്റൂല, അവനെ എന്താണ് പുറത്തയച്ചിട്ട് പബ്ലിക് സ്കൂളിംഗ് സിസ്റ്റത്തിൽ പോയിട്ട് പഠിക്കണം, സുബ്ഹാനല്ലാഹ്, പഠിപ്പിക്കണം. അപ്പം ഇതൊരു പ്രശ്നമായില്ലേ. അപ്പം സ്വാഭാവികമായിട്ടും നമ്മൾ സംസാരിക്കുമ്പോൾ ഭാര്യ പറയും അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ തന്നെയാണ്, നിങ്ങൾക്ക് ദീനിനെ കുറിച്ചൊരു ചിന്തയില്ല, പുറത്തുള്ള ദീൻ എന്താണ്, കുട്ടികൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് അതാണ്. അപ്പൊ ഭർത്താവ് പറയും നീ അല്ലെങ്കിൽ ഇങ്ങനെയാണ്. അങ്ങനെയല്ല വേണ്ടത് അല്ലേ. പകരം എന്താണ്, ശരിയാണ്, നമുക്ക് നീ പറഞ്ഞ കാര്യം ചെയ്യുകയാണെങ്കിൽ അതിന് ഇന്ന ഗുണങ്ങളൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞ കാര്യം ചെയ്യണേ അതിന് ഇന്ന ഗുണങ്ങളും ഉണ്ട്, ഇന്ന ദോഷങ്ങളും ഉണ്ട്. അപ്പൊ നമുക്ക് ഏതാ കൂടുതൽ ഇമ്പോർട്ടന്റ്, അല്ലെങ്കിൽ നമുക്ക് കുറച്ച് നാൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് വർക്ക് ആവുന്നില്ലെങ്കിൽ മറ്റേതിലേക്ക് വന്നാലോ. പ്രശ്നം അവിടെ സോൾവ് ആയി. ശരിക്കും ഒരൊറ്റ ചേഞ്ച് അവിടെ ആവശ്യമുള്ളൂ. എന്ത് പ്രശ്നവും സംസാരവും തീർക്കാൻ വേണ്ടിയിട്ട് ഒരൊറ്റ ചേഞ്ച് അവിടെ ആവശ്യമുള്ളൂ. അവിടുന്ന് ഞാനും നീയും ഒഴിവാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചേൽപ്പിക്കലും താറടിക്കലും കുറ്റം പറയലും നീ അങ്ങനെയാണ് മറ്റവരിങ്ങനെയാണ് എന്ന് പറയലും ഞാൻ ശരിയാണെന്ന് പറയലും ഒഴിവാക്കി നമ്മുടെ പ്രശ്നം ഇതല്ലേ, നമുക്ക് ഇതിനെക്കുറിച്ച് സംസാരിക്കാം എന്ന് നമ്മൾ ആ മൈൻഡ് സെറ്റിനെ ഇങ്ങോട്ട് കൊണ്ടുവരേണ്ട ഒരു പ്രശ്നമേ അവിടെയുള്ളൂ. സുബ്ഹാനല്ലാഹ്. അപ്പം എങ്ങനെയാണ് നമ്മൾ ഈ ഒരു ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു സംഭവം അല്ലെ. അപ്പം ഈ ഈ അഗൈൻ ഇത് പറയുമ്പം ഈ പറഞ്ഞ പോലെ എളുപ്പമൊന്നുമല്ല ഇങ്ങനെയുള്ള സംഭവങ്ങൾ നമ്മൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പം ഒരു കുടുംബത്തിനകത്തുള്ള ഒരു സെറ്റിങ്സിലൊക്കെ നമുക്ക് ഈ പ്രശ്നത്തിനെ കുറിച്ച് സംസാരിക്കാം എന്ന് പറയുമ്പോൾ തന്നെ നീ വലിയ സംസാരിക്കുന്ന ആള്, നീ ഇത്രയും കാലം സംസാരിച്ചിട്ട് എന്തായി എന്നൊക്കെയുള്ള സംസാരങ്ങൾ വരും അല്ലെ. സുബ്ഹാനല്ലാഹ്. അപ്പം അതുപോലെ പറഞ്ഞ അത്ര എളുപ്പമൊന്നുമല്ല അങ്ങനെയുള്ള സംസാരം കൊണ്ടുവരാൻ വേണ്ടി. അപ്പം അതിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ വേറൊരു കാര്യം കൂടെ നമുക്ക് മനസ്സിലാക്കാനുണ്ട്. അതായത് ഹ്യൂമൻ നീഡ്സ് എന്ന് പറയുന്ന സംഭവം. സുബ്ഹാനല്ലാഹ്. നമ്മള് പേഴ്സണാലിറ്റി ടൈപ്സിനെ കുറിച്ച് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. ഓരോരുത്തരും ഇന്ന ടൈപ്പാണ്, അല്ലെങ്കിൽ ഓരോ കാര്യങ്ങളും അല്ലെ. ഇപ്പം പലതും ഇൻട്രോവേർട്ട് എക്സ്ട്രോവേർട്ട് നമ്മൾ പറഞ്ഞു, സെൻസിങ് ഇൻറ്റ്യൂട്ടീവ് നമ്മൾ പറഞ്ഞു. അപ്പം ആ ഓരോന്നിന്റെയും ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞു. അതൊക്കെ നമ്മളുടെ പുറത്തേക്കുള്ള എക്സ്പ്രഷൻസ് ആണ് ഈ പേഴ്സണാലിറ്റി ടൈപ്സ് എന്നൊക്കെ പറയുന്നത്. അത് പുറത്തുള്ള ഒരാൾ നമ്മളെ കാണുന്നതാണ് അല്ലെ. പേഴ്സണൽ ഇൻട്രോവേർട്ട് എക്സ്ട്രോവേർട്ട് എല്ലാ കാര്യങ്ങളും പുറത്തുള്ളവർക്ക് ഓക്കെ ഇന്ന ആൾ ഇൻട്രോവേർട്ട് ആണെന്ന് കുറച്ച് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ ഇതിൻ്റെയൊക്കെ ഉള്ളിലൊരു റീസൺ ഉണ്ടാവും അല്ലെ. ഒരാള് ഇന്നതാവാൻ വേണ്ടി, ഇന്ന പേഴ്സണാലിറ്റി ആവാൻ വേണ്ടിയിട്ട് ഒരു റീസൺ ഉണ്ടാവും. അത് എന്ന് പറയുന്നത് മനുഷ്യന്മാരുടെ നീഡ്സ് ആണ്, ആവശ്യങ്ങൾ. നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളില് കുറെ കാര്യങ്ങൾ, കുറെ ആവശ്യങ്ങൾ ഉണ്ടാവും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ സൃഷ്ടിച്ച നേച്ചറിന്റെ ഭാഗമായിട്ട് കുറെ ആവശ്യങ്ങളുണ്ട്. സുബ്ഹാനല്ലാഹ്. നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ കാണിക്കുന്ന ഓരോ ഇമോഷൻസ് അല്ലെ, നമ്മുടെ സ്നേഹം, നമ്മുടെ സങ്കടം, നമ്മുടെ പരാതികൾ, അല്ലെങ്കിൽ നമ്മുടെ വാക്കുകൾ, നമ്മുടെ പ്രവൃത്തികൾ, അല്ലെങ്കിൽ നമ്മുടെ ലൈഫിന്റെ ആ ഒരു ക്വാളിറ്റി, ഇതൊക്കെ എന്തിൽ നിന്ന് വരുന്നതാണ്? നമ്മളുടെ ഉള്ളിലുള്ള ആവശ്യങ്ങളിൽ നിന്ന് വരുന്നതാണ്. സുബ്ഹാനല്ലാഹ്. ഓരോ മനുഷ്യന്മാർക്കും സുബ്ഹാനല്ലാഹ് ഒരുപാട് ആവശ്യങ്ങൾ ഉണ്ട്. അപ്പം ഈ ഹ്യൂമൻ നീഡ്സിലേക്ക് പോകുമ്പോൾ ഇത് ഈ പറഞ്ഞ പോലെ ശാസ്ത്രജ്ഞന്മാർ അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റുകൾ പല രീതിയിൽ പറഞ്ഞു വെച്ചതും ഒക്കെ ഉണ്ട് മനുഷ്യന്മാരുടെ ആവശ്യം എന്താണ്. അപ്പം ഇവിടെ നമ്മൾ സാമ്പിളിന് വേണ്ടിയിട്ട് ടോണി റോബിൻസ് എന്ന് പറയുന്ന ഒരു അമേരിക്കൻ ലൈഫ് കോച്ചും ഓതറൊക്കെ ആയിട്ടുള്ള ഒരാൾ പറഞ്ഞ പ്രകാരമുള്ള 6 നീഡ്സ് ആണ് എടുക്കുന്നത്. ഇത് പറയുമ്പോൾ ഞാൻ മുമ്പേ പേഴ്സണാലിറ്റി ട്രേറ്റ്സ് പറഞ്ഞതുപോലെ തന്നെ പറയാണ്, ഇയാളൊരു പെർഫെക്റ്റ് ആയിട്ട് ഈ കാര്യങ്ങൾ പറഞ്ഞ ഒരു വ്യക്തി അങ്ങനെയൊന്നുമില്ല. ഒരുപാട് തെറ്റുകൾ ഇയാളും പറയുന്നുണ്ട്. ഒരുപാട് ആൾ പഠിപ്പിക്കുന്നതിലൊക്കെ ഒരുപാട് നമുക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടാവും, എല്ലാ മനുഷ്യന്മാരെയും പോലെ. പക്ഷെ ഇവിടെ നമ്മൾ ഇത് കൊണ്ടുവരുന്നത് എന്തിനാന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ നമുക്ക് നമ്മളെയും അതേപോലെ മറ്റുള്ളവരെയും മനസ്സിലാക്കാൻ വേണ്ടി ജസ്റ്റ് ഒരു പോയിന്റർ,
ഓക്കെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഓരോ സൃഷ്ടികളെയും വളരെ വ്യത്യസ്തമായിട്ട് വെറൈറ്റി ആയിട്ടാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. ആ ഒരു വെറൈറ്റിന്റെ ഒരു ചെറിയ ഒരു ടേസ്റ്റ് നമുക്ക് അറിയാൻ വേണ്ടി മാത്രമാണ് നമ്മളിവിടെ ഈ ഹ്യൂമൻ നീഡ്സ് ഡിസ്കസ് ചെയ്യുന്നത്. ഞാൻ ആദ്യമേ പറഞ്ഞു വെക്കാണ്. അഗൈൻ ഇതൊരു സൈക്കോളജി ക്ലാസ് ആയിട്ടൊന്നും ആരും കാണണ്ട. നമുക്ക് മറ്റുള്ളവരെ അല്ലെങ്കിൽ നമ്മളെ തന്നെ മനസ്സിലാക്കേണ്ടത്, ഓ ഇന്നത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആയത്, അല്ലെങ്കിൽ ഇന്നത് കൊണ്ടാണ് എൻ്റെ ഇമോഷൻസ് ഇങ്ങനെ, അല്ലെങ്കിൽ ഇന്നത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ പ്രവർത്തിക്കുന്നത്, ഇങ്ങനെ പറയുന്നത്, അല്ലെങ്കിൽ അവരിങ്ങനെ പ്രവർത്തിക്കുന്നത്, അവരിങ്ങനെ പറയുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ. ഇതേപോലെ നമ്മളെ വീടുകളിലൊക്കെ നമ്മളെ മക്കളുടെയൊക്കെ അവരുടെ ചില പെരുമാറ്റങ്ങൾ, അവരുടെ ചില ചെയ്തികൾ, അവരുടെ ചില കാര്യങ്ങൾ നമുക്ക് തീരെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ചില കാര്യങ്ങൾ പോലും ഉണ്ടാവും. സുബ്ഹാനല്ലാഹ്. അവരെന്താ ഇങ്ങനെ നമുക്ക് തോന്നുന്നത് പോലും സുബ്ഹാനല്ലാഹ് അവരുടെ ഉള്ളിലുള്ള ഒരു നീഡ്, ഓക്കെ, ഈ പറഞ്ഞ ഏതോ ഒരു ആവശ്യത്തിനെ അവർ മീറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതാണ്. സുബ്ഹാനല്ലാഹ്. ഓക്കെ. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ നമ്മളെ വീടുകളിലൊക്കെ നമ്മളെ മക്കളും പലരും നമ്മളുടെ ചുറ്റുപാടുള്ള പലരും ചെയ്യുന്ന പല കാര്യങ്ങളും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തത്. അവരുടെ ഉള്ളിലുള്ള ആ ഒരു നീഡിനെ ആ ഒരു ആവശ്യത്തിനെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരത് ചെയ്യുന്നതായിരിക്കും. പക്ഷെ നമുക്ക് മനസ്സിലാവുന്നില്ല. നമുക്ക് വേറൊരാളുടെ ഉള്ളിലുള്ള ആവശ്യം എന്നൊന്നും നമുക്ക് മനസ്സിലാവില്ലല്ലോ. അതും ഇതെന്റെ നീഡാണെന്നൊന്നും പറഞ്ഞു തരാനുള്ള വിവരം നമുക്ക് നമ്മളെ കുറിച്ചുള്ള വിവരം നമുക്കില്ല. അതൊക്കെ നമുക്ക് വരെ എപ്പോഴാ നമ്മളെ സൃഷ്ടാവിനെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ, നമ്മളുടെ സൃഷ്ടാവ് നമ്മളോട് പറഞ്ഞ കാര്യങ്ങളെ മനസ്സിലാക്കുമ്പോഴാണ് ഈ പറഞ്ഞ ബോധമൊക്കെ നമുക്ക് വരുള്ളൂ. സുബ്ഹാനല്ലാഹ്. അതൊന്നും നമ്മളെ വീടുകളിലൊന്നും നമുക്കും ഇല്ല, അല്ലെ, മറ്റുള്ളവർക്കും ഇല്ല. നമ്മൾ തന്നെ ഇപ്പൊ കുറച്ച് നമ്മളെ കുറിച്ച് പോലും അറിയാൻ തുടങ്ങുന്നേ ഉള്ളൂ. സൃഷ്ടാവിനെ കുറിച്ച് അറിയുമ്പോൾ സ്വാഭാവികമായും അവൻ സൃഷ്ടിച്ച സൃഷ്ടികളെ കുറിച്ച് നമുക്ക് അറിയാൻ പറ്റും. സുബ്ഹാനല്ലാഹ്. അപ്പം ഈ പറഞ്ഞ നീഡ്സ് ആണ് പലപ്പോഴും നമുക്ക് തൃപ്തികരമല്ലാത്ത പല കാര്യങ്ങളും പലരും ചെയ്യുന്നതിന്റെ പിന്നിലും, അതേപോലെ പലരും പല വലിയ വലിയ കാര്യങ്ങളെ അക്കംപ്ലിഷ് ചെയ്യുന്നതിന്റെ പിന്നിലും ഈ പറഞ്ഞ നീഡ്സ് ആണ്. ഓക്കെ. അപ്പം ഞാൻ പറഞ്ഞു, ഓരോരുത്തരും വളരെ യുണീക്കായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചതാണ്. പിന്നെ ഓരോരുത്തരെയും എക്സ്പീരിയൻസും ഈ പറഞ്ഞ നീഡ്സും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണ് പുറത്തേക്ക് അവരുടെ ഒരു സംഭവം, അല്ലെങ്കിൽ അവരുടെ ആ ഒരു നേച്ചർ വരുന്നത്. പലപ്പോഴും നമ്മളുടെ പല നീഡുകളും നമ്മൾ ചെറുപ്പകാലങ്ങളിൽ നമ്മൾ കണ്ട പല കാര്യങ്ങളും, നമ്മൾ ആഗ്രഹിച്ച പല കാര്യങ്ങളും, നമ്മൾ കടന്നുപോയ പല കാര്യങ്ങളും ഒക്കെ ആയിരിക്കും നമ്മളിൽ ഫോം ചെയ്തിട്ടുണ്ടാവുക. ചിലത് പോസിറ്റീവായിട്ടും ചിലത് നെഗറ്റീവായിട്ടും ഉണ്ടാവും. ചിലത് നല്ല വാല്യുബിൾ ആയിട്ടുള്ളതായിരിക്കും, ചിലത് വളരെ മോശപ്പെട്ട കാര്യങ്ങളായിരിക്കും, അല്ലെ. ഇപ്പം പലർക്കും ഇങ്ങനെ ഭയങ്കരമായിട്ട് റെക്കഗ്നൈസ് ചെയ്യപ്പെടണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടാവും. എന്നെ നാലാൾ അറിയണം, അല്ലെങ്കിൽ നാലാൾ പ്രശംസിക്കണം. അത് ഭയങ്കര എല്ലാവരുടെ ഉള്ളിലും ഉണ്ടാവും. ഞാൻ നീഡ്സിലേക്ക് വരുമ്പോൾ അത് പറയാം. പക്ഷെ അത് ഭയങ്കര ടോപ്പായിട്ട് നിൽക്കുന്ന അവരുടെ മെയിൻ നീഡ് അതായി മാറുന്നത്. അതിന് അവർക്ക് ചിലപ്പം അവരുടെ ചെറുപ്പകാലങ്ങളിൽ എന്തെങ്കിലും സംഭവങ്ങളുമായിട്ട് അവർ വളരെയധികം അവഗണിക്കപ്പെട്ടതിന്റെ ഭാഗമായിട്ട് വന്ന അവരുടെ ഉള്ളിലുണ്ടായ ഒരു നീഡായിരിക്കാം. അതേപോലെ നീഡ് ടു സർവീസ്, സമൂഹത്തിന് സർവീസ് ചെയ്യണം, നല്ലത് ചെയ്യണം എന്നുള്ള ആഗ്രഹം. അതും ഈ പറഞ്ഞ പോലെ ചെറുപ്പകാലത്തിൽ അവർ കണ്ടു പഠിച്ച അല്ലെങ്കിൽ ആഗ്രഹിച്ച പല കാര്യങ്ങളിൽ നിന്ന് വന്നതായിരിക്കും. ഓക്കെ. പണക്കാരനാവണം എന്നുള്ള ആഗ്രഹം, അങ്ങനെ പല കാര്യങ്ങൾ. സുബ്ഹാനല്ലാഹ്. അപ്പം നമ്മൾ ഓരോരുത്തരുടെയും ഉള്ളിൽ പല നീഡുകളുണ്ട്. അതിന് പല പ്രൊപ്പോർഷനാണ്, കുറച്ച് അളവിൽ, ഓരോന്നും ഓരോ അളവിലായിരിക്കും ഓരോരുത്തരിലും ഉണ്ടാവുക. ഓക്കെ. പിന്നെ ഓരോരുത്തരും അതിന് പല ആവശ്യങ്ങൾ ഉണ്ടാവുമെങ്കിലും ചില നീഡ്സിനെ നമ്മൾ കുറച്ചും കൂടെ ഇമ്പോർട്ടന്റ് ആയിട്ട് പ്രയോറിറ്റൈസ് ചെയ്യും. അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും പല തീരുമാനങ്ങളും വരുന്നത്. ഓക്കെ. അപ്പൊ ഇതൊക്കെ പറയുമ്പോൾ ഞാൻ വീണ്ടും പറയണം, മനസ്സിൽ വെക്കുക, ഇതെല്ലാം ലിമിറ്റഡ് ആയിട്ടുള്ള മനുഷ്യന്മാര് അവരുടെ ഫൈൻഡിങ്സ് പറയുന്നതാണ് നമ്മളിവിടെ പറയാൻ പോണത്. ഒരിക്കലും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഗ്രന്ഥത്തിൽ ഇങ്ങനെ പോയിന്റ് നമ്പർ 1, 2 എന്ന് പറഞ്ഞിട്ട് തന്നതല്ല. ഓക്കെ. നമ്മളുടെ ആവശ്യങ്ങൾ എന്ന് പറയുന്നത് നമ്മളെ സൃഷ്ടിച്ച സൃഷ്ടാവിനാണ് ഏറ്റവും ഭംഗിയായിട്ട് അതിനെ അറിയാൻ പറ്റുള്ളൂ. മാത്രമല്ല, സൃഷ്ടാവ് അത് ഖുർആനിൽ തന്നെ പല സ്ഥലങ്ങളിൽ അതിന്റെ അളവിലും ആവശ്യത്തിലും തൂക്കത്തിലും അത് പറഞ്ഞിട്ടും ഉണ്ട്. നമ്മൾ തന്നെ പലപ്പോഴുമായിട്ട് ഖുർആനിലെ തഫ്സീറിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ തന്നെ നമ്മളെ മനുഷ്യന്മാർ ഇങ്ങനെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്, നമുക്ക് ഇന്ന ആവശ്യമുണ്ട്, അതുകൊണ്ട് നമ്മൾ ഇങ്ങനെയാണ്, നമ്മൾ ഡിപ്പെൻഡന്റ് ആണ് ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ വിവാഹത്തിന്റെയും തൊലാഖിന്റെയും കാര്യങ്ങൾ പറഞ്ഞ സമയത്തും പലതും. അപ്പൊ നമ്മൾ ഓരോരുത്തരെയും ആവശ്യങ്ങൾ, നമ്മളെ നീഡ്സ് ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ തന്നെ പല സ്ഥലങ്ങളിലായിട്ട് പറഞ്ഞിട്ടുണ്ട്. കുറച്ച് ഓൾറെഡി നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം ഇവിടെ നമ്മൾ ടോണി റോബിൻസൺ പറഞ്ഞ 6 ഹ്യൂമൻ നീഡ്സ് എന്താണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോവാം. അഗൈൻ അത് പറയുമ്പോൾ വേറൊരു കാര്യം പറയേണ്ടത്, നമ്മള് പേഴ്സണാലിറ്റി ടൈപ്പിൽ നമ്മൾ പറയുന്നത്, അല്ലെ, ഞാൻ ഇന്ന പേഴ്സണാലിറ്റി ആണ്, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ആവുള്ളൂ എന്ന് പറയാൻ നമുക്കൊരു വകുപ്പില്ല. നമ്മളുടെ ദീനിലെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഖുർആൻ നമ്മളെ ഓരോ കാര്യങ്ങളും ഇന്നതായിരിക്കണം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളെ പേഴ്സണാലിറ്റി ഇന്നതാണെങ്കിലും പല കാര്യങ്ങളിലും നമ്മൾ മാറി വരേണ്ട ആവശ്യങ്ങളുണ്ട്. അതൊക്കെ നമ്മൾ ആ സമയത്ത് ഉദാഹരണങ്ങൾ പറഞ്ഞിരുന്നു. അതേപോലെ തന്നെയാണ് ഈ നീഡ്സും. എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു നീഡ് ഉണ്ട്, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ആവുള്ളൂ എന്ന്
പറയാൻ പറ്റില്ല. പകരം ഖുർആൻ നമ്മളെ ഇൻസ്ട്രക്ട് ചെയ്ത രീതിയിലേക്ക് നമ്മൾ നമ്മുടെ നീഡ്സിനെ കൊണ്ടുവരണം. ചില നീഡ്സിനെ നമ്മൾ നല്ല രീതിയിലും മോശം രീതിയിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ ഭയങ്കരമായിട്ട് റെക്കഗ്നൈസ് ചെയ്യപ്പെടണം എന്ന് ആവശ്യമുള്ള ആളുകൾ, അല്ലെ, അല്ലെങ്കിൽ എന്നെ നാലാൾ അറിയണം എന്ന് ആവശ്യപ്പെടുന്ന, അല്ലെങ്കിൽ എനിക്കൊരു സിഗ്നിഫിക്കൻസ് വേണമെന്ന് അറിയപ്പെടുന്ന ആളുകൾക്ക് രണ്ട് രീതിയിലും ചെയ്യാം, അല്ലെ. വളരെ മോശപ്പെട്ട കാര്യങ്ങൾ ചെയ്തിട്ടും റെക്കഗ്നൈസ് ചെയ്യപ്പെടാം, നല്ല കാര്യങ്ങൾ ചെയ്തിട്ടും റെക്കഗ്നൈസ് ചെയ്യപ്പെടാം. അപ്പൊ അതുപോലെ നമ്മളെ നീഡ്സിനെയും നമ്മൾ ബാലൻസ്ഡ് ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പഠിക്കണം. അപ്പം നീഡ്സ് എന്ന് പറയുമ്പം അതിനകത്ത് ഏറ്റവും ആദ്യത്തത് സെർട്ടൻറ്റി. ഓക്കെ, സെർട്ടൻറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഉറപ്പ്. ഓക്കെ, എന്തൊരു കാര്യത്തിലും അത് ഇങ്ങനെയാ നടക്കുക, ഓക്കെ, ഇന്ന കാര്യം ഇങ്ങനെ ആയിരിക്കും എന്നുള്ള ആ ഒരു ഉറപ്പ് നമ്മളെല്ലാ മനുഷ്യന്മാരുടെയും ഒരു ഒരു എല്ലാവരുടെ ഉള്ളിലും ഉള്ള ഒരു ആവശ്യമാണ്. എല്ലാവരുടെ ഉള്ളിലും ഉണ്ട് എന്ത് കാര്യത്തിലും, അല്ലെ. ഇപ്പം സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓക്കെ ഇന്ന് ഉച്ചക്ക് നമുക്ക് ഭക്ഷണം കിട്ടുമോ എന്നുള്ള ഒരു ഉറപ്പ് എല്ലാ മനുഷ്യന്മാരുടെ ആവശ്യങ്ങളിൽ പെട്ടതാണ്, അല്ലെ. കിട്ടുമോ ഇല്ലയെന്ന് ഉറപ്പില്ലെങ്കിൽ എന്താ അവസ്ഥ? എനിക്ക് ഓർമ്മയുണ്ട്, നമ്മൾ കാശ്മീർ പോയ സമയത്തും അവിടെ ഒരു ഡ്രൈവർ നമ്മളെ നടന്ന ഒരു ഡ്രൈവർ ഉണ്ട്. അപ്പം അയാളുടെ അടുത്ത് ഇങ്ങനെ സംസാരിക്കുമ്പം നമ്മൾ അവിടുത്തെ വിദ്യാഭ്യാസത്തിന്റെ കാര്യം അത് ഇതൊക്കെ പറയുമ്പം അവർ പറയും ഞങ്ങൾക്ക് അതൊന്നും ഒരുപാട് ഇമ്പോർട്ടൻസ് ഒന്നും കൊടുക്കാൻ പറ്റൂല. കാരണം എന്താന്ന് വെച്ചാൽ നമുക്ക് ഇന്ന് വൈകുന്നേരം ഞങ്ങൾ ജീവിച്ചിരിക്കുമോന്ന് ഞങ്ങൾക്ക് ഉറപ്പില്ല. ഞങ്ങളെ മക്കൾ ഇന്ന് വൈകുന്നേരം വീട്ടിൽ ചെന്ന് അവരെ കാണാൻ പറ്റുമോന്ന് നമുക്ക് ഉറപ്പില്ല. അപ്പൊ നമ്മൾ എന്താ ആ മിനിമം കാര്യങ്ങളെ ഞങ്ങൾക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നുള്ളൂ. മനസ്സിലായില്ലേ? അപ്പം ഓരോ മനുഷ്യന്മാർക്കും ആ ഒരു അഷ്വറൻസ് ആവശ്യമാണ്. എനിക്ക് അല്ലെ അടുത്ത നേരത്തെ ഭക്ഷണം കിട്ടുമോ, എനിക്ക് പാർക്കാൻ ഒരു ഇടമുണ്ടോ, അല്ലെ, ആ ഒരു സേഫ്റ്റി എനിക്ക് ഉണ്ടോ എന്നുള്ള ആ ഒരു സെർട്ടൻറ്റി എന്ന് പറഞ്ഞ ഒരു സംഭവം മനുഷ്യന്മാർക്ക് വേദനകൾ ഒഴിവാക്കാനും ഒരു സംതൃപ്തി നേടാനും വേണ്ടിയിട്ട് എല്ലാവരുടെ ഉള്ളിലും ആ സംഭവം ഉണ്ട്. ആ ഒരു സേഫ് ആയിരിക്കുക, സെക്യൂർ ആയിരിക്കുക, ഭാവി ഇങ്ങനെ ആയിരിക്കും, അല്ലെ. ഇപ്പം എന്തൊരു കാര്യം നമ്മൾ മക്കളെ വിദ്യാഭ്യാസത്തിന്റെ കാര്യം ഒക്കെ സീരിയസ് ആക്കി എടുക്കുന്നതിന് അവരുടെ ഭാവിയെ കുറിച്ച്, അല്ലെ, വിവാഹത്തിന്റെ കാര്യം അവരുടെ ഭാവിയെ കുറിച്ച്. അപ്പം ആ ഒരു മിനിമം ആവശ്യ ലെവലിലുള്ള സെർട്ടൻറ്റി എല്ലാ മനുഷ്യന്മാരുടെ ഉള്ളിലും ഉണ്ടാവും. ഓക്കെ, പക്ഷേ ഈ പറഞ്ഞ പോലെ ഈ നീഡ് പലർക്കും മറ്റേ എക്സ്ട്രീം എൻഡിലും ഉണ്ടാവും. അതായത് ഉറപ്പുണ്ടെങ്കിലേ ഞാൻ മുന്നോട്ട് പോവുള്ളൂ എന്നുള്ള ആ ഒരു സംഭവം. അപ്പം അങ്ങനെയുള്ളവർക്ക് എന്താണ് ഭാവിയെ കുറിച്ച് ഭയങ്കര ആകുലതകളായിരിക്കും. അതെന്താവും, ഇതെന്താവും, അതങ്ങനെ ആവില്ലല്ലോ, ഇതെങ്ങനെ ആവില്ലല്ലോ, അല്ലെ. സുബ്ഹാനല്ലാഹ്, അത് നമ്മളെ പോലെ അല്ലെ ശരിക്കും അള്ളാഹു സുബ്ഹാനഹു തആലയെ മനസ്സിലാക്കിയ ഒരാൾക്ക് സുബ്ഹാനല്ലാഹ് അള്ളാഹുവിന്റെ ഖദറിൽ വിശ്വസിക്കുന്ന ഒരാൾക്ക് അള്ളാഹു ഗൈബ് അറിയുന്നവനാണ്, അല്ലെ, ഫ്യൂച്ചർ അറിയുന്നവനാണ് അറിയുന്ന ഒരു വ്യക്തിക്ക് ചേർന്നതല്ല അതങ്ങനെയാവോ ഇങ്ങനെയാവോ അങ്ങനെയാവോ ഇങ്ങനെയാവോ എന്നുള്ള ആ ഒരു ആൻസൈറ്റി. സുബ്ഹാനല്ലാഹ്. അപ്പം ഈ പറഞ്ഞ സംഭവം ഈ സെർട്ടൻറ്റി എന്ന് പറയുന്ന ഒരു നീഡ് കുറച്ച് എക്സ്ട്രീം ആയി പോകുമ്പം എന്താവും ഈ പറഞ്ഞ ഗണത്തിൽ ചെന്നുപെടും. അപ്പൊ നമ്മളൊക്കെ വീടുകളിൽ ഒരു പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ന്യൂ ജനറേഷന് ഈ ഒരു സംഭവം കുറച്ച് കൂടുതലാണ്, ആങ്സൈറ്റി എന്ന് പറയുന്നത്. അവർക്ക് സുബ്ഹാനല്ലാഹ് എല്ലാം ഉണ്ട്. നമ്മൾ വിചാരിക്കും നമ്മളൊക്കെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അവർക്ക് എല്ലാം ഉണ്ടല്ലോ എന്നല്ലേ. നമുക്കൊന്നും പലതും ഇല്ലായിരുന്നു അവരുടെ പ്രായത്തിൽ, പക്ഷെ അവർക്ക് എല്ലാം ഉണ്ട് എന്നാൽ അവർക്ക് ഭയങ്കര ആങ്സൈറ്റിയാണ്. ഇതെന്താ ഇപ്പൊ ഇങ്ങനെ, നിനക്ക് എല്ലാം കൂടിയിട്ടാ, അങ്ങനെയൊക്കെ നമ്മൾ മക്കളടുത്ത് പറയണ്ടല്ലോ, നിനക്ക് കിട്ടാനുള്ളതൊക്കെ കുറച്ച് അധികമായിട്ടാണ് ഇങ്ങനത്തെ ചിന്ത എന്ന്. പക്ഷെ അവരുടെ ഉള്ളിൽ ഈ പറഞ്ഞ സെർട്ടൻറ്റീന്റെ ആവശ്യം, ഓക്കെ, ഉറപ്പിന്റെ ആവശ്യം, ആ ഒരു നീഡ് കുറച്ച് അധികമാണ്. അതിന് ശരിക്കും ബാലൻസ്ഡ് ആക്കി എടുക്കാനുള്ള അറിവിലേക്ക് അവർ എത്താത്തത് കൊണ്ടാണ്. സുബ്ഹാനല്ലാഹ്. ഞാൻ പറഞ്ഞ പോലെ ഈ സെർട്ടൻറ്റീന്റെ ആവശ്യം എക്സ്ട്രീം എൻഡിലേക്ക് പോണ ആളുകളുണ്ട്. അതായത് ഇന്ന രീതിയിൽ അവർ വരച്ചു വെച്ച പോലെ ഇപ്പൊ നാളെ ഞാൻ ഇങ്ങനെ ചെയ്യും, മറ്റന്നാൾ ഞാൻ ഇങ്ങനെ ചെയ്യും, അതിന്റെ പറ്റി ഇങ്ങനെ ചെയ്യും, അത് അതുപോലെ പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ ആകെ കൂടെ ബേജാറാവുന്ന ആളുകൾ. അവർ പിന്നെ അവരെ കാര്യങ്ങൾ അവർ വിചാരിക്കുന്ന രീതിയിൽ കൺട്രോൾ ചെയ്യാൻ, എന്തെങ്കിലും ഒരു കാര്യം നടക്കണം എന്ന് വിചാരിച്ചാൽ അത് ഏതറ്റം വരെയും പോയിട്ട് നടത്തുന്ന ആളുകൾ, അല്ലെ. സുബ്ഹാനല്ലാഹ്. ഇനി അള്ളാഹു സുബ്ഹാനഹു തആല അത് തടഞ്ഞു വെച്ച് കഴിഞ്ഞാലും അള്ളാഹ്ക്ക് എന്തെങ്കിലും കൊടുത്തിട്ട് അത് ചെയ്യിപ്പിക്കുന്ന പോലെ ഈ നേർച്ചകളിലും അതുപോലെ മറ്റു പല കാര്യങ്ങളിലും ചെന്നെത്തുന്ന ആളുകൾ എന്തുകൊണ്ട് അവര് ഈ കാര്യം ഇന്ന രീതിയിൽ നടത്തണം എന്ന് അവരങ്ങോട്ട് തീരുമാനിച്ചിട്ടുണ്ട്. അത് ആ രീതിയിലല്ല നടക്കുന്നതെങ്കിൽ അവർക്ക് അവരുടെ ആ ഒരു സെർട്ടൻറ്റി എന്നുള്ള ആ ഒരു നീഡ് ഫുൾഫിൽ ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ. സുബ്ഹാനല്ലാഹ്. ഓക്കെ, അപ്പം എല്ലാവരുടെ ഉള്ളിലും ഒരു ലെവൽ ഓഫ് എന്താണ് സെർട്ടൻറ്റി എന്ന് പറഞ്ഞാൽ അതൊരു ഉറപ്പെന്ന് പറഞ്ഞ ഒരു ആവശ്യം ഉണ്ട്. അത് ലേശം അധികമാവുന്നവരും കുറഞ്ഞു പോകുന്നവരും ഉണ്ട്. വളരെ കുറഞ്ഞു പോകുന്നവർ നമുക്ക് അടുത്ത പോയിന്റിൽ പറയാം. അതായത് അൺസെർട്ടൻറ്റി അല്ലെങ്കിൽ വെറൈറ്റി. ഓക്കെ, ചിലർക്ക് ഈ പറഞ്ഞ പോലെ പുതിയ പുതിയ കാര്യങ്ങൾ, അല്ലെ, ചേഞ്ച് ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരുണ്ടാവും. എപ്പോഴും നമുക്ക് പൊതുവെ ഈ പറഞ്ഞ ഈ പറഞ്ഞ കാര്യം എല്ലാ മനുഷ്യന്മാരുടെ ഉള്ളിലും
ചെറുതായിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്ക് സർപ്രൈസസ് ഇഷ്ടമാണ് അല്ലെ? അല്ലെങ്കിൽ ലൈഫ് ഒരേപോലെ കഴിഞ്ഞ എന്നും രാവിലെ എണീക്കുന്നത്, ചോറ് വെക്കുന്നത്, ചായ ഉണ്ടാക്കുന്നത് അല്ലെ, ബോറടിക്കുന്നു, ഒരു ചേഞ്ച് നമുക്ക് ഇഷ്ടമാണ് അല്ലെ? നമുക്കൊന്ന് പുറത്ത് പോവാൻ അല്ലെങ്കിൽ എന്തെങ്കിലും പുതിയൊരു കാര്യങ്ങൾ ചെയ്യാൻ ആ ഒരു വെറൈറ്റി എന്ന് പറയുന്ന ആ ഒരു ചേഞ്ച് എന്ന് പറയുന്ന കാര്യം എല്ലാവർക്കും ഇഷ്ടം. അല്ലെങ്കിൽ നമ്മൾ എന്തൊരു മെഷീൻ പോലെ ആയിപ്പോകും അല്ലെ? നമുക്കൊരു ബ്രേക്ക് വേണം, സർപ്രൈസ് വേണം. ഈവൻ അതിന്റെ വളരെ ഒരു മൈന്യൂട്ടസ്റ്റ് ലെവലിൽ നമ്മളൊക്കെ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുമ്പോൾ, ഇപ്പൊ നമ്മൾ കുറച്ച് വീട്ടിലെന്തെങ്കിലും പണികളൊക്കെ ചെയ്യുമ്പോൾ ഇടയ്ക്ക് നമുക്ക് ഓർമ്മ വരും, ഒന്ന് ഫോൺ നോക്കിയാലോ അല്ലെ? ഫോണിൽ ആരുടെങ്കിലും മെസ്സേജ് വന്നിട്ടുണ്ട്, അതൊക്കെ നമുക്കൊരു ഒരു ന്യൂസ്, ഒരു എന്താ പറയാ, ഒരു ആവേശമാണ്, ഒരു പുതിയ മെസ്സേജ്, അതൊരു ചേഞ്ച് ആണ് അല്ലെ? അപ്പം അത്ര പോലും നമ്മളൊക്കെ കുറച്ച് ഒരു പരിധി വരെ ചേഞ്ചിന് ആ ഒരു സിറ്റുവേഷനിൽ ഒരു പുതുമ അല്ലെങ്കിൽ ഒരു പുതിയ ആളുകളെ കാണുക അല്ലെ, അല്ലെങ്കിൽ നമ്മൾ ദിവസം വീട്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരല്ല, അത് വേറെ ആരെങ്കിലും കണ്ടാൽ ഒരു സന്തോഷം, അവരുടെ അടുത്ത് സംസാരിച്ചാൽ ഒരു സന്തോഷം, അങ്ങനെ പുതുമ അന്വേഷിക്കുന്ന ആളുകളാണ് നമ്മളെല്ലാവരും. സുബ്ഹാനല്ലാഹ്. എന്നാൽ ഇത് തന്നെ ഈ പറഞ്ഞ പോലെ എക്സ്ട്രീം നീഡ്സ് ചേഞ്ചസ് ആവശ്യമുള്ള, എക്സ്ട്രീം ആയിട്ട് വെറൈറ്റി ആവശ്യമുള്ള ആളുകളും ഉണ്ട്. അവർക്ക് എന്താ സുബ്ഹാനല്ലാഹ് എല്ലാം വേറെ വേറെ വേണം അല്ലെ? അങ്ങനെയുള്ളവർ സ്ഥിരമായിട്ട് അവര് ജോലി മാറ്റും, ഈവൻ ആൾക്കാരെ അവർക്ക് ബോറടിക്കാൻ തുടങ്ങും. പുതിയ പുതിയ ആൾക്കാരെ കാണും, ഒരുപാട് യാത്ര ചെയ്ത് അവിടുത്തെ ആളെ കണ്ട് ഇവിടെ, അത് അവരുടെ ഉള്ളിലുള്ള ഒരു നീഡിനെ അവർ ഫുൾഫിൽ ചെയ്യുന്ന ഒരു സ്റ്റൈലാണ്. ഈവൻ നമുക്കൊക്കെ എനിക്കൊന്ന് നമ്മളെ സൊസൈറ്റി അല്ലെങ്കിൽ ഇന്നത്തെ കാലഘട്ടം ഇൻഡ്യൂസ് ചെയ്ത ഒരു ഇങ്ങനത്തെ ഒരു സൂക്കടുണ്ട്, പുതിയ പുതിയ ഭക്ഷണം അല്ലെ, വെറൈറ്റി ഭക്ഷണം. എത്ര വെറൈറ്റി കിട്ടിക്കഴിഞ്ഞാലും തൃപ്തിയാവാത്ത, വീണ്ടും വീണ്ടും ആ ഒരു നീഡിൽ, ഇതൊക്കെ ഇങ്ങനെ ഈ നീഡ് എന്നൊക്കെ പറയുന്നത് ഈ പറഞ്ഞ പോലെ ഉള്ളിൽ നിന്ന് വരുന്നത് കൊണ്ട് പുറമേ നിന്നുള്ള ഇഞ്ചക്ഷനും ഉണ്ട് കേട്ടോ. സുബ്ഹാനല്ലാഹ്. അപ്പം ഇങ്ങനെ നീഡ്സ് വെറൈറ്റി കാണണം എന്നൊക്കെ പറയുന്ന ആ ഒരു സംഭവം, സുബ്ഹാനല്ലാഹ്. എല്ലാ കാര്യങ്ങളിലും ചേഞ്ച് വരണം. അപ്പൊ വീട്ടിൽ തന്നെ ആണെങ്കിൽ അല്ലെ, ഒരേ സ്റ്റൈലിൽ നമ്മൾ നമ്മളെ വീട് തന്നെ കാണുമ്പോൾ നമുക്ക് ബോറടിക്കും. അപ്പൊ എല്ലാം ഒന്ന് തിരിച്ചിട്ട് ഒന്ന് മറച്ചിട്ട് അല്ലെ, ഒരു പുതിയൊരു രീതി കാണാം. അതൊന്നും തെറ്റാന്നൊന്നും പറയല്ല കേട്ടോ. അപ്പം ഇതൊക്കെ നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു, ഓരോരുത്തർക്കും ഇത് ഓരോ അളവിൽ, ഇപ്പൊ എല്ലാവരും അതുപോലെ ആയിക്കൊള്ളണമെന്നില്ല അല്ലെ, എല്ലാ കാര്യങ്ങളും ചേഞ്ച് ആഗ്രഹിക്കുന്നു. ചിലർക്ക് ഒരേപോലെ പോകാനാണ് എനിക്ക് ഇഷ്ടം. ഇപ്പം ആദ്യം പറഞ്ഞ പോലെ സർട്ടനിറ്റിന്റെ ആൾക്കാരാണെങ്കിൽ അവര് ചിലപ്പം രാവിലെ എണീറ്റ് കറക്റ്റ് സമയത്ത് എല്ലാ കാര്യങ്ങളും ഒരേപോലെ എത്ര കാലം ചെയ്തു കഴിഞ്ഞാലും ബോറടിക്കാത്ത ആൾക്കാരായിരിക്കും. കാരണം അവരുടെ ഉള്ളിൽ ആ സർട്ടനിറ്റി എന്ന് പറഞ്ഞ നീഡായിരിക്കും അവർക്ക് കൂടുതൽ. എന്നാൽ അൺസർട്ടനിറ്റി നീഡ് കൂടുതലുള്ള ആളുകൾ സുബ്ഹാനല്ലാഹ് അവര് ഈ പറഞ്ഞ പോലെ അല്ലെ, അങ്ങനെയെങ്കിൽ അങ്ങനെ, ഇങ്ങനെയെങ്കിൽ ഇങ്ങനെ അല്ലെ, പുതിയത് എന്തെങ്കിലും വരട്ടെ, ആ ഒരു സ്റ്റൈലിലായിരിക്കും. സുബ്ഹാനല്ലാഹ്. ഇതൊക്കെ മനുഷ്യന്മാരുടെ ഉള്ളിലുള്ള നീഡ്സ് ആണ്. അതിപ്പം ആക്ച്വലി ഇതിന്റെയൊക്കെ ഒരു പുറത്തേക്കുള്ള കാണിക്കലാണ് നമ്മൾ ആദ്യം കണ്ട പേഴ്സണാലിറ്റി ട്രെയ്റ്റ്സ് എന്ന് പറയുന്ന സാധനം, പേഴ്സണാലിറ്റീസ്. സുബ്ഹാനല്ലാഹ്. ഈ നീഡിനനുസരിച്ചാണ് ആളുകൾ പുറത്തേക്ക് അവരുടെ സ്വഭാവങ്ങളൊക്കെ വരിക. അപ്പൊ നമ്മുടെയൊക്കെ ഉള്ളിൽ ഇതുപോലത്തെ പല നീഡ്സും ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കുക. ഇനി അടുത്തത് സിഗ്നിഫിക്കൻസ്. ഓക്കെ, അതായത് നമ്മൾ ഒരു സ്പെഷ്യൽ ആണെന്നുള്ള ആ ഒരു ഫീലിംഗ്, ഓക്കെ, ഇമ്പോർട്ടന്റ് ആണെന്നുള്ള ആ ഒരു ഫീലിംഗ്, അല്ലെങ്കിൽ നമ്മൾ വാല്യൂഡ് ആണ്. ഇതൊക്കെ എല്ലാ മനുഷ്യന്മാരുടെയും ഉള്ളിലുള്ളതാണ്. എല്ലാവർക്കും ആ സ്പെഷ്യൽ ആണെന്ന് ഫീൽ ചെയ്യാനുള്ള ആ ഒരു ആഗ്രഹം, അത് ആര് നമ്മളോട് പറഞ്ഞാൽ, ഇപ്പൊ നമ്മളെ വീട്ടിലൊരാള് ഓക്കെ നീ സ്പെഷ്യൽ ആണെന്ന് പറഞ്ഞാലും, നമ്മളെ ഭർത്താവ് പറഞ്ഞാലും, നമ്മളെ മക്കള് പറഞ്ഞാലും, ഇനി പുറത്തുള്ള ഒരാൾ പറഞ്ഞാലും ഒക്കെയും അല്ലെ, നമുക്കതൊരു, അത് നമ്മളുടെ ഒരു ആവശ്യത്തിൽ പെട്ടതാണ്. സുബ്ഹാനല്ലാഹ്. ഓക്കെ, ആ ഒരു ഫീലിംഗ് സ്പെഷ്യൽ അല്ലെങ്കിൽ ഫീലിംഗ് യൂണിക്, ഫീലിംഗ് ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് നമുക്ക് വേണ്ടപ്പെട്ട ആളുകൾ, അത് ആ ഒരു സംഭവം നമുക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്കത് നമ്മളെ ഭയങ്കരമായിട്ട് അത് അലട്ടും. സുബ്ഹാനല്ലാഹ് അല്ലെ, നമുക്ക് വളരെ വേണ്ടപ്പെട്ട, അറ്റ്ലീസ്റ്റ് നമ്മൾ സ്നേഹിക്കുന്ന ആളുകൾ നമ്മളെ സ്പെഷ്യലായിട്ട് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ, നമ്മളെ മൈൻഡ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ, നമുക്ക് നമ്മുടെ കാര്യങ്ങൾക്ക് ഒരു വാല്യൂ തരുന്നില്ല എന്നുണ്ടെങ്കിൽ, ആ ഒരു നീഡ് നമ്മൾ ഫുൾഫിൽ ചെയ്യാൻ വേണ്ടി നാച്ചുറലി നമ്മൾ വേറെ എന്തെങ്കിലും വഴികളൊക്കെ കണ്ടെത്തും. ഇതൊക്കെ ഓരോരുത്തരും അവരുടെ ഓരോ ബിഹേവിയറിന്റെയും ഓരോ സംസാരത്തിന്റെയും ഓരോ പ്രവൃത്തിന്റെയും പിന്നിലൊക്കെ ഇതുപോലത്തെ പല ആവശ്യങ്ങളും എല്ലാ മനുഷ്യന്മാരുടെ ഉള്ളിലും ഉണ്ട്. സത്യം എന്താന്ന് വെച്ചാൽ, നമുക്ക് മനുഷ്യന്മാരെ ഒരാൾക്ക് വേറൊരാളെ മനസ്സിലാക്കുന്നതിനെ കുറിച്ച് നമ്മൾ ഇതുവരെ ചിന്തിച്ചിട്ട് പോലുമില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെയോ ചെയ്യണം നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്, അത് അങ്ങോട്ട് ചെയ്യുക, എന്നിട്ട് അത് ചെയ്യാൻ വേണ്ടി ബാക്കിയുള്ളവരോട് അങ്ങോട്ട് കൽപ്പിക്കുക, അടിച്ചമർത്തുക, നമ്മൾ പറയുന്നത് അവർ കേൾക്കുന്നില്ല എന്ന് പറയാൻ മുന്നോട്ട് പോവുക. ഈവൻ ദഅവ പോലും ആ ഒരു കടമ ചെയ്യാന്നുള്ളതിനപ്പുറത്തേക്ക് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറ് പോലുമില്ല. സുബ്ഹാനല്ലാഹ്. നമ്മൾ ഓരോരുത്തരുടെ അടുത്തും ഒരു ദഅവ ചെയ്യാൻ വേണ്ടിയിട്ട് ചിന്തിക്കുമ്പോൾ, അവരുടെ അടുത്ത് ഒരു കാര്യം പറയാൻ വേണ്ടി ചിന്തിക്കുമ്പോൾ, അവരെ കുറിച്ച് ചിന്തിച്ചിട്ട് ദഅവ ചെയ്യുന്ന എത്ര പേരുണ്ട് നമ്മുടെ അടുത്ത്. ഞാൻ ഇതിങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അത് ഇങ്ങനെ ആവോ ഫീൽ ചെയ്യുക, ഇങ്ങനെ ഫീൽ ചെയ്യുകയാണെങ്കിൽ അവർക്ക് നല്ല രീതിയിൽ ഫീൽ ചെയ്യാൻ ഞാൻ ഈ ദഅവനെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കണം, എങ്ങനെ ചെയ്തു കൊടുക്കണം എന്നൊക്കെ ചിന്തിച്ച് നമ്മൾ ദഅവ ചെയ്യുന്ന ആളുകളാണോ? സുബ്ഹാനല്ലാഹ്. ഇങ്ങനെയൊക്കെ ചിന്തിച്ച് നമ്മുടെ വീടുകളിൽ നമ്മൾ കാര്യങ്ങൾ പറയുന്ന ആൾക്കാരാണ്. അപ്പൊ നമ്മൾ വിചാരിക്കും ഇതൊക്കെ ആലോചിച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. അങ്ങനെയൊന്നുമല്ല. നമുക്ക് നമ്മളെ ആളുകളെ മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് അവർക്ക് ഭംഗിയുള്ള രീതിയിൽ ഓരോ കാര്യം നമുക്ക് ഡെലിവർ ചെയ്യാൻ പറ്റും.
ഇതൊക്കെ പറയുമ്പോൾ ഞാൻ വീണ്ടും വീണ്ടും നിങ്ങളെ ഓർമ്മിപ്പിക്കുക, ഇതൊന്നും പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നടക്കുന്ന കാര്യമൊന്നും അല്ല കേട്ടോ. ഇതൊക്കെ നമ്മളിപ്പോ ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കുന്നു എന്ന് വിചാരിച്ചാൽ മതി. ആളുകൾ മനസ്സിലാക്കുന്നതിൽ ശരിക്കും വർഷങ്ങളെടുക്കും മനുഷ്യന്മാരെ മനസ്സിലാക്കാൻ. പക്ഷെ അത് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ, എന്തൊരു കാര്യത്തെയും പോലെ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ഒരു ബർക്കത്ത് അവിടെ വരും. ഓക്കെ, നമ്മൾ അതിനു വേണ്ടി ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്തു കഴിഞ്ഞാൽ ബാക്കി അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് എളുപ്പമാക്കി തരും. അപ്പൊ നമ്മളെ ചുറ്റുപാടുമുള്ള ഓരോ വ്യക്തികൾക്കും ഓരോ വ്യക്തിയുടെയും ഉള്ളിലുള്ള ആവശ്യമാണ് ഫീലിംഗ് ഇമ്പോർട്ടൻറ്റ്, ഫീലിംഗ് യുണീക്ക്. സുബ്ഹാനല്ലാഹ് അല്ലെ? നമ്മൾ അള്ളാഹു സുബ്ഹാനഹു വതആല അള്ളാന്റെ അടുത്ത് തന്നെ ഒരു കാര്യം ഏറ്റവും ആദ്യം നമ്മളടുത്ത് പറഞ്ഞിട്ടുള്ളത് അല്ലെ, ഫാത്തിഹയില് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അള്ളാഹ്ക്ക് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് അതല്ലേ. എന്നിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളടുത്ത് ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം ചോദിക്കാൻ പഠിപ്പിച്ചിട്ടുള്ളത് അല്ലേ. ഈ ഈ ആലമുകളുടെ എല്ലാം, എല്ലാ ലോകങ്ങളുടെയും റബ്ബായ റബ്ബെ അള്ളാഹുവെ, നിനക്കാണ് അൽഹംദ്, സർവസ്തുതിയും അല്ലെ. സുബ്ഹാനല്ലാഹ്. അപ്പം അങ്ങനെ പഠിപ്പിച്ചു തന്ന റബ്ബിന്റെ അടിമകളായ നമുക്ക്, നമ്മളെ ചുറ്റുപാടുമുള്ള ഒരു മനുഷ്യന്റെ അടുത്ത് റബ്ബിന്റെ ഒരു കൽപ്പന പറയുമ്പോൾ പോലും യെസ് നീ ഇമ്പോർട്ടന്റ് ആണ് മോനെ എന്ന് പറഞ്ഞിട്ട്, നീ അടിപൊളിയാണ് മോനെ, നീ ഇന്നലെ ആ കാര്യം ചെയ്തില്ല, നീ സൂപ്പറാ മോനെ എന്ന് പറഞ്ഞിട്ട് റബ്ബിന്റെ ഒരു കൽപ്പന പറയാനുള്ള ഒരു ബുദ്ധി നമുക്ക് വർക്ക് ചെയ്യാറില്ല അല്ലെ. സുബ്ഹാനല്ലാഹ്. അപ്പം ഓരോരുത്തർക്കും ഇതുപോലുള്ള ഒരു സിഗ്നിഫിക്കൻസ് എന്ന് പറഞ്ഞ ഒരു ആവശ്യം എല്ലാവരുടെ ഉള്ളിലും ഉണ്ട്. സുബ്ഹാനല്ലാഹ്. ആ ഒരു റെക്കഗ്നിഷൻ അവർക്ക് കിട്ടുമ്പോൾ യെസ് എന്നെ കാണുന്നുണ്ട് ആളുകൾ അല്ലെ, ഞാൻ ചെയ്യുന്നത് കാണുന്നുണ്ട് എന്ന് പറയുമ്പോൾ സുബ്ഹാനല്ലാഹ്, അത് മനുഷ്യന്മാരെ ഉള്ളിൽ നിന്ന് അവർക്ക് വേണ്ട ആ ഒരു ആവശ്യം ഫുൾഫിൽ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ സംഭവം അങ്ങോട്ട് പുറത്തേക്ക് വരും, വരേണ്ടതൊക്കെ അങ്ങോട്ട് പുറത്തേക്ക് വരും. പക്ഷെ ആവശ്യം ഫുൾഫിൽ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ അതിനകത്തേക്ക് നിറയ്ക്കാൻ ശ്രമിച്ചാലും അവരെന്ത് ചെയ്യും, ആ ആവശ്യം തേടിയിട്ട് പോകും. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്, ആവശ്യം തേടിയിട്ട് പോകും. അപ്പൊ നമ്മളൊക്കെയും ഒരു പക്ഷേ അല്ലെ ദീനിന്റെ മാർഗത്തിലേക്ക് ഒരു പക്ഷെ പണ്ടേ ദീന അറിയുന്നവരും പഠിക്കുന്നവരും ഒക്കെ ആയിരിക്കും ശരിക്കും. പക്ഷെ അള്ളാന്റെ അടുത്തേക്ക് എത്തേണ്ട പോലെ എത്താൻ ഇത്രയും വൈകിയത് എന്തേ എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം പോലും ഇതിനകത്തുണ്ട്, ഈ നീഡ്സിലുണ്ട്. സുബ്ഹാനല്ലാഹ്. കാരണം നമ്മളൊക്കെ പല വഴി സഞ്ചരിച്ചിട്ട് എത്തിയ ആളുകളാണ് അല്ലെ. നമ്മൾ ഒരുപാട് പലർക്കും ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് എത്തിയ ആൾക്കാരാണ് അല്ലെ. നമ്മൾ ഓരോ കാര്യങ്ങളിലും ഓരോന്നിൽ ചെന്ന് പെടുമ്പോൾ അല്ലെങ്കിൽ ഓരോ കാര്യങ്ങളിലും ഇപ്പൊ ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പം ഇപ്പോഴത്തെ ജനറേഷനിലേക്ക് കൊണ്ട് നമ്മുടെ ജനറേഷനിലേക്ക് തന്നെ വരാം. അപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള ഒരു പക്ഷേ ഫാമിലിക്കായിരിക്കും അല്ലെ, കുടുംബത്തിന് അല്ലെങ്കിൽ ഭർത്താവിനായിരിക്കും. മൂപ്പർക്ക് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതിന്റെ ഭാഗമായിട്ട് നമ്മൾ പലതും സാക്രിഫൈസ് ചെയ്തിട്ടില്ലേ. അപ്പം അവിടെ നമുക്ക് എന്താണ് നമ്മളുടെ നമ്മൾ ഇനി പറയാൻ പോകുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് ഈ നീഡ്സിൽ, അത് ലവ്, കണക്ടിവിറ്റി എന്നൊക്കെ പറയുന്ന സംഭവം. അപ്പം ആ ഒരു സംഭവത്തിന് വേണ്ടിയിട്ട് നമ്മൾ അവിടെ തേടുമായിരുന്നു അല്ലെ. അവിടെ തേടിയിട്ട് നമ്മൾ കൊടുക്കാനുള്ളതൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. പക്ഷെ ആ നീഡ് അവിടെ ഫുൾഫിൽ ആവുന്നില്ല എന്ന് നമുക്ക് മനസ്സിലായപ്പോൾ നമ്മളപ്പോ വേറെ പലതും ഒരു പക്ഷെ ഇപ്പം ഈ കഴിഞ്ഞ ദിവസമൊക്കെ എക്സ്പീരിയൻസ് പറഞ്ഞ ആളുകൾ, റിഫ്ലക്ഷൻസ് പറഞ്ഞ ആൾക്കാരുണ്ട് സൂറത്തുൽ ബഖറയുടെ. ഈവൻ എനിക്ക് പേഴ്സണലി അയച്ചു തന്ന പല ആൾക്കാരുണ്ട്. അവരൊക്കെ പറയുന്ന കാര്യങ്ങൾ പലതും എവിഡന്റ് ആയിരുന്നു. കാരണം കിട്ടാനുള്ളത് എവിടെ നിന്നൊക്കെയോ കിട്ടാണ്ട്, ആ നീഡ്സ് എവിടെയൊക്കെ ഫുൾഫിൽ ചെയ്യാണ്ടാവുമ്പോൾ പല സൈക്കോളജി സ്ഥലങ്ങളിൽ പോകും, അവിടെ എന്തെങ്കിലും കിട്ടുമോ നോക്കും അല്ലെ. അല്ലെങ്കിൽ പല മരുന്നുകൾ കഴിക്കേണ്ടി വന്നിട്ടുണ്ട്, അവിടെ അവർക്ക് കിട്ടേണ്ടത് കിട്ടിയിട്ടുണ്ടാവില്ല. അങ്ങനെ കറങ്ങി തിരിഞ്ഞ് ഖുർആനിലെത്തിയപ്പം സുബ്ഹാനല്ലാഹ് അവരുടെ നീഡ്സ് അങ്ങോട്ട് ഫുൾഫിൽ ആയി. അപ്പൊ നമ്മുടെ ഉള്ളിൽ ആ ഒരു ഗ്യാപ്പ് അല്ലാഹു സുബ്ഹാനഹു വതആല അവിടെ വെച്ചിട്ടുണ്ട്. അപ്പം പലപ്പോഴും ഇവൻ നമ്മളെ മക്കള് പോലും സുബ്ഹാനല്ലാഹ് പലതിലേക്കും ചെന്ന് പെടുമ്പോൾ നമ്മൾ ബേജാറാവാറുണ്ട് അല്ലേ. ഞാൻ എത്ര പറഞ്ഞു കൊടുത്തു, അവൻ അത് ചെയ്യുന്നു, ഇവൻ ഇത് ചെയ്യുന്നു. ഇന്നത്തെ കാലഘട്ടത്തിലാണെങ്കിൽ അല്ലെ ഡ്രഗ്സിന്റെ പിന്നാലെ പോകുന്നവരുണ്ട്, ഇവൻ മറ്റു ബന്ധങ്ങളുടെ പിന്നാലെ പോകുന്നുണ്ട്. ഇപ്പൊ ഒരു വിവാഹം വേണ്ടാന്ന് പറഞ്ഞിട്ട് ജോലിയിലും മറ്റു പല കാര്യങ്ങളിലും തൃപ്തി നേടുന്നവരുണ്ട്. ഇനി വിവാഹം തന്നെയാണെങ്കിലും അവര് വിചാരിച്ച ആളുകളെ വിവാഹം കഴിക്കണം എന്ന് പറയുന്ന ആൾക്കാരുണ്ട് അല്ലെ. അല്ലെങ്കിൽ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ലവ് അഫെയർസ് കാര്യങ്ങളിലൊക്കെ പെടും. ഇതൊക്കെ എല്ലാവരും അവനവന്റെ നീഡ്സിന്റെ പിന്നാലെ പോവാണ്. സുബ്ഹാനല്ലാഹ്. ഓക്കെ, അപ്പം അല്ലാഹു സുബ്ഹാനഹു വതആലയ്ക്ക് ഒരു രീതി ഉണ്ട് കേട്ടോ. അതായത് അവരുടെ ഉള്ളിൽ എന്തെങ്കിലും അവർ ആ ഒരു ഹിദായത്തിന് വേണ്ടി തേടിയിട്ടുണ്ടെങ്കിൽ അള്ളാഹു അവരെ തിരിച്ചെത്തിക്കും. ഓക്കെ, അള്ളാഹുവിന്റെ തർബിയ എന്ന് പറയുന്ന സംഭവം എന്ന് പറയുന്നത് അള്ളാഹിന്റെ അനുവാദത്തിന്റെ തന്നെ ഭാഗമാണ്. ചിലപ്പോ അവരെ നിങ്ങൾ എല്ലാ സ്ഥലത്തും നിങ്ങൾ അന്വേഷിച്ച് കഴിഞ്ഞിട്ട് എവിടെയും കിട്ടൂല എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇങ്ങോട്ട് വാ, അപ്പൊ ഞാൻ തരാം. ഇപ്പം കഴിഞ്ഞ ദിവസം എനിക്ക് ഒരു എക്സ്പീരിയൻസ് അയച്ച ഒരു സഹോദരി പറയണ്ടായി. ഒരുപാട് പ്രശ്നങ്ങൾ അവർ ഫേസ് ചെയ്ത് അവസാനം അള്ളാഹ് എന്നെ ഒരു പോയിന്റിൽ കൊണ്ട് ചെന്ന് നിർത്തിച്ച്. ഇനിയിപ്പൊ അള്ളാഹുലേക്ക് മടങ്ങല്ലാതെ വേറെ വഴിയില്ല. കാരണം എനിക്ക് ട്രൈ ചെയ്യാവുന്നതൊക്കെ ഞാൻ ട്രൈ ചെയ്ത്. ഈ പറഞ്ഞ അവരും പറയുമ്പോൾ അവർ പറയുന്നില്ല എന്റെ നീഡ് ഫുൾഫിൽ ചെയ്യാനാണെന്ന്. പക്ഷെ ഇതാണ് സംഭവം. ഓക്കെ, ഈ പറഞ്ഞ എല്ലാ കാര്യത്തിനും എനിക്ക് മനസ്സിലായി എനിക്ക് വേണ്ടത് അവിടെ ഒന്നും കിട്ടുന്നില്ല. അവസാനം അള്ളാഹ് തന്നെ എന്നെ ഒരു പോയിന്റ് കൊണ്ടുവന്ന് വെച്ചു, ഇനി നീ അള്ളാഹിലേക്ക് മടങ്ങിക്കോ, അതേ നിനക്ക് വഴിയുള്ളൂ. അങ്ങനെയാണ് ഞാൻ മടങ്ങിയതെന്ന്. സുബ്ഹാനല്ലാഹ്. ഇങ്ങനെയൊക്കെ തന്നെയാണ് നമ്മളെല്ലാവരും കറങ്ങി തിരിഞ്ഞ് ഇവിടെ എത്തിയതും അല്ലെ.
നമ്മൾ അടുത്ത ജനറേഷൻ പല വഴിക്ക് പോകുമ്പോൾ നമുക്ക് തോന്നാറുണ്ട് അതെന്താ അങ്ങനെ ഇതെന്താ ഇങ്ങനെ, ഇവരൊക്കെ ഇവരുടെ നീഡ്സിന് വേണ്ടിയിട്ട് പോവാണ് സുബ്ഹാനല്ലാഹ്. പക്ഷെ അവിടെ നമ്മൾ മാതൃക കാണിച്ചുകൊണ്ട്, നമ്മളുടെ നീഡ് അള്ളാഹുൽ ഫുൾഫില്ലായ മാതൃക കാണിച്ചുകൊണ്ട് ക്ഷമയോടുകൂടി സ്നേഹത്തോടു കൂടി നമ്മൾ അവിടെ ഉണ്ടെങ്കിൽ അവർക്ക് ഇതൊന്നും എന്തായാലും ഫുൾഫിൽ ആവില്ല. ചിലപ്പോൾ അതൊക്കെ ചില ഡ്രാസ്റ്റിക് സ്റ്റെപ്പുകൾ എടുത്തു കഴിഞ്ഞാൽ അവർ ഫെയിലായിട്ട് തിരിച്ചു വരും, കാരണം ഇതൊന്നും ഫുൾഫിൽ ആവില്ല. അപ്പം അവര് ഫെയിലായിട്ട് വീണ് തകർന്ന് ഇല്ലാണ്ടായി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളുടെ ദ്വാകൾ അവരുടെ കൂടെയുള്ളത്. ഓക്കെ, നമ്മളെ മക്കൾക്ക് വേണ്ടി നമ്മളെ ദ്വാ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാ? അവര് അല്ലെ, ചിലപ്പോൾ നമ്മളെ കൺമുമ്പിൽ നിന്ന് തന്നെ അവർ ചില തെറ്റായ സ്റ്റെപ്പുകളൊക്കെ എടുക്കുന്നുണ്ടാവും സുബ്ഹാനല്ലാഹ്. പക്ഷെ നമ്മുടെ ദ്വാ ആണ് അവരെ അല്ലാഹു സുബ്ഹാനഹു തആലയുടെ തൗഫീഖോട് കൂടി താങ്ങി നിർത്തുന്നത്. ഓക്കെ, അപ്പം എല്ലാവരുടെ ഉള്ളിലും പലതരത്തിലുള്ള ആ ഒരു നീഡ് ഉണ്ട്. അവർക്ക് ആ ഒരു ഇമ്പോർട്ടന്റ് ആവണം അല്ലെ, സ്പെഷ്യൽ ആവണം എന്നുള്ള ആ ഒരു നീഡൊക്കെ എവിടെ അവർ വിചാരിച്ച നമ്മളെ അടുത്ത് നിന്ന് പക്ഷെ അവർക്ക് ഫുൾഫിൽ ആയിട്ടില്ലെങ്കിൽ അവർ ചിലപ്പോൾ അതിനു വേണ്ടിയിട്ട് എവിടെയെങ്കിലും പോകുന്നുണ്ടാവും. സുബ്ഹാനല്ലാഹ്, അള്ളാഹു കാക്കട്ടെ, എല്ലാവരെയും കാക്കട്ടെ. പക്ഷെ നമ്മൾ ഈ എന്താ പറയാ, നമ്മളെ വിചാരം ദീൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ വരച്ച് വെച്ച പോലെ ഇതിങ്ങനെയാണെന്ന് അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നാളെ അങ്ങനെ ആവും എന്നുള്ളതാണ്. അവരുടെ ഉള്ളിൽ ആ ഒരു നഫ്സ് എന്നുള്ളതും അവരുടെ ആവശ്യം എന്നുള്ളതും അല്ലെ അവരുടെ ചിന്തകളും ഒന്നും നമ്മൾ കൺസിഡർ ചെയ്യാൻ തയ്യാറേ അല്ല. നമ്മളെയും വിചാരം നമ്മളും അങ്ങനെയാണെന്നാണ്. ഇന്ന് പറഞ്ഞത് നാളെ അങ്ങോട്ട് കേട്ട് മറ്റന്നാൾ അനുസരിച്ച ആൾക്കാരാണെന്നാണ്. സുബ്ഹാനല്ലാഹ്, നമ്മളും അങ്ങനെയല്ല. നമ്മൾ അങ്ങനെയല്ല, ഇപ്പോഴും അങ്ങനെയല്ല. ഇപ്പോഴും നമ്മൾ ശ്രമിക്കുന്ന ആൾക്കാരാണ്. അൽഹംദുലില്ലാഹ്, സമഅന വ അതഅന ആവാൻ ശ്രമിക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കുന്നത് പോലെ വേറൊരാൾക്കും മറ്റുള്ളവരെ മനസ്സിലാക്കാൻ പറ്റൂല. സുബ്ഹാനല്ലാഹ്, സമഅന വ അതഅന അല്ലെ, നമ്മൾ ശ്രമിക്കുമ്പോഴും നമ്മളെ കൊണ്ട് അത് പറ്റാത്ത പല സ്ഥലങ്ങളും, എല്ലാ സ്ഥലങ്ങളും ഫീലാന്നല്ല വന്ന്, പറ്റാത്ത പല സ്ഥലങ്ങളും ഇപ്പോഴും നമുക്ക് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാകും അല്ലെ. റബ്ബിന്റെ കൽപ്പന നേരിട്ടെത്തിയിട്ട് അതനുസരിക്കാൻ പറ്റാത്ത നമ്മള് ആണ് നമ്മളുടെ കൽപ്പന നമ്മളെ മക്കളെ അനുസരിച്ചോളണം എന്ന് വാശി പിടിക്കുന്നത്. സുബ്ഹാനല്ലാഹ്, അവരതിലേക്ക് എത്തിയിട്ടില്ല അല്ലെ. സുബ്ഹാനല്ലാഹ്, അപ്പം പലരും പല നീഡ്സ് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒറ്റ മിനിറ്റ് ഇപ്പൊ വരാം. അപ്പം എല്ലാവരുടെ ഉള്ളിലും ഈ ഇമ്പോർട്ടന്റ് ആവുക, യുണീക്ക് ആവുക, സ്പെഷ്യൽ ആവുക എന്നുള്ള ആ ഒരു ആവശ്യം എല്ലാവരുടെ ഉള്ളിലും ഉണ്ട്. പക്ഷെ ഇതും ഈ പറഞ്ഞ പോലെ അങ്ങേയറ്റത്തായി പോവാന്നുള്ളത് ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അങ്ങനെയുള്ളവർ അതിനുവേണ്ടി വളരെ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള മെഷേഴ്സ്, സുബ്ഹാനല്ലാഹ്, ചിലർ ഈവൻ ആൽക്കഹോളിലേക്കൊക്കെ തിരിയുന്നത്, ഡ്രഗ്സിലേക്ക് തിരിയുന്നതൊക്കെ അവർക്ക് അവരുടെ ആ ഒരു സ്പെഷ്യൽ ഫീലിംഗ്, ആ ഒരു സിഗ്നിഫിക്കൻസ് ഫീലിംഗ് അതിൽ നിന്ന് കിട്ടുന്ന അവർക്ക് ഒരു നിർവൃതി കിട്ടുന്നത് കൊണ്ടാണ്. പിന്നെ ചിലരിങ്ങനെ വാദപ്രതിവാദങ്ങളിലും തർക്കങ്ങളിലും ഏർപ്പെടുന്ന ആളുകളുണ്ട്. അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ വാദപ്രതിവാദങ്ങളും തർക്കങ്ങളും ഒക്കെ അവരെന്നെ ജയിക്കാൻ അവർക്ക് അങ്ങോട്ട് തോന്നുകയാണ്. അതൊക്കെ ഒരു തരം, ശരിക്കും അതൊക്കെ ഒരു മാനസികമായിട്ടുള്ള പല പല അവസ്ഥകൾ തന്നെയാണ്. സുബ്ഹാനല്ലാഹ്, പക്ഷേ ഓക്കെ, ഞാൻ രണ്ട് പറഞ്ഞ് ഞാൻ ജയിച്ചു അല്ലെ, അവര് ഒന്നും മിണ്ടാണ്ടായി, അപ്പൊ അവിടെ ഞാനാണ് ഇമ്പോർട്ടന്റ്, ഞാനാണ് ശരി എന്നൊക്കെ തോന്നുന്ന ആ ഒരു അവസ്ഥകൾ. സുബ്ഹാനല്ലാഹ്. അപ്പം ഈ പറഞ്ഞതും ഒരു നീഡാണ്. ഇനി അടുത്ത ഒരു നീഡ് എന്ന് പറയുന്നത് കണക്ഷൻ അല്ലെങ്കിൽ ലവ്. ആരെങ്കിലും ഒരാൾ അല്ലെങ്കിൽ എന്തിനോടെങ്കിലും ഉള്ള ഒരു പ്രത്യേക ആ ഒരു ക്ലോസ്നെസ് എന്നുള്ള ആ ഒരു ആവശ്യം. സുബ്ഹാനല്ലാഹ്, അതും എല്ലാ മനുഷ്യന്മാരുടെയും ആവശ്യങ്ങളിൽ പെട്ടതാണ്. എല്ലാവർക്കും അവർക്ക് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ക്ലോസ് ആയിട്ടുള്ള ഏതെങ്കിലും ഒന്നിനോടെങ്കിലുമുള്ള ആ ഒരു ഇഷ്ടം ഭയങ്കര ആവശ്യമാണ്. അങ്ങനെയാണ് നമ്മളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാക്കിയിട്ടുള്ളത്. സുബ്ഹാനല്ലാഹ്. ഓക്കെ, അപ്പം പലപ്പോഴും അല്ലെ എൻ്റെ എന്താണ്, എനിക്ക് ജീവിക്കാൻ തന്നെ ഒരു കാരണം വേണമെങ്കിൽ ആ ഒരു സ്നേഹം അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്നിനോടുള്ള ആ ഒരു ഇഷ്ടം നമുക്ക് വേണം. അല്ലെങ്കിൽ ഒരു സ്നേഹവും നമുക്ക് കിട്ടുന്നില്ല, ആരും എന്നെ സ്നേഹിക്കുന്നില്ല എന്നൊക്കെ തോന്നിക്കഴിഞ്ഞാൽ ജീവിക്കാതിരിക്കാനൊക്കെ തോന്നുന്ന ഒരവസ്ഥകൾ. സുബ്ഹാനല്ലാഹ് അല്ലെ. ഇപ്പം നമ്മൾ പല ആത്മഹത്യകളും നമ്മൾ നമ്മുടെ ചുറ്റുപാടും കാണുന്നുണ്ട് അല്ലെ. അപ്പം ഇതുപോലെ എന്തെങ്കിലും ഒരു നീഡ് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടും പറ്റാതെ ആയിരിക്കണം അവരൊക്കെ പോണത്. ഒരു പക്ഷെ നമ്മളുടെ കണ്ണിന്റെ മുമ്പിൽ തന്നെ വളർന്നവരായിരിക്കും. സുബ്ഹാനല്ലാഹ്, അവരുടെ ഉള്ളിലുള്ള ആവശ്യങ്ങൾ നമ്മൾ കാണാതെ പോയതായിരിക്കും അല്ലെ. അല്ലാഹു സുബ്ഹാനഹു വ തആല കാക്കട്ടെ എല്ലാവരെയും, എല്ലാ മക്കളെ തൊട്ടും. ഇനിയും അതുപോലെ തന്നെ ന്യൂസുകൾ കേൾക്കുന്നതിനെ തൊട്ട് റബ്ബ് നമ്മളെ കാക്കട്ടെ. അത് ഫേസ് ചെയ്ത എല്ലാ കുടുംബങ്ങൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല എളുപ്പം കൊടുക്കട്ടെ. ആമീൻ. അപ്പം എന്തിനോടെങ്കിലും ക്ലോസ് ആയിരിക്കുക എന്നുള്ള ആ ഒരു അവസ്ഥ. സുബ്ഹാനല്ലാഹ്, അപ്പം ആ ഒരു ഇഷ്ടത്തിന് വേണ്ടിയിട്ട്, ആ ഒരു ഇഷ്ടം കിട്ടാൻ വേണ്ടിയിട്ട് ഏതറ്റം വരെയും പോകുന്ന അവസ്ഥകൾ, അത് പല പല മോശം അവസ്ഥകളിലേക്കും പോവാം. ഈവൻ ഒരു നോർമൽ ഫാമിലി ലൈഫിലേക്ക്, ഒരു ഭാര്യ ഭർത്തൃ ബന്ധത്തിലേക്ക് പോലും എത്തുമ്പം സ്വയം ഇല്ലാണ്ടാക്കി, സെൽഫ് കെയർ പോലും ഇല്ലാണ്ട്, റബ്ബിനെ പോലെ മറന്നിട്ട് ആ ഒരു ബന്ധം നിലനിർത്താൻ വേണ്ടിയിട്ട്
അറ്റം വരെയും എഫേർട്ട് ഇടും. ഏത് തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ആ ഒരു ബന്ധം നിലനിർത്താൻ വേണ്ടി തെറ്റ് ചെയ്താൽ പോലും അത് ശരിയാണെന്ന് തോന്നുന്ന അവസ്ഥകൾ, സുബ്ഹാനല്ലാഹ്, ഇതൊക്കെ ഈ പറഞ്ഞ കണക്ഷൻ അല്ലെങ്കിൽ ലവ് എന്ന് പറയുന്ന ആ ഒരു ആവശ്യത്തിന് നിലനിർത്താൻ വേണ്ടിയിട്ട് മനുഷ്യന്മാരെടുക്കുന്ന എഫേർട്സ് ആണ്. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. എത്രയും ഫ്രീ ആയിട്ട് കൊടുത്തോണ്ടേയിരിക്കുക. കാരണം അത് നിലനിർത്തണം ആ ബന്ധങ്ങൾ. സുബ്ഹാനല്ലാഹ്. പിന്നെ ഈ പറഞ്ഞ പോലെ അത് ഇപ്പം ഒരു ബന്ധത്തിൽ എന്നുള്ളതല്ല, ചിലർക്ക് ഇങ്ങനെ അവരുടെ ജനറൽ നേച്ചർ തന്നെ ആ ഒരു ലവ് എന്നുള്ള അത് കൊടുത്തോണ്ടിരിക്കുന്ന ആളുകൾ ഉണ്ടാവും അല്ലെ. അപ്പൊ അവര് ഇതുപോലെ നല്ല എല്ലാവർക്കും കൊടുത്തോണ്ടേയിരിക്കുന്ന, അതൊക്കെ ആ ഈ ഓരോ നീഡും ഓരോരുത്തരുടെ ഉള്ളിലും എത്രത്തോളം ഉണ്ടെന്നുള്ളതിനനുസരിച്ച്. ഇപ്പൊ നമ്മളൊക്കെ ചിലപ്പോൾ നമ്മളെ മക്കളെ കൊണ്ടൊക്കെ പറയാറുണ്ട്, ഒരു മനുഷ്യന്മാരായിട്ട് ഒരു ബന്ധവും ഇല്ല അല്ലെ, ഒന്നും മിണ്ടേയില്ല, ഒന്നും ചിരിക്കേയില്ല, ഒരു ഇഷ്ടവും ഇല്ല. അവരുടെ ഉള്ളിലുള്ള വേറെ പല നീഡുകളായിരിക്കും അവർ കൂടുതൽ പ്രയോറിറ്റൈസ് ചെയ്ത്. ഇതെല്ലാ നീഡ്സും എല്ലാവരുടെ ഉള്ളിലും ഉണ്ട്. ഓരോ അളവിലാണ് ഓരോരുത്തർ ഓരോന്നിനാണ് പ്രയോറിറ്റി കൊടുത്തിട്ടുള്ളത് എന്നേ ഉള്ളൂ. സുബ്ഹാനല്ലാഹ്. ഓക്കെ. അപ്പം ഇങ്ങനെയുള്ള ഭയങ്കര ആ ഒരു ലവ് അല്ലെങ്കിൽ കണക്ഷൻ എന്നുള്ള ആളുകൾ പൊതുവെ മറ്റുള്ളവരുടെ ഇഷ്ടം അല്ലെങ്കിൽ മറ്റുള്ളവരുമായിട്ട് കണക്റ്റഡ് ആയിരിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ എല്ലാവർക്കും പറ്റുന്നത് പോലെ നല്ല രീതിയിൽ അവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുക, ചിലപ്പോൾ നോ പറയാൻ പറ്റാതിരിക്കുക എന്നൊക്കെ ഉള്ളത് ഈ ഒരു നീഡിനെ ഭയങ്കരമായിട്ട് പ്രയോറിറ്റൈസ് ചെയ്ത ആളുകളാണ്. സുബ്ഹാനല്ലാഹ്. ഇനി ഒരു കാര്യം പറയാനുള്ള, അടുത്ത രണ്ട് നീഡ് പറയുന്നതിന് മുമ്പ് പറയാനുള്ളത്, ഈ 4 കാര്യങ്ങളും സെർട്ടനിറ്റി, വെറൈറ്റി, സിഗ്നിഫിക്കൻസ്, ലവ്, കണക്ഷൻ, ഇത് എല്ലാവരുടെയും ബേസിക് നീഡ്സിൽ പെട്ടതാണ്. ഓക്കെ. ഈ സംഭവങ്ങൾ 4ഉം ഫുൾഫിൽ ആയിട്ടുള്ള, ഏതെങ്കിലും രീതിയിൽ ഫുൾഫിൽ ആയിട്ടുള്ള ആളുകൾ മാത്രമേ അടുത്ത 2 നീഡ്സ്, അതായത് ഗ്രോത്ത് എന്ന് പറയുന്നതാണ് 5ാമത്തത്, ഓക്കെ, 6ാമത്തെ നീഡ് എന്ന് പറയുന്നത് കോൺട്രിബ്യൂഷൻ, നമുക്ക് അതിലേക്ക് പോവാം. ഈ 2 നീഡ്സിലേക്കും പൊതുവെ എത്തുള്ളൂ. അതായത് ഇങ്ങനെ ചിന്തിക്കാം, ഒരാള് സുബ്ഹാനല്ലാഹ് അയാളുടെ സെർട്ടനിറ്റി എന്ന് പറയുന്നത്, അതായത് ഉറപ്പ് എന്നുള്ള ആ ഒരു അവസ്ഥ അയാൾക്ക് ഫുൾഫിൽ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ, അയാൾക്ക് ഇപ്പം നാളെ താമസിക്കാൻ അയാൾക്കൊരു ഇടമുണ്ടോ അല്ലെങ്കിൽ ഇന്ന് കഴിക്കാൻ ഭക്ഷണം ഉണ്ടോ എന്ന് ഉറപ്പില്ലാത്ത ഒരു വ്യക്തി, ഇപ്പൊ നമ്മളൊക്കെ കാണുന്നല്ലേ പാലത്തിന്റെ ചോട്ടിലൊക്കെ താമസിക്കുന്ന ആളുകൾ, അവരെ സംബന്ധിച്ചിടത്തോളം എന്ത് ഗ്രോത്ത് അല്ലെ. ഗ്രോത്തിനെ കുറിച്ച് അവർക്ക് ചിന്തിക്കാൻ പറ്റുമോ? കാരണം അവരുടെ ബേസിക് നീഡ്സ് ഫുൾഫിൽ ആയിട്ടില്ല. സുബ്ഹാനല്ലാഹ്. ഇനി പോട്ടെ, ഇപ്പൊ ഗ്രോത്ത്, അതിനു മുമ്പ് ഗ്രോത്ത് എന്താന്ന് പറയാം. ഗ്രോത്ത് എന്ന് പറയുമ്പോൾ നമുക്ക് എന്തൊരു കാര്യത്തിലും ഓക്കെ അടുത്ത ലെവലിലേക്ക് പോയിക്കൊണ്ടിരിക്കാനുള്ള, അല്ലെങ്കിൽ പഠിക്കുകയാണെങ്കിലും കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനാണെങ്കിലും കൂടുതൽ കാര്യങ്ങൾ അച്ചീവ് ചെയ്യുന്ന കാര്യങ്ങളിലാണെങ്കിലും എല്ലാത്തിലും അടുത്ത ലെവലിലേക്ക് പോകാനുള്ള ആ ഒരു ആവേശം, ഓക്കെ, അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനം, അതാണ് ആ ഒരു നമ്മളെ കപ്പാസിറ്റീനെ നമ്മൾ ഇങ്ങനെ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മളെ കേപ്പബിലിറ്റി അല്ലെങ്കിൽ നമ്മുടെ അറിവ്, അതിനൊക്കെ ഇങ്ങനെ ഇൻക്രീസ് ചെയ്യുന്നതിനാണ്, കൂട്ടുന്നതിനാണ് ഗ്രോത്ത് എന്ന് പറയുന്നത്. അടുത്ത ലെവലിലേക്ക് എല്ലാ കാര്യത്തിലും പോയിക്കൊണ്ടിരിക്കുക. അത് നമ്മൾ ആ ഒരു ലെവലിലേക്ക് നമ്മൾ ആ ഒരു നീഡ് ഫുൾഫിൽ ചെയ്യണമെങ്കിൽ, സത്യം പറയണമെങ്കിൽ നമ്മുടെ ഈ ആദ്യത്തെ 4 ഫുൾഫിൽഡ് ആയിരിക്കും, അറ്റ്ലീസ്റ്റ് മിനിമം എങ്കിലും. ഓക്കെ. ഒരാള് ഇപ്പോഴും അയാളുടെ സ്നേഹത്തിന് വേണ്ടി തേടിക്കൊണ്ടിരിക്കുന്ന ആളാണെങ്കിൽ, അയാൾക്ക് വേണ്ട സ്നേഹം എന്ന് പറയുന്ന സംഭവം ഫുൾഫിൽ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അയാൾക്ക് ഗ്രോത്തിനെ കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റില്ല. നമ്മൾ ഓരോരുത്തരും ഒന്ന് ചിന്തിച്ചു നോക്കാം, നമ്മളുടെ ഉള്ളിൽ അല്ലാഹു സുബ്ഹാനഹു തആലയോടുള്ള ഇഷ്ടം എന്ന് പറയുന്ന ആ ഒരു സംഭവം വന്നിട്ടില്ലാതിരുന്ന ഒരു കാലം ആർക്കെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ, വേറെ എന്തിനെങ്കിലും തേടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് എങ്ങനെ പോയി കഴിഞ്ഞാലും അല്ലെ, നമുക്ക് പഠനങ്ങളിലും ചിലപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. നമ്മൾ നിസ്കരിക്കുന്നുണ്ടാവും ഒരു പേരിന്, നമ്മളെ നമസ്കാരങ്ങളും നമ്മുടെ ദ്വാകളും മുഴുവനും ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു നീഡ് ഫുൾഫിൽ ചെയ്യാനുള്ള അല്ലെ. ഒന്നെങ്കിൽ അല്ലാഹ് റബ്ബേ വീടില്ല, അത് മെജോറിറ്റി ഇമ്പോർട്ടന്റ് നീഡ് ആവുമ്പോഴാണ് കേട്ടോ. അതിനെ ബാലൻസ് ചെയ്യാൻ പറ്റുന്ന ആളുകൾ, അള്ളാഹുവിന്റെ സ്നേഹത്തിന് താഴെ അതിനെ വെക്കാൻ പറ്റുന്ന ആൾക്കാർക്ക് ഇതൊന്നും ഒരു വിഷയമല്ല. പക്ഷെ അതിലേക്ക് എത്താത്ത കാലം അത്രയും നമ്മളുടെ നമസ്കാരങ്ങളും ഇബാദത്തുകളും പോലും നമ്മൾ ആ ഒരു സെർട്ടനിറ്റിക്ക് വേണ്ടിയിട്ടുള്ള, അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു സ്നേഹത്തിന് വേണ്ടിയിട്ടുള്ള, നമ്മളെ അംഗീകാരത്തിന് വേണ്ടിയിട്ടുള്ള തേടലുകളായിട്ടുണ്ടാവും അല്ലെ. സുബ്ഹാനല്ലാഹ്. എന്ന് ആ ഒരു ലവ് അല്ലെങ്കിൽ അള്ളാഹിനെ കൊണ്ട് നമ്മളെ ഹൃദയം ഫില്ലാക്കാൻ പറ്റി, അല്ലെങ്കിൽ അതാണ് ശരി, അല്ലെങ്കിൽ ബാക്കി നമ്മൾ തേടിയതൊന്നും അല്ലായിരുന്നു നമുക്ക് മനസ്സിലായോ, അപ്പൊ മുതലാണ് നമ്മൾക്ക് ഈ പറഞ്ഞ ഗ്രോത്തിലേക്കും ഇനിയും കൂടുതൽ മെച്ചപ്പെടണം, ഇനിയും പഠിക്കണം, ഇനി കൂടുതൽ ചെയ്യണം, നമ്മളുടെ ബൗണ്ടറീസ് ഒക്കെ നമ്മൾ പുഷ് ചെയ്ത് ഇന്ന് ചെയ്തതിനേക്കാൾ കൂടുതൽ മെച്ചപ്പെട്ട കാര്യം നാളെ ചെയ്യാനൊക്കെ നമ്മൾ തുടങ്ങിയപ്പോഴാണ് നമ്മളുടെ ഈ പറഞ്ഞ ആവശ്യങ്ങളൊക്കെ അത്യാവശ്യത്തിന് ഫുൾഫിൽ ആയി കഴിയുമ്പോഴാണ്. ഇത് നമ്മളെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ തന്നെ നമ്മൾ ചുറ്റുപാടുകൾ ഉള്ള ആൾക്കാരെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം അല്ലെ. നമ്മൾ പലപ്പോഴും നമ്മളെ കുടുംബത്തിലെയും പലരെ കുറിച്ചും പരാതി പറയാറുണ്ട് അല്ലെ. അവരിതിലേക്ക് എത്തുന്നില്ല, അവർ പഠിക്കുന്നില്ല, അവർ ചെയ്യുന്നില്ല, അവർക്ക് അള്ളയില്ല. സുബ്ഹാനല്ലാഹ്. അവർക്ക് അവരുടെ പല നീഡ്സും ഇപ്പോഴും
ഫുൾഫിൽ ആവാതെ കിടക്കുന്നുണ്ടാവും. നമ്മളൊന്ന് ശരിക്കും അവരെ മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ നമുക്ക് തന്നെ മനസ്സിലാവും. സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് അല്ലെ, അവരെന്തുകൊണ്ടാണ് ഇതിലേക്ക് എത്താത്തത്. അപ്പൊ നമ്മൾ കാണിക്കേണ്ട ആ ഒരു കമ്പാഷൻ ഉണ്ട്, ആ ഒരു സ്നേഹമുണ്ട്, ആ ഒരു സമയമുണ്ട്, ക്ഷമയുണ്ട്, കാരുണ്യമുണ്ട്, അതൊക്കെ അങ്ങോട്ട് കാണിച്ചു കഴിഞ്ഞാൽ സുബ്ഹാനല്ലാഹ് അവരുടെ ഹൃദയത്തിൽ വക്രത ഇല്ലെങ്കിൽ എന്തായാലും നമ്മളുടെ ആ ജീവിതം കൊണ്ടുള്ള ദഅവ മതി അവര് ദീനിലേക്ക് എത്താൻ. സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് അല്ലെ. പക്ഷെ നമ്മളെപ്പോഴും പരാതി പറഞ്ഞുകൊണ്ട് അവരങ്ങനെ ഇവരിങ്ങനെ മറ്റത് അങ്ങനെയൊന്നും പറഞ്ഞിട്ട് നമ്മുടെ നീഡ് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വേറെ വഴികൾ കണ്ടെത്തുമ്പോൾ നമ്മൾക്കൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല തന്ന വലിയ ചാൻസ് ആണ് അല്ലെ. അള്ളാഹ് നമ്മളെ സൃഷ്ടിച്ചപ്പം, അള്ളാഹിനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി അള്ളാഹ് സൃഷ്ടിച്ചപ്പം അള്ളാഹു ഇബാദത്ത് ചെയ്യാനുള്ള എല്ലാ അവസരവും ഒരുക്കിയിട്ട് നമ്മളെ ഇങ്ങോട്ട് വിട്ടിട്ടുള്ളത്. ഓക്കെ, അതിന് നമുക്ക് എന്ത് പ്രയാസം ഉണ്ടെങ്കിലും അള്ളാഹു അത് നികത്തി തരുന്ന രീതിയിൽ തന്നെയാണ് അള്ളാഹു ഇങ്ങോട്ട് നമ്മളെ വിട്ടിട്ടുള്ളത്. അതേപോലെ അള്ളാഹ് നമ്മളെ ഖലീഫമാരായിട്ടില്ലേ, അള്ളാഹിന്റെ ദീനിനെ നിലനിർത്താൻ വേണ്ടി ഇങ്ങോട്ട് അയച്ചപ്പോൾ നമ്മളൊക്കെ പരാതി പറയും, എനിക്ക് പുറത്തു പോകാൻ പറ്റില്ല, ദഅവ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് പരാതി പറയുമ്പോൾ നമ്മളെ വീടിനകത്ത് വലിയ ദഅവ ഗ്രൗണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി തന്നിട്ടുണ്ട്. പക്ഷെ നമ്മളത് അറിയുന്നുമില്ല, മനസ്സിലാക്കുന്നുമില്ല. പരാതി പറഞ്ഞിട്ട് അത് മോളത് പറഞ്ഞാൽ ചെയ്യില്ല, മോനത് പറഞ്ഞാൽ ചെയ്യില്ല, മൂപ്പര് ഇത് പറഞ്ഞാൽ ചെയ്യില്ല. അതിന് നമ്മൾ കാണിച്ചു കൊടുത്തിട്ട് വേണ്ടേ, നമ്മൾ കാണിച്ചു കൊടുത്തതിൽ അവർക്ക് എന്തെങ്കിലും അട്രാക്ഷൻ തോന്നിയിട്ട് വേണ്ടേ അല്ലെ. സുബ്ഹാനല്ലാഹ്. അപ്പം ആ ഒരു ഞാൻ പറഞ്ഞു വന്നത്, ഗ്രോത്ത് എന്ന് പറയുന്ന അടുത്ത ഒരു ലെവലിലേക്ക് കൂടുതൽ കൂടുതൽ ചെയ്യണം, കൂടുതൽ മനസ്സിലാക്കണം. അടുത്ത ലെവൽ എന്തൊരു കാര്യത്തിലാണെങ്കിലും ഓക്കെ, ഇതിപ്പം ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഒരു ദീനി കോണ്ടെക്സ്റ്റിൽ അല്ലെങ്കിൽ പോലും ആപ്ലിക്കബിൾ ആട്ടോ. ഒരു വിശ്വാസി അല്ലാത്ത ഒരു അവിശ്വാസിയായ മനുഷ്യൻ പോലും ഗ്രോത്തിലേക്കൊക്കെ എത്തുന്നുണ്ടെങ്കിൽ, കാരണം അവര് ഇപ്പം അവരുടേതായ ജീവിതത്തിൽ അവരുടെയൊക്കെ കരിയറിലോ അല്ലെങ്കിൽ സാമ്പത്തിക അവസ്ഥയിലൊക്കെ അവർ ഗ്രോത്തിലേക്ക് എത്തുന്നുണ്ടെങ്കിൽ അവരുടെ മറ്റു ആവശ്യങ്ങളൊക്കെ ഫുൾഫിൽ ആയതുകൊണ്ടാണ്. ഓക്കെ, അവർക്ക് തൽക്കാലത്തേക്കെങ്കിലും അവർക്കൊരു സ്നേഹം കിട്ടുന്നുണ്ടാവും, അംഗീകാരം കിട്ടുന്നുണ്ടാവും, അവർക്ക് സർട്ടനിറ്റി ഉണ്ടാവും അല്ലെ, അവർക്ക് താമസിക്കാൻ ഒരു വീടും കഴിക്കാൻ ഭക്ഷണം ഉള്ളപ്പോഴാണ് അവർ ഗ്രോത്തിനെ കുറിച്ച് ചിന്തിക്കുക. സുബ്ഹാനല്ലാഹ്. നമ്മൾ എല്ലാം ഇസ്ലാമികമായ കോണ്ടെക്സ്റ്റിൽ പറയുന്നത് കൊണ്ടാണ് ഞാൻ അത്തരം ഉദാഹരണങ്ങൾ എടുത്തു വെച്ച് പറഞ്ഞത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതൊക്കെ ഇങ്ങനത്തെ എന്തെങ്കിലും ഒന്ന് ഫുൾഫിൽ ആയിട്ടില്ലെങ്കിൽ നമുക്ക് ഗ്രോത്തിനെ കുറിച്ച് ചിന്തിക്കാൻ പറ്റില്ല. അപ്പൊ നമുക്ക് തന്നെയും ഓക്കെ ഇപ്പോഴും ഒരു കോൺസ്റ്റന്റ് ആയിട്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് പറ്റുന്നില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിന്റെ അകത്ത് എവിടെയോ അൺഫുൾഫിൽഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു സംഭവങ്ങൾ അവിടെ ഉണ്ടാവും. നമ്മൾ തേടുന്ന എന്തെങ്കിലും ഉണ്ടാവും. അള്ളാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് അതിന് തിരിച്ചു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. സുബ്ഹാനല്ലാഹ്. ഓക്കെ, നമ്മളെ ഹൃദയത്തിനെ അള്ളാഹുലേക്ക് തിരിച്ചു കഴിയുമ്പോണ്ടല്ലോ ഈ പറഞ്ഞ എല്ലാം അള്ളാഹ് നമ്മളെ ഹൃദയത്തിലേക്ക് അങ്ങോട്ട് ഇറക്കും. എല്ലാം അള്ളാഹിനെ സുബ്ഹാനല്ലാഹ് ബ്ലൈൻഡ് ആയിട്ട് അള്ളാഹ് പറഞ്ഞ വാക്കുകളൊക്കെ അതേപടി അങ്ങോട്ട് വിശ്വസിച്ച് അള്ളാഹ് അൽ വദൂദാണ്, അള്ളാഹിന്റെ സ്നേഹം എനിക്ക് മതി എന്ന് വിചാരിച്ച് നമ്മൾ തിരിഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ ഇതൊക്കെ നമുക്ക് വേണ്ട ചാനലുകളിലൂടെ അള്ളാഹു ഇങ്ങോട്ട് ഇറക്കിക്കോളും. സ്നേഹവും എത്തും, അംഗീകാരവും എത്തും, ഉറപ്പും എത്തും. നമ്മളുടെ എല്ലാം നമ്മളിപ്പം വിചാരിക്കുന്ന നമുക്ക് എന്തൊക്കെ ബ്ലോക്കുകൾ ഉണ്ടോ അല്ലെ, എന്തെങ്കിലും ദീനിന്റെ കാര്യത്തിൽ പഠിക്കാൻ പറയുമ്പോൾ നമ്മൾ പറയുന്ന ബ്ലോക്കുകൾ ഉണ്ട്, പ്രവർത്തിക്കാൻ പറയുമ്പോൾ നമ്മൾ പറയുന്ന ബ്ലോക്കുകളുണ്ട്. എല്ലാവർക്കും പല പല ബ്ലോക്കുകൾ അല്ലെ, പല കാരണങ്ങളാണ്. അത് ആരോഗ്യമായിരിക്കാം പ്രശ്നം, പൈസ ആയിരിക്കാം പ്രശ്നം, സമയമായിരിക്കാം പ്രശ്നം, മൂപ്പരായിരിക്കും പ്രശ്നം, മക്കളായിരിക്കും പ്രശ്നം, പ്രായമുള്ള ഉമ്മയായിരിക്കും പ്രശ്നം. ഇതൊക്കെ ഉണ്ടല്ലോ നമ്മൾ അള്ളാഹിലേക്ക് അങ്ങോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹ് ഇങ്ങനെ 1 by 1 ആയിട്ട് ഓരോന്നും നമുക്ക് സോൾവ് ആക്കി തരും. അപ്പോൾ നമുക്ക് സുബ്ഹാനല്ലാഹ് ഗ്രോത്ത് എന്ന് പറയുന്നതിലേക്ക് കാല് വെക്കാൻ പറ്റും. അപ്പം ഗ്രോത്ത് എന്താണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മൾ എല്ലാ കാര്യത്തിലേക്കും അടുത്തടുത്ത ലെവലിലേക്ക് കൂടുതൽ ചിന്തിക്കാനും കൂടുതൽ പ്രവർത്തിക്കാനും കൂടുതൽ പഠിക്കാനും എല്ലാ കാര്യങ്ങളും, അത് നമ്മളെ കരിയറിലാണെങ്കിലും അടുത്ത ലെവലിലേക്ക് എല്ലാ കാര്യത്തിലും അടുത്ത ലെവലിലേക്ക് പോകാൻ പറ്റുക എന്നുള്ളത്. ഇനി ലാസ്റ്റ് ഒരു നീഡാണ് കോൺട്രിബ്യൂഷൻ. എല്ലാവരുടെ ഉള്ളിലും ഈ പറഞ്ഞ സർവീസ് എന്ന് പറയുന്ന മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു കൊടുക്കണം, സഹായിക്കണം, അവർക്ക് കൊടുക്കണം, അവരെ ഏതെങ്കിലും രീതിയിൽ സപ്പോർട്ട് ചെയ്യണം എന്നുള്ള ആവശ്യം എല്ലാവരുടെ ഉള്ളിലും ഉണ്ടാവും. പക്ഷെ നമുക്കത് എത്തിയിട്ടും അത് അങ്ങോട്ട് എത്താത്തത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഈ പറഞ്ഞ കുറെ ബേസിക് നീഡ്സിലേക്ക് നമ്മളിപ്പോഴും സ്ട്രഗ്ലിംഗ് ആണ്. ബേസിക് നീഡ്സ് ഇപ്പോഴും നമുക്ക് ഫുൾഫിൽ ആയിട്ടില്ല. നമ്മളുടെ എന്തോ ഒരു സർട്ടനിറ്റിയിലെ നമ്മൾ തേടുന്ന എന്തോ ഒരു സർട്ടനിറ്റി, ഈ പറഞ്ഞ പോലെ വീടിന്റെയോ അല്ലെങ്കിൽ ഭക്ഷണത്തിന്റെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തരത്തിലുള്ള ഭാവിയുടെ ഒരു അഷ്വറൻസ് ഇല്ലാത്ത ഒരവസ്ഥയോ അല്ലെങ്കിൽ നമുക്ക് എന്തോ ഫുൾഫിൽ ആവാത്ത നമ്മൾക്ക് ഒരു ആവശ്യം, നമ്മളുടെ ഒരു ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ നമുക്കൊരു അംഗീകാരം കിട്ടാത്ത ഒരവസ്ഥയോ അല്ലെങ്കിൽ നമുക്കൊരു സ്നേഹം തേടുന്നിടത്തുനിന്ന് കിട്ടാത്ത ഒരവസ്ഥയോ എന്തിലെങ്കിലൊക്കെ നമ്മൾ സ്റ്റക്ക് ആണെങ്കിൽ നമ്മളുടെ ഉള്ളിൽ മറ്റുള്ളവരെ സഹായിക്കണം, അതിലേക്ക് ഇറങ്ങണം, പല കാര്യങ്ങളുണ്ടെങ്കിലും നമുക്കത് ചെയ്യാൻ പറ്റൂല. ശരിക്കും നമ്മളെ ജീവിക്കുക എന്ന് പറയുന്നതിന്റെ ഒരു സീക്രട്ട് എന്ന് പറയുന്നത് തന്നെ കൊടുക്കലാണ്. കാരണം കൊടുക്കുമ്പോൾ കിട്ടുന്നത് എന്ത് കൊടുത്താലും കേട്ടോ, അതിപ്പോ പൈസ എന്നുള്ളതല്ല, സഹായം കൊടുത്താലും സപ്പോർട്ട് കൊടുത്താലും മെന്റൽ സപ്പോർട്ട് കൊടുത്താലും ഉപദേശം കൊടുത്താലും അറിവ് കൊടുത്താലും ഒക്കെ കൊടുക്കൽ തന്നെയാണ്. നമ്മള് ജീവിക്കുക എന്ന് പറയുന്നതിന്റെ പിന്നിലുള്ള സീക്രട്ട് എന്ന് പറയുന്നത് തന്നെ കൊടുക്കലാണ്. സുബ്ഹാനല്ലാഹ്. ഓക്കെ, അപ്പം കൊടുക്കാൻ തുടങ്ങുമ്പോഴാണ് നമുക്ക് ഓക്കെ നമ്മളെ ജീവിതത്തിന് എന്തെങ്കിലുമൊക്കെ ഒരു അർത്ഥം വന്നു എന്ന് നമുക്ക് തോന്നി തുടങ്ങാം. സുബ്ഹാനല്ലാഹ്.
ഓക്കെ, ആ ഒരു തോന്നലിലേക്ക്, ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിയിട്ടില്ലെങ്കിൽ ഇതുപോലെ എന്തൊക്കെയോ ഫുൾഫിൽ ആവാത്തത് കിടക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. ഈ നീഡിന്റെ കാര്യം പറയുമ്പോൾ ശരിക്കും എൻ്റെ ഒരു സജഷൻ എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ആദ്യം ഇത് ഒന്ന് കേട്ട് നോക്കുക നിങ്ങളെ മനസ്സിൽ വെച്ചിട്ട്. ഓക്കെ, എവിടേക്കെങ്കിലും സ്റ്റക്ക് ആണെന്നുള്ളത്, എന്നിട്ട് മാറ്റി വെച്ചിട്ട് വീണ്ടും ഒന്ന് കേട്ട് നോക്കുക നിങ്ങളുടെ വീടുകളിലുള്ള ഓരോരുത്തരെയും മനസ്സിൽ വെച്ചിട്ട്. അപ്പൊ നമുക്ക് മനസ്സിലാവും അവരൊക്കെ ഏത് ഏറ്റവും ചുരുങ്ങിയത് മിനിമം ലെവലിലെങ്കിലും നമുക്ക് മനസ്സിലാവും ഏതൊക്കെയോ നീഡ്സിൽ അവരൊക്കെ സ്റ്റക്കാണെന്ന്. അതുകൊണ്ടാണ് നമ്മളൊന്നും വിചാരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് അവർക്കൊന്നും എത്താൻ പറ്റാത്തത്. അവർക്ക് ഒരുപാട് സഹായം, സപ്പോർട്ട് ആവശ്യമുണ്ട്, നമ്മളുടെ സപ്പോർട്ട് ആവശ്യമുണ്ട്, നമ്മളെ സമയവും അവർക്ക് ആവശ്യമുണ്ട്. ഓക്കെ, അപ്പൊ നമ്മളെ ഒക്കെ സുബ്ഹാനല്ലാ, ദീനെന്ന് പറയുമ്പോൾ അല്ലെ, എനിക്ക് ഒന്നിനും സമയമില്ല, കുടുംബക്കാർക്ക് കൊടുക്കാൻ സമയമില്ല, ഓരോടും മിണ്ടാൻ സമയമില്ല, എനിക്ക് പഠിക്കുക ക്ലാസ് വെക്കുക, പഠിക്കുക ക്ലാസ് വെക്കുക, പഠിക്കുക ക്ലാസ് വെക്കുക, അല്ലെ, അതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുക, അങ്ങനെയൊക്കെ പറയുന്ന ആളുകളെ ശരിക്കും ശ്രദ്ധിക്കുക. നമ്മളെ ദീനെന്ന് പറയുന്നത് ഒരിക്കലും ജീവിതവുമായിട്ട് മാറ്റി നിർത്താൻ പറ്റുന്ന, സെപ്പറേറ്റ് ആക്കി വെക്കുന്ന ഒരു സാധനയല്ല ദീൻ. ഓക്കെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇത്രയും വലിയ അവസ്ഥയിൽ ദീൻ നടത്തുമ്പം അല്ലെ, ഇത്രയും ഭാര്യമാരെയും അവരുടെ വീടുകളും ഇത്രയും ഫ്രണ്ട്സിനെയും ഇത്രയും വലിയ സമൂഹത്തിനെയും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ജീവിതം വേറെ ദീൻ വേറെ അല്ലാത്തത് കൊണ്ടാണ്. ഓക്കെ, അപ്പൊ നമ്മൾ അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ പോലും ശരിക്കും നമ്മളെ വിവരക്കേടാവും. കാരണം നമുക്ക് നമ്മളെ കുടുംബത്തിന് കൊടുക്കാൻ സമയം ഉണ്ടാവുക എന്ന് പറയുന്നത് നമ്മൾ ഇപ്പുറത്തുനിന്ന് പഠിച്ച ദീൻ അപ്പുറത്ത് പ്രാവർത്തികമാക്കുക എന്നാണ്. നമ്മൾ പ്രാക്ടിക്കൽ ക്ലാസ്സിൽ, ഞാൻ ഒരു കുട്ടി പറയാണ്, ഓക്കെ, മെഡിസിൻ പഠിക്കുന്ന ഒരു കുട്ടി പറയാ, ഞാൻ പോവില്ല ഡോക്ടർ ചികിത്സക്കും കാര്യത്തിനൊന്നും പോവില്ല, ഞാൻ തിയറി മാത്രം നല്ലോണം പഠിച്ചിട്ട് പരീക്ഷ എഴുതി പാസ്സാവും, ക്ലാസ്സിലെ ഡിസ്കഷൻസിലൊക്കെ ഞാൻ പങ്കെടുക്കും എന്ന് പറഞ്ഞാൽ ഞാൻ ഡോക്ടറെ അടുത്ത് ആരെങ്കിലും പോവോ? അല്ലെ, ആരെങ്കിലും പോവോ? അപ്പൊ നമ്മൾ ഇപ്പുറത്തുനിന്ന് പഠിക്കുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് വളരെ, എല്ലാവർക്കും അൽഹംദുലില്ലാ ഇവിടെ ആരാ ഉള്ളത്, ഒരു കുടുംബം എന്ന് പറഞ്ഞിട്ട് സ്വന്തം എന്ന് പറഞ്ഞിട്ട് ഒരാളെങ്കിലും ഇല്ലാത്ത ആരെങ്കിലും ഇവിടെ ഉണ്ടോ? ഒരാളെങ്കിലും, അല്ലെ, സുബ്ഹാനല്ലാഹ്, അങ്ങനെ ഒരാളെങ്കിലും ഇല്ലാത്ത ഒരാളുണ്ടെങ്കിൽ അവരെ നമ്മൾ ചേർത്ത് പിടിക്കണം. അവർക്ക് നമുക്ക് കൊടുക്കാൻ നമ്മളെ പ്രാക്ടിക്കൽ ലാബ് അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുമ്പോൾ നമ്മൾ പറയും ഇപ്പൊ എന്താണെന്നറിയില്ല, ശരിക്കും ഇല്ലേ ദീനും ദീനിന്റെ മാർഗത്തിലുള്ള ഫ്രണ്ട്സും ദീൻ പഠനവും തന്നെ ഉള്ളൂ. എന്നിട്ട് നമുക്ക് ഫുൾ ടൈം പരാതി ഓരത് പറയുന്നത് കേൾക്കുന്നില്ല, ഓർക്ക് മനസ്സിലാവുന്നില്ല, ഇവർക്ക് അത് മനസ്സിലാവുന്നില്ല. നമ്മളെ ദീനിലുണ്ടല്ലോ കുടുംബത്തിനെ മാറ്റി വെച്ചിട്ടൊരു സംഭവേ ഇല്ല. ഓക്കെ, ദാവ എന്ന് പറയുന്നതിന്റെ ആദ്യത്തെ സ്റ്റെപ്പ് തന്നെ കുടുംബാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദാവ അവിടെയാ തുടങ്ങിയത്, അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പുറത്തിറങ്ങി ദാവ ചെയ്യാൻ തുടങ്ങിയത് എപ്പോഴാ? ദാവക്ക് പല സ്റ്റേജുകൾ ഉണ്ടായിരുന്നു. ഏറ്റവും ആദ്യത്തെ ദാവ കുടുംബത്തിനകത്തായിരുന്നു. സുബ്ഹാനല്ലാഹ്. അതിന്റെ അർത്ഥം നമ്മളെ കുടുംബത്തിലുള്ള എല്ലാവരും നന്നാക്കിയിട്ട് ലോകത്തിലേക്ക് ഇറങ്ങും എന്നുള്ളതല്ല. കുടുംബത്തിനെ നമുക്ക് ഒരിക്കലും മാറ്റി വെക്കാൻ പറ്റില്ല എന്നുള്ളതാണ് സത്യം. ഓക്കെ, അപ്പം നമ്മളുടെ കോൺട്രിബ്യൂഷൻ, ഞാൻ പറഞ്ഞു വേറെ അങ്ങോട്ട് എത്തിപ്പോയെന്ന് തോന്നുന്നു, കോൺട്രിബ്യൂഷൻ, അതായത് നമ്മൾ കൊടുത്തോണ്ടിരിക്കുക എന്നുള്ളതാണ് നമ്മളുടെ എല്ലാവരുടെയും ശരിക്കും ജീവിതത്തിന്റെ ആ ഒരു പരമമായിട്ടുള്ള ഒരു എന്താ പറയാ, ലൈക്ക് ഈ ഭൂമിയിലെങ്കിലും ഓക്കെ ഞാൻ എന്തെങ്കിലും ചെയ്യാൻ തുടങ്ങി എന്ന് നമുക്ക് തോന്നാം നമ്മൾ കൊടുത്തോണ്ടിരിക്കുമ്പോഴാണ്. പക്ഷെ നമുക്ക് അങ്ങനെ കൊടുത്തോണ്ടിരിക്കാൻ പറ്റണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താവണം, നമ്മളെ മറ്റുള്ള ആവശ്യങ്ങളൊക്കെ ഫുൾഫിൽഡ് ആയിരിക്കണം. അപ്പൊ നമ്മളെ ചുറ്റുപാടുമുള്ളവർക്കും അത് എത്താൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ, കോൺട്രിബ്യൂഷനിലേക്കും ഗ്രോത്തിലേക്കും ഒന്നും എത്താൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അവരുടെ എന്തൊക്കെയോ കോർ നീഡ്സിൽ അവർക്ക് ഇപ്പോഴും സ്റ്റക്കാണ്. അതിന് നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? ദുആ ചെയ്യാൻ പറ്റും. ഏറ്റവും അതേ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഈ പറയുന്നതൊന്നും ഇപ്പൊ നാളെ ഒരു ബുക്കും പെന്നും എടുത്തിരുന്ന് എഴുതിയിട്ട് വീട്ടിലുള്ള നമ്പർ 1 ഉമ്മ അല്ലെങ്കിൽ ഉപ്പ, മൂപ്പർക്ക് ഇന്ന ആവശ്യങ്ങളാണുള്ളത്, ഇന്നത് ചെയ്യണം, അതൊന്നും നമ്മളെ കൊണ്ട് പറ്റില്ല, അതൊക്കെ റബ്ബിനെ പറ്റുള്ളൂ. ഓക്കെ, നമുക്ക് ഏറ്റവും ആദ്യം ചെയ്യാൻ പറ്റുക ദുആ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. ഓക്കെ, അവർക്ക് എന്ത് ആവശ്യമാണോ ഉള്ളത്, അവരുടെ ഹൃദയം എവിടെയാണോ സ്റ്റക്ക് ആയിട്ടുള്ളത്, റബ്ബെ നീ അതിലേക്ക് അവരെ എത്തിച്ചു കൊടുക്കും. അവരോട് കാണിക്കേണ്ട ക്ഷമ എന്താണോ അത് കാണിക്കാനുള്ള ഹിക്മത്തല്ലേ, അത് നീ എനിക്ക് താ. അവരോട് എങ്ങനെ സംസാരിക്കണോ അത് നീ എനിക്ക് കാണിച്ചു. അവരോട് എങ്ങനെ പെരുമാറണോ ഇടപഴകണോ അത് നീ കാണിച്ചതാ. ഒരു സംസാരം വരുമ്പം ഏറ്റവും മാതൃകാപരമായിട്ട് സംസാരിക്കാനുള്ള ഒരു കഴിവ് അത് നീ എനിക്ക് താ. സുബ്ഹാനല്ലാഹ്. നാം ദുആ ചെയ്ത് തുടങ്ങിയാൽ തന്നെ എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എളുപ്പാക്കി തരും. ഓക്കെ, അപ്പം നമുക്ക് ആ ഒരു ഇൻട്രസ്റ്റ് അല്ലെ, നമ്മളോട് തന്നെ ചോദിക്കുമ്പോൾ നമുക്ക് ഇതുപോലെ കൊടുത്തുകൊണ്ടിരിക്കാനുള്ള, മറ്റുള്ളവരെ മനസ്സിലാക്കാനുള്ള ആ ഒരു കഴിവ്. ഇപ്പം ഈ എംപതി കമ്പാഷൻ എന്നൊക്കെ പറയുമ്പോൾ മറ്റുള്ളവരുടെ ഷൂവിൽ നിന്നുകൊണ്ട്, എംപതി എന്ന് പറയുമ്പോൾ അതാണ്. സിമ്പതി എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ ഒരു അവസ്ഥ ആലോചിച്ചിട്ട് വിഷമം തോന്നുന്നു, അല്ലോ പാവട്ടോ എന്ന് തോന്നലാണ് സിമ്പതി. എംപതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്താണോ അനുഭവിക്കുന്നത് അത് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് എംപതി. ഈ എംപതിക്കൊക്കെ അതുപോലെ പല ലെവലുകളുണ്ട്. ഇപ്പം ചിലർക്ക് അവരുടെ ദാരിദ്ര്യം
അല്ലെങ്കിൽ ഐഹികമായിട്ടുള്ള അവസ്ഥയെക്കുറിച്ച് അല്ലോ പാവട്ടോ അവർക്ക് താമസിക്കാൻ വീടില്ല, എനിക്കാണെങ്കിൽ അതെന്തായിരിക്കും അവസ്ഥ എന്നുള്ള ആ ഒരു ഫീലിംഗ്, അത് എമ്പതിയാണ്. എമ്പതിക്ക് പല പല ലെവലുകളുണ്ട്. മറ്റുള്ളവരുടെ അറിവിനെ കുറിച്ച് ഇപ്പം ചിലടത്ത് നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ ശരിയാണ്, അവരുടെ അറിവ് അവിടെ എത്താത്തതുകൊണ്ടായിരിക്കാം, ഞാനും ആ അവസ്ഥയിലായിരുന്നെങ്കിൽ അങ്ങനെ ആയിരുന്നല്ലോ, അതും ഒരു എമ്പതിയാണ്. അപ്പോൾ ദാവക്കൊക്കെ ശരിക്കും എമ്പതി ഭയങ്കര ആവശ്യമാണ്. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അടുത്ത് അള്ളാഹുവിനോട് അടുക്കുക എന്ന് പറയുന്നത് അതിന് തന്നെ കുറേ ലെവലുകൾ ഉണ്ടല്ലേ, കോടിക്കണക്കിന് ലെവലുകളുണ്ട്. നമുക്ക് തന്നെയും ഓരോ ദിവസവും നമുക്ക് ആ ഒരു വ്യത്യാസം ചിലപ്പോൾ മനസ്സിലാവുന്നുണ്ടാവും അല്ലേ. അതേപോലെ ആ ലെവലിൽ നമ്മൾ പിന്നോട്ട് പോകുന്നത് നമുക്ക് മനസ്സിലാവുന്നുണ്ടാവും അല്ലേ. അതിന് നമ്മളെ ജീവിതത്തിലെ അറിവും എക്സ്പീരിയൻസും നമ്മളെടുക്കുന്ന എഫേർട്ടും എല്ലാം കൂടി കിട്ടുന്ന ഒരു റിസൾട്ടാണ് അതെന്ന് നമുക്കറിയാം അല്ലെ. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മളെ ചുറ്റുപാടുള്ള ഓരോരുത്തരും ഒരു അള്ളാഹിനോട് അടുക്കുന്നില്ല എന്ന് ഒറ്റ വാക്കിൽ പറയുമ്പോൾ അത് ഇത്ര ഗൗരവമേറിയ ഒരു കാര്യമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം അല്ലെ. സുബ്ഹാനല്ലാഹ്. ഇതൊക്കെ ഒരുപക്ഷെ എനിക്ക് അറിയില്ല, ഞാൻ വാക്കുകൾ കൊണ്ട് പറയുമ്പോൾ നിങ്ങൾക്ക് ഞാൻ മനസ്സിൽ ഉദ്ദേശിക്കുന്ന അത്രയും മനസ്സിലാവുന്നുണ്ടോന്ന്. പക്ഷെ ഇതൊക്കെ ഭയങ്കര ഹെവി ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മൾ ക്ഷമ കാണിക്കേണ്ട കാര്യങ്ങളാണ്, അറിവ് കാണിക്കേണ്ട കാര്യങ്ങളാണ്, ദ്വാ ചെയ്യേണ്ട കാര്യങ്ങൾ, അള്ളാന്റെ സഹായം കോൺസ്റ്റന്റ് ആയിട്ട് മേടിക്കൊണ്ടേയിരിക്കേണ്ട കാര്യങ്ങളാണ്. സുബ്ഹാനല്ലാഹ്. ഓക്കെ, സ്ഥിരമായിട്ട് റബ്ബിന്റെ അടുത്ത് ഓരോ സ്റ്റെപ്പ് എടുക്കുമ്പോഴും നമ്മുടെ വീടുകളിൽ ഓരോരുത്തരടുത്ത് ഓരോ കാര്യത്തിന് ഇടപഴകുമ്പോഴും അത് ശരിക്കും നമ്മുടെ വീടുകളിൽ നമുക്കത് പറ്റുന്നുണ്ടെങ്കിൽ പുറത്തുള്ളവരുടെ അടുത്ത് നമുക്ക് അനായാസം പറ്റും. കാരണം അവർക്ക് നമ്മളെ ശരിക്കും അറിയൂല, അവർക്ക് നമ്മളെ ശരിക്കും മനസ്സിലായിട്ട് പോലുമില്ല. എപ്പോഴെങ്കിലും കാണുന്ന മുഖങ്ങൾ, എപ്പോഴെങ്കിലും കേൾക്കുന്ന സ്വരങ്ങളാണ് നമ്മൾ. അല്ലാതെ നമ്മൾ പുറത്തുള്ളവരുടെ അടുത്ത് ഭയങ്കരമാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്തോ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ശരിക്കും വേണ്ടിയിട്ടാണ്. നമ്മളെ സക്സസ് മുഴുവൻ കിടക്കുന്നത് നമ്മളെ ഫുൾ ടൈം കാണുന്ന, നമ്മൾ ഇൻ ആൻഡ് ഔട്ട് അറിയുന്ന, നമ്മളെ പണ്ടും ഇന്നും അറിയുന്ന നമ്മളുടെ വീട്ടുകാരുടെ അടുത്താണ്. അപ്പം സക്സസ് നേടേണ്ടത് അവിടെ ആയിരിക്കണം. അപ്പൊ നമുക്ക് പുറത്തുണ്ടല്ലോ ഈസി ആയിട്ട് കൊടുക്കാൻ പറ്റും. ഇതൊക്കെ നമുക്ക് അത് വലിയ എഫേർട്ട് ഒന്നും ഉണ്ടാവില്ല പുറത്തുള്ളവർക്ക് കൊടുക്കുക എന്നുള്ളത്. ഓക്കെ, ഇൻഷാ അല്ലാഹ് അല്ലാഹു എളുപ്പാക്കി തരട്ടെ. ആമീൻ. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ആദ്യത്തെ 4 നീഡ്സ് എല്ലാവർക്കും എല്ലാവരുടെ ലൈഫിലും ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അത് മീറ്റ് ചെയ്ത് കഴിഞ്ഞാല് ഗ്രോത്തും കോൺട്രിബ്യൂഷനും ഓക്കെ, സ്വയം അടുത്തടുത്ത ലെവലുകളിലേക്ക് വളരാന്നുള്ളതും മറ്റുള്ളവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുക എന്നുള്ളതും നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. സുബ്ഹാനല്ലാഹ്. എനിക്ക് തോന്നുന്നു ഇതിപ്പം 9:50 ആയില്ലേ, ഇനി കുറച്ചധികം പറയാനുണ്ട്. ഒരു എപ്പിസോഡും കൂടെ ആക്കാല്ലേ ഇൻഷാ അല്ലാഹ്. കുറച്ചും കൂടെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട് ഇൻഷാ അല്ലാഹ്. അടുത്ത ക്ലാസ്സിൽ വൈൻഡപ്പ് ചെയ്യാന്ന് വിചാരിക്കുന്നു. ഇന്ന് ഇത്രയും വെച്ച് നിർത്തട്ടെ. എന്നാലും നമുക്ക് അടുത്തത് പറയാനുള്ളത് ഓക്കെ, ഇതും കൂടെ പറഞ്ഞിട്ട് നിർത്തും. അപ്പൊ നമ്മൾ സംസാരങ്ങളെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഓക്കെ, നമ്മൾ ഫോക്കസ് ഓൺ ഇൻട്രസ്റ്റ് നോട്ട് ഓൺ പേഴ്സൺസ്. അതായത് ഞാൻ നീ എന്നുള്ളത് ഒഴിവാക്കിയിട്ട് നമ്മൾ എന്നുള്ള രീതിയിൽ നമ്മൾ സംസാരിച്ചു തുടങ്ങുമ്പോൾ പല പ്രശ്നങ്ങളും അവിടെ സോൾവ് ആവും. ഇന്നതല്ലേ നമ്മളെ പ്രശ്നം, ഓക്കെ, ആ രീതിയിൽ നമ്മൾ സംസാരിക്കുമ്പോൾ പല പ്രശ്നങ്ങളും അവിടെ സോൾവ് ആവും. അപ്പം ആ ഇൻട്രസ്റ്റ് മനസ്സിലാക്കണമെങ്കിൽ, ഓരോരുത്തരുടെയും ഇൻട്രസ്റ്റ് മനസ്സിലാക്കണമെങ്കിൽ അവരുടെയൊക്കെ ഉള്ളിലുള്ള നീഡ്സ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടെന്നും അതിനെക്കുറിച്ചുള്ള ഒരു ഏകദേശ ധാരണയും നമുക്ക് മനസ്സിലാക്കി കഴിയുമ്പോൾ തന്നെ നമ്മൾ ഇതുവരെ നമ്മൾ കുറ്റപ്പെടുത്തി സംസാരിച്ചോടെ, ഇപ്പൊ ഒരു ഭർത്താവ് ഒരു ഭാര്യയുടെ അടുത്ത് എന്തെങ്കിലും ഒരു ഭക്ഷണത്തിന്റെ കാര്യം തന്നെ പറയാണ്, ഇത് അങ്ങനെ നീ ഉണ്ടാക്കുന്നതൊന്നും ശരിയില്ല, ഒരു ടേസ്റ്റും ഇല്ല എന്ന് പറയുമ്പോൾ നമ്മൾ അപ്പൊ തന്നെ വയലന്റ് ആയിട്ട് ഞാൻ അങ്ങനത്തെ കുക്കാണ്, എന്റെ വീട്ടിലുള്ളവരെല്ലാവരും കുക്കാണ്, നമ്മളെ ഭക്ഷണത്തെ കുറിച്ച് ആരും ഒന്നും പറയാറില്ല, എന്നാൽ ഞാൻ എന്നുള്ള ഒരു സംഭവം അവിടെ കയറി വരുന്നതിനേക്കാളും ശരിക്കും എന്താണ് നിങ്ങൾക്ക് ഏത് രീതിയിലുള്ള ചേഞ്ചാണ് നിങ്ങൾക്ക് വരുത്തേണ്ടത്, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് നിങ്ങൾക്ക് ഭക്ഷണം ഒരു പ്രശ്നമാണ്, അല്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കുന്ന നിങ്ങൾക്ക് ഇന്ന സാധനം ഇഷ്ടാവുന്നില്ല, അതിൽ എന്ത് രീതിയിലുള്ള ചേഞ്ച് ഞങ്ങൾ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അവിടെ ഞാൻ മാറി, അവിടെ ആ ഒരു ഇൻട്രസ്റ്റ് ആയി, ആ ഒരു പ്രശ്നമായി അവിടെ. ഓക്കെ, മൂപ്പരുടെ ഉള്ളിൽ എന്തോ ഒരു നീഡ് ഫുൾഫിൽ ചെയ്യാതെ കിടക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ എല്ലാവരും എന്തെങ്കിലും, ഏത് വ്യക്തിയും എന്തെങ്കിലും ഒരു കാര്യം പുറത്തേക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ആ വ്യക്തിയുടെ ഉള്ളിലുള്ള എന്തോ ഒരു നീഡാണ്, ഏതൊരു വ്യക്തിയും. ഓക്കെ, അത് നമുക്ക് ഒറ്റയടിക്ക് നമുക്ക് അവരുടെ ഉള്ളിലേക്ക് പെനിട്രേറ്റ് ചെയ്ത് ഇന്നതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തോ ഒരു സംഭവം നിങ്ങളുടെ ഉള്ളിലുണ്ട്, എന്തോ ഒരു വിഷമമുള്ളത് കൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ പറയുന്നത്. ഓക്കെ, എന്താന്ന് വെച്ചാൽ നിങ്ങൾ പറയും, എന്നെ കൊണ്ട് എന്താ ചെയ്യാൻ പറ്റുക, ഞാൻ എന്ത് മാറ്റം വരുത്തിയാലാണ് നിങ്ങൾക്ക് തൃപ്തിയാവുക എന്ന് നമുക്ക് ചോദിക്കാൻ പറ്റണം. ശരിക്കും നമ്മളുടെ ഒന്നും ഈഗോ ഇതൊന്നും നമ്മൾ ചോദിക്കാൻ സമ്മതിക്കേയില്ല. മോറോവർ നമ്മളിത് ചോദിച്ച ഉടനെ ചിലപ്പം വർഷങ്ങളായിട്ട് വേറൊരു രീതി ശീലിച്ചു വന്ന അവർക്കും ഒരു പക്ഷേ ഇത് പെട്ടെന്ന് അവരുടെ ആ ഒരു തൊലിന്ന് പുറത്തേക്ക് കടന്നിട്ട് പറയാനും പറ്റിക്കൊള്ളണമെന്നില്ല. പക്ഷേ ചേഞ്ചസ് നമ്മൾ കൊണ്ടുവരുത്തണം അല്ലെ. ചേഞ്ചസ് ശരിക്കും അള്ളാന്റെ മാർഗത്തിലേക്ക് നമ്മളെ ദീനിനെയും നമ്മളെ കുടുംബങ്ങളെയും എത്തിക്കണമെങ്കിൽ അതിനു വേണ്ടിയുള്ള സ്റ്റെപ്പുകൾ എടുത്താൽ തന്നെ അത് ഉണ്ടാവുള്ളൂ. അല്ല ഞാൻ ഇങ്ങനെ തുടരുള്ളൂ, ഞാൻ എന്റെ സ്റ്റൈലും മൂപ്പര സ്റ്റൈലിലേ തുടരുള്ളൂ, പക്ഷെ മൂപ്പർക്ക് ദീനില്ല അല്ലെങ്കിൽ കുട്ടികൾക്ക് ദീനില്ല, അവർക്ക് ഹിദായത്തില്ല എന്ന് നമ്മൾ തുടർന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ എത്ര കാലം കണ്ണടച്ചിരുട്ടാക്കും
നമുക്ക് എന്തെങ്കിലും ഒരു വെളിച്ചം വരണ്ടേ അല്ലെ? എല്ലാ കാര്യത്തിലും വെളിച്ചം വരണമെങ്കിൽ ചേഞ്ച് വരണം. ചേഞ്ച് എവിടെ നിന്ന് തുടങ്ങണം? നമ്മളിൽ നിന്ന് തുടങ്ങണം അല്ലെ? നമ്മൾ ചേഞ്ച് ആയാലേ നമ്മളെ സാഹചര്യങ്ങൾ ചേഞ്ച് ആവുള്ളൂ. ഇത്രയും കാലം നമ്മൾ ചേഞ്ച് ആയിട്ടുണ്ട് അൽഹംദുലില്ലാ അല്ലെ? നമ്മൾ ഖുർആൻ കേട്ടിട്ട് തഫ്സീർ കേട്ടിട്ട് ഒരുപാട് ചേഞ്ച് ആയിട്ടുണ്ട്. പക്ഷെ അതിനകത്ത് ഒരു മെജോറിറ്റി കാര്യങ്ങളും നമ്മളെ മാത്രം ബാധിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ ചേഞ്ച് ചെയ്തത് അല്ലെ? നമ്മൾ കൂടുതൽ കൊടുക്കാൻ തുടങ്ങി, നമ്മൾ കൂടുതൽ ഇബാദത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ തുടങ്ങി, നമ്മൾ ഖുർആനെ കൂടുതൽ ശ്രദ്ധിച്ച് ഓതാനും ചിന്തിക്കാനും തദബ്ബുർ ചെയ്യാനും തുടങ്ങി. നമ്മൾ ഖുർആനെ കുറിച്ച് സംസാരിക്കുമ്പോൾ പോലും അത് നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള സ്പേസിൽ മാത്രമേ നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുള്ളൂ അല്ലെ? ഇനി നമ്മൾ ആ ഒരു ഷെൽട്ടർ ഒന്ന് പൊട്ടിച്ച് പുറത്തേക്ക് വരണം. നമ്മൾ പുറത്തൊരു തൊലി ഉണ്ട് അല്ലെ? കോഴിമുട്ടന്റെ തൊലി പൊട്ടിക്കുന്ന പോലെ നമ്മൾ അതൊന്ന് പൊട്ടിച്ചിട്ട് അങ്ങോട്ട് പുറത്തേക്ക് വരാനുണ്ട്. മറ്റുള്ളവരും കൂടെ ഇൻവോൾവ് ആയിട്ടുള്ള പല ചേഞ്ചസും നമ്മൾ വരുത്താനുണ്ട്. അത് ഭയങ്കര പ്രയാസം തന്നെയാണ്. ഈ ദീൻ എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. ഓരോ സ്റ്റെപ്പ് എടുക്കുമ്പോഴും അത് പ്രയാസം തന്നെയാണ്. അപ്പൊ നമ്മൾ അതിലേക്ക് എത്തണം. ഓക്കെ, ഇങ്ങനെയുള്ള സംസാരങ്ങളൊന്നും എന്റെ വീട്ടിൽ ഇതുവരെ ഇല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കി കൊണ്ടുവരണം. ഓക്കെ, അപ്പം അതിന് പറ്റിയ ചില ഡയലോഗുകൾ വെറുതെ ഇതിന്റെ സാമ്പിൾ ഞാൻ കൊടുത്തു എന്നേ ഉള്ളൂ. ഇപ്പം ഒരു പ്രശ്നം വരുമ്പോൾ നമുക്കൊന്ന് സംസാരിച്ച് നോക്കാം. ഓക്കെ, ചിലപ്പോൾ നമുക്ക് അതിനൊരു സൊല്യൂഷൻ കിട്ടിയാലോ. നമ്മൾ കുറെ കൊല്ലങ്ങളായിട്ട് ഇതന്നെ തർക്കിക്കുന്നതല്ലേ അല്ലെ? നമുക്ക് അതിനെക്കുറിച്ചൊന്ന് സംസാരിച്ച് നോക്കിയാലോ. നിങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾ പറയാം. അതിന്റെ ശരികളും തെറ്റുകളും നമ്മൾ വേണമെങ്കിൽ നമുക്ക് എഴുതി വെക്കാം. അല്ലെങ്കിൽ നമുക്ക് മൂന്നാമത് ഒരാളല്ലേ, ഒരു ലീഡർ എന്നുള്ള രീതിയിൽ മക്കളിൽ ആരെങ്കിലും ഒരാളെ നമുക്ക് കൊണ്ടുവന്നിട്ട് അതിനെക്കുറിച്ചൊന്ന് സംസാരിച്ച് നോക്കിയാലോ. ശരിയാണ്, ഇപ്പൊ നമുക്ക് അതിനൊരു അഭിപ്രായ വ്യത്യാസം ഉണ്ട്. പക്ഷെ നമ്മൾ സംസാരിച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ചിലപ്പോൾ നിങ്ങൾ പറയുന്നതിനോട് എനിക്ക് യോജിക്കാൻ പറ്റുന്നുണ്ടാവില്ലായിരിക്കും. പക്ഷെ ശരിക്കും നമ്മൾ ഈ ഈഗോ ഒക്കെ മാറ്റി വെച്ചിട്ട് ചിലപ്പോൾ ഒന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ അത് വർക്ക് ആയെങ്കിലോ അല്ലെ? അല്ലെങ്കിൽ ശരിയാണ്, നിങ്ങൾ പറയുന്ന കാര്യത്തിന് ശരിക്കും ഒരു ശരിയുണ്ട്, അതെനിക്ക് മനസ്സിലാവുന്നുണ്ട്. ചിലപ്പോൾ ഞാൻ പറയുന്ന കാര്യത്തിനും ഒരു വലിയ ശരിയുണ്ടെന്ന് എനിക്കും തോന്നുന്നുണ്ടാവും. പക്ഷെ നമ്മൾ സംസാരിച്ച് വരുമ്പോൾ എവിടെയെങ്കിലും ഒരു കണക്ഷൻ കിട്ടിയാലോ അല്ലെ? അല്ലെങ്കിൽ നമുക്ക് ഇതിനെക്കുറിച്ചൊന്ന് കുറച്ചധികം ഇതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ച് അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് നമുക്കൊന്ന് പഠിച്ചു നോക്കിയാലും നിങ്ങൾ കൂടുമോ എന്റെ കൂടെ? നമുക്ക് ഈ പ്രശ്നം സോൾവ് ചെയ്താൽ, ഇത് ഭർത്താവ് മാത്രമല്ല കേട്ടോ, മക്കളുടെ അടുത്തും ഈ പ്രശ്നങ്ങൾ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട്. ഓരോരുത്തർക്കും പല പല പ്രശ്നങ്ങളുണ്ട് മക്കളുടെ അടുത്ത്. ഓക്കെ, ഇതുവരെ സംസാരിച്ചിട്ട് തീരാത്ത, അല്ലെങ്കിൽ നമ്മൾ എത്ര പറഞ്ഞിട്ടും അവർ കേൾക്കാത്ത, അതൊക്കെ അവരുടെ ഉള്ളിലുള്ള ആ ഒരു നീഡ് ഫുൾഫിൽ ചെയ്യാത്ത, നമുക്ക് മനസ്സിലാവാത്ത, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നമ്മളെ ഓരോ വ്യക്തിബന്ധങ്ങളിലും അല്ലെ, നമ്മളെ വീട്ടിനകത്ത് മെയിനായിട്ട്, പുറത്തുള്ളത് അവിടെ നിൽക്കട്ടെ, അതും നമ്മൾ ശരിയാക്കേണ്ട കാര്യങ്ങളൊക്കെ തന്നെയാണ്. കാരണം പക്ഷെ ഞാൻ പറഞ്ഞു, ഇതങ്ങോട്ട് ശരിയായി കഴിഞ്ഞാൽ ഇതാണ് നമ്മളെ ഏറ്റവും വലിയ ടെസ്റ്റ്. ഇതിലൂടെ നമ്മൾ പഠിക്കുന്നത് മതി നമുക്ക് പുറത്ത് കൊടുക്കാൻ. ഓക്കെ, ഇതിൽ നമ്മൾ പഠിച്ച പാഠങ്ങളും മതി പുറത്തുള്ളവർക്ക് ഈസി ആയിട്ട് കൊടുക്കാൻ. സുബ്ഹാനല്ലാഹ്, അള്ളാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമനെ അങ്ങനെയാണ് ട്രെയിൻ ചെയ്യിച്ചതെങ്കിൽ നമ്മൾ എന്തിനാ പുറത്തുനിന്ന് തിരിച്ച് ഇങ്ങോട്ടേക്ക് അകത്തേക്ക് വരാൻ ശ്രമിക്കുന്നത് അല്ലെ? പുറത്തുള്ള എത്ര ആൾക്ക് വേണമെങ്കിലും ക്ലാസ് എടുക്കാൻ നമ്മൾ തയ്യാറാണ്. എത്ര ആളെ നന്നാക്കാനും നമ്മൾ തയ്യാറാണ്. എന്നിട്ട് അവിടെ ചെന്നിട്ട് നമ്മൾ പറയുന്ന പരാതി എന്റെ വീട്ടിലുള്ളത് നന്നാവുന്നില്ല. നമ്മൾ അള്ളാന്റെ സിസ്റ്റത്തിന് നേരെ ഓപ്പോസിറ്റ് പോയിട്ട് നമ്മൾ നന്നാവുന്ന വിചാരിക്കുന്നത് എന്ത് വെട്ടിത്തല്ലേ? സുബ്ഹാനല്ലാഹ്. അപ്പം അതുപോലെ നമ്മൾ ശ്രമിച്ചു നോക്കുക. അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ ഡിസ്ക്ലെയിമർ പോലെ പറഞ്ഞ, ഇതൊക്കെ കേൾക്കുമ്പോൾ തോന്നും ഇതൊക്കെ എങ്ങനെ കുടുംബത്തിൽ കൊണ്ടുവരാനായി, നമ്മൾ വർഷങ്ങളായിട്ട് വേറെ പലതും അല്ലേ ശീലിച്ചതെന്ന്. പക്ഷെ മാറ്റം വരുത്തണമെങ്കിൽ നമ്മൾ തുടങ്ങണം അല്ലെ? എന്ത് ചേഞ്ചും നമ്മൾ തുടങ്ങണം. അള്ളാഹിന്റെ അടുത്ത് ദുആ ചെയ്ത് 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 ആ ഒരു ധൈര്യം അങ്ങോട്ട് സംഭരിക്കുക. നമ്മളൊക്കെ വീടുകളിൽ ഇങ്ങനെ ഒന്നെങ്കിൽ കത്തി അമർന്ന പ്രശ്നങ്ങൾ ഉണ്ടാവും, അല്ലെങ്കിൽ കത്തി ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ ആ സൈഡിലേക്ക് പോവേ ചെയ്യാത്ത മിണ്ടാണ്ട് ഒപ്പിച്ച പ്രശ്നങ്ങൾ ഉണ്ടാവും അല്ലെ? അപ്പം അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വേണമെന്നുണ്ട്, ഞാൻ പറഞ്ഞു അത് പ്രശ്നമാണെങ്കിൽ മാത്രം കേട്ടോ. കാരണം 3 പോയിന്റ്സ് അവിടെ ഉണ്ട്. അഭിപ്രായ വ്യത്യാസങ്ങൾ, മാറ്റർ ഇമ്പോർട്ടന്റ് ആണ്, ഇമോഷൻ സ്ട്രോങ് ആണ്. ഇമോഷൻ സ്ട്രോങ് അല്ലാത്ത, നമുക്ക് ക്ഷമിച്ചു കൊടുക്കാൻ പറ്റുന്ന, നമുക്ക് ഭംഗിയായിട്ട് സബറും ജമീലാക്കിയ കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാതിരിക്കാം, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, പിന്നെ ചില കാര്യങ്ങൾ ഉണ്ടാവും നമ്മൾ സംസാരിക്കണം എന്ന് വിചാരിച്ചാലും അടുക്കാത്ത, പറ്റാത്ത അല്ലെ? അല്ലെങ്കിൽ ആ ഒരു നമുക്ക് സംസാരിക്കേണ്ട ആള് നമുക്ക് കിട്ടാത്ത കാര്യങ്ങൾ ഉണ്ടാവും. സുബ്ഹാനല്ലാഹ്, അതിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ എന്തൊരു കാര്യത്തിൽ നമുക്ക് സബ്റും ജമീൽ പറ്റുന്നുണ്ടെങ്കിൽ ഈ പ്രശ്നമൊന്നും അവിടെ ഉദിക്കുന്നില്ല. സബ്റും ജമീൽ ഇല്ലാത്ത കാര്യങ്ങളിൽ ഈ പ്രശ്നം വരുന്നുള്ളൂ. സബ്റും ജമീൽ ആണോ എന്നുള്ള ടെസ്റ്റ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം അത് കേൾക്കാത്തവർ അതൊന്നും കൂടെ കേൾക്കാം. ഓക്കെ, അപ്പം ഇതുപോലെയുള്ള സംസാരങ്ങളൊക്കെ കൊണ്ടുവന്ന് ഈ പറഞ്ഞ പോലെ എഗെയിൻ ഇങ്ങനത്തെ സംസാരങ്ങളൊക്കെ നമ്മൾ കൊണ്ടുവരാൻ നമുക്കും നല്ല പ്രയാസമാണ്. അവർക്കും ഈ പറഞ്ഞ പോലെ ഇത് കേട്ടപാട് പിറ്റേന്ന് തന്നെ അവർ വന്നിരുന്ന് സംസാരിക്കൊന്നുമില്ല. ദുആ ചെയ്യുക, റബ്ബി ഇശ്റഹ് ലി സ്വദ്രി മനസ്സിൽ വെക്കുക. ഓക്കെ, പിന്നെ നല്ലപോലെ അള്ളാഹിന്റെ അടുത്ത് ആത്മാർത്ഥമായിട്ട് തേടിക്കൊണ്ടേയിരിക്കുക. ശ്രമിക്കുക, മാറ്റം വരും. കുടുംബത്തിന് വേണ്ടി സമയം കൊടുക്കുക. ഞാൻ തിയറി മാത്രം പഠിച്ച് പ്രാക്ടിക്കൽസ് ചെയ്യൂല എന്ന് പറയുന്ന ആളുകൾ ആവാതിരിക്കുക. പ്രാക്ടിക്കൽസ് ഏറ്റവും ആദ്യം വീട്ടിൽ തന്നെയാണ് ചെയ്യേണ്ടത്, അവിടെയാണ് സക്സസ് ആവേണ്ടത്. എന്നിട്ട് പുറത്തു പോവുക. അപ്പം പുറത്തും അള്ളാഹു സുബ്ഹാനഹു വ തആല അത് സക്സസ് ആക്കി തരും. ഓക്കെ, ഇൻഷാ അള്ളാഹ്. അപ്പം ഇന്ന് ഞാൻ ഇവിടെ വെച്ചിട്ട് നിർത്തുകയാണ്. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം ഇൻഷാ അള്ളാഹ്. ഇനി പറയാനുണ്ട് കുറച്ച്, ഇപ്പോഴൊന്നും പറഞ്ഞാൽ തീരുന്ന കാര്യമില്ല.
അപ്പം ഇൻഷാല്ലാ റിഫ്ലക്ഷൻസ് ഈ ആഴ്ച ഓപ്പൺ ചെയ്തിട്ട് പോലും ഇല്ല. നിങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെന്ന്, സ്വന്തമായിട്ടൊക്കെ ചെയ്യുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും എളുപ്പം തരട്ടെ. നിയത്ത് റിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക, ദുആ ചെയ്തുകൊണ്ടിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള ഭംഗിയുള്ള, ഏറ്റവും ഭംഗിയുള്ള ദീനിന്റെ വെളിച്ചം കൊണ്ട് ബന്ധിക്കപ്പെട്ട ഹൃദയങ്ങളുള്ള വീടുകൾ നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ. മാതൃകാപരമായിട്ടുള്ള കുടുംബങ്ങളും കുട്ടികളും അല്ലെ. റബ്ബന ഹബ്ലന മിൻ അസ്വാജിന വദുരിയാതിന ഖുർറത അയ്യുൻ എന്ന് പറയുമ്പോൾ അത് വെറുതെ ഇമ്പോസിബിൾ ആണെന്ന് വിചാരിച്ച് വെറുതെ അള്ളാഹിനെ ഏൽപ്പിക്കുന്ന ഒരു ഉത്തരവാദിത്വം മാത്രമാക്കി മാറ്റാതെ അള്ളാഹിന്റെ ഹിദായത്തോടു കൂടി നമ്മൾ ശ്രമിച്ചാൽ അല്ലെ, നമുക്ക് നമസ്കാരം ഖുർറത്തായി എന്ന് പറയുമ്പോൾ നമുക്ക് ചെറിയൊരു പ്രതീക്ഷയൊക്കെ ഉണ്ട്. കാരണം അത് നമ്മൾ ശ്രമിക്കേണ്ടതാണല്ലോ. അള്ളാഹ് എളുപ്പാക്കി തന്നാൽ അത് നടക്കും നമുക്കറിയാം. പക്ഷെ ഈ ഖുർറത്തായിന് പലരും പലപ്പോഴും അല്ലെ വെറുതെ അത് അള്ളാഹ് അത്ഭുതം പോലെ നടത്തി തരുന്ന വിചാരിച്ചിട്ട് വെറുതെ ദുആ ചെയ്തിട്ടിരുന്ന കാര്യമാണ് അല്ലെ. ഞാൻ ശ്രമിച്ചിട്ട് നടക്കൂല, നമുക്കൊക്കെ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവും, പക്ഷെ പറ്റും. അള്ളാഹ് അതിനുള്ള വഴികളൊക്കെ നമ്മുടെ മുമ്പിൽ തുറന്നു വെച്ച് തന്നിട്ടുണ്ട്. ശ്രമിച്ചാൽ പറ്റും. അത് കറക്റ്റ് സമയത്ത് അള്ളാഹ് നമുക്ക് റിവീൽ ചെയ്ത് തരുള്ളൂ. ഇത്രയും കാലം നമുക്ക് ഇതൊന്നും അറിയില്ലായിരുന്നല്ലോ അല്ലെ. എനിക്കും അറിയില്ലായിരുന്നു ഇതുപോലെ പല കാര്യങ്ങളും. പക്ഷെ നമ്മൾ അതിന് പാകമായി തോന്നിയപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച് തരുകയാണെന്ന് മനസ്സിലാക്കുക. പഠിപ്പിച്ച് തരുമ്പോൾ നമ്മളത് ശ്രമിക്കണം. നമ്മൾ അള്ളാഹിന്റെ ഒരു അറിവ് നമ്മളിലേക്ക് എത്തിയിട്ട് നമ്മൾ അതിനെ ശ്രമിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അള്ളാഹു ആ വഴി അങ്ങോട്ട് അടച്ചു കളയും അല്ലെ. അള്ളാഹ് അതാണ് അള്ളാഹ് അടച്ചു കളയും. പിന്നെ അത് നമ്മൾ ഇനി എത്ര കേട്ട് കഴിഞ്ഞാലും നമുക്ക് മനസ്സിലാവില്ല. അപ്പൊ നമ്മൾ ശ്രമിച്ചു തുടങ്ങാം. അള്ളാഹു എല്ലാവർക്കും എളുപ്പാക്കി തരട്ടെ ഇൻഷാ അള്ളാഹ്. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما اللهم إني أعوذ بك من علم لا ينفع ومن قلب لا يخشع ومن نفس لا تشبع ومن دعوة لا يستجاب لها ربنا اغفر لنا ولوالدينا وللمؤمنين يوم يقوم الحساب ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم أقول قولي هذا أستغفر الله لي ولكم ولسائر المسلمين فاستغفره إنه هو الغفور الرحيم وآخر دعوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته الحمد لله.